നമസ്കാരം. അബീഗലിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ആരോടും പറയരുതെന്ന് മിഖായിൽ റോബിൻസൺ ഡസൻ റൈസിനോട് പറഞ്ഞപ്പോ ഡസൻ റൈസ് ആ കാര്യം സമ്മതിച്ചുവെങ്കിലും ഡസൻ മിഖായിലിനോട് ചോദിച്ചു, അപ്പോ അബീഗലും അറിയണ്ടേ? വേണ്ട വേണ്ട, അവൾ അറിയണ്ട. അബീഗലിന്റെ അമ്മ മഹാമാന്ത്രികയാണ് എന്ന് അറിയുന്ന നിമിഷത്തിൽ അവളുടെ അമ്മയെക്കുറിച്ച് പലതും ചോദിച്ചു തുടങ്ങി. അമ്മയുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി. അതൊക്കെ പിന്നെ വലിയ വിഷയമാവുമെന്ന് മിഖായിൽ റോബിൻസൺ അറിയാം. അതുകൊണ്ടാണ് മിഖായിൽ ഡസൻ റൈസിനോട് അബീഗലിനോട് പോലും ആ രഹസ്യം പറയേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഡസ്റ്റിനോട് പറഞ്ഞിട്ട് മിഖായിൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഗ്രാൻഡ് മാസ്റ്റർ ആയല്ലേ? സർ റോബിൻസൺ അങ്ങത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ? സർ, അങ്ങൊരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഡസ്റ്റിൻ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള കാര്യം ഡസ്റ്റിൻ വളരെ ഭംഗിയായി ഇത്രയും നാൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള വിവരം ഒളിച്ചു വെച്ച മിഖായിൽ റോബിൻസന് അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാണ് സത്യം. ഗ്രാൻഡ് മാസ്റ്ററായ ഡസൻ റൈസിന്റെ കയ്യിൽ മകൾ സുരക്ഷിതയാണെന്ന് മിഖായിൽ റോബിൻസൺ അറിയാം. അവർ രണ്ടും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അബീഗലിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമാണ്. അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹിൽ കുടുംബത്തിൽ മരുന്ന് കൊടുക്കാൻ പോയ മിഖായിൽ റോബിൻസനെ ശരിക്കും ക്രൂരമായിട്ട് അവിടെയുള്ള ഗാർഡുകളും ആ ഹിൽ ഫാമിലിയിലെ ടോബിനും ചേർന്ന് മർദ്ദിച്ചത്. ശരിക്കും ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ മിഖായിൽ റോബിൻസന് ആ നിമിഷത്തിൽ വേണമെങ്കിൽ അവർ മുഴുവൻ കൊന്നൊടുക്കാമായിരുന്നു. മിഖായിൽ റോബിൻസന്റെ പുറത്തു തൊടാൻ അന്ന് അവിടെ മിഖായിൽ റോബിൻസനെ കൈവച്ച് ആർക്കും കഴിയില്ല എന്നുള്ളത് ഇപ്പോ അബിഗലിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും മിഖായിൽ എന്തുകൊണ്ട് ആ തല്ല് മുഴുവൻ ഏറ്റുവാങ്ങി? ഇപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ആ മാർവൽ മിഖായിലിനെ മൃഗീയമായി തല്ലിയത്. അപ്പോഴും മിഖായിൽ ആ തല്ലൊക്കെ കൊള്ളുകയായിരുന്നു. അബിഗലിന് തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തിനാണ് അച്ഛൻ ഈ ശൈലിയിൽ ഒരു ജീവിതം നയിച്ചത്? എന്തിനാ ഈ തല്ലൊക്കെ ഏറ്റുവാങ്ങിയത്? മിഖായിൽ റോബിൻസൺ തൊടാൻ സാധാരണഗതിയിൽ ഒരാൾക്കും പറ്റില്ല. അവളുടെ കണ്ണുകൊണ്ട് ഇപ്പൊ ആ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ബലോർമ മേഖലയിൽ എല്ലാവരും ആദരവോടെ മാത്രം കേട്ടിരുന്ന പേരാണ് മിഖായിൽ റോബിൻസൺ. ആ മിഖായിൽ റോബിൻസൺ ആണ് അവളുടെ പിതാവായ എഡ്മണ്ട് റോബിൻസൺ എന്ന് അവൾ അറിയുമ്പോൾ അവളുടെ മുഖത്തുള്ള ആ സന്തോഷം അങ്ങനെ വിളർന്നു നിൽക്കുമ്പോൾ ശരിക്കും അമ്പരപ്പിലാണ് ഹാർമൺ കുടുംബത്തിലെ ഓരോ ആളുകളും. അവർ പരസ്പരം സംസാരിക്കുകയാണ് ഈ കാര്യത്തെക്കുറിച്ച്. നടാഷിയും റൂത്തും അബീഗലിന്റെ അടുത്തുണ്ട്. അവർ രണ്ടുപേരും അബീഗലിനെ വളരെ കൗതുകത്തിലാണ് കാണുന്നത്. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ സർ മിഖായിൽ റോബിൻസന്റെ മകളാണ് അബീഗൽ റോബിൻസൺ. അതുവരെ അവരുടെ ഒരു ആശ്രിതൻ മാത്രമായിരുന്ന എഡ്മണ്ട് റോബിൻസന്റെ മകൾ അബീഗലിൽ നിന്ന് അതൊരു വലിയ ചേഞ്ചാണ്. അതിനെക്കുറിച്ച് റൂത്തും നടാഷിയൊക്കെ കൗതുകപൂർവ്വം അബീഗലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡസൻ റൈസും മിഖായിൽ റോബിൻസണും കൂടി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവർ രണ്ടും പുറത്തേക്ക് വന്നതും ഹെക്ടർ മിഖായിൽ റോബിൻസണോട് ചോദിച്ചു, മിസ്റ്റർ റോബിൻസൺ, സോറി സർ റോബിൻസൺ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ഹെക്ടറുടെ സംഭാഷണത്തിൽ പോലും ശരിക്കും ഒരു മാറ്റം പ്രകടമാവുകയാണ്. മിസ്റ്റർ റോബിൻസൺ ഇതാ സർ റോബിൻസണായി മാറുകയാണ്. ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചതാണ്. മിഖായിൽ റോബിൻസണോട് ഹെക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസൻ റൈസ് നടാഷയുടെയും റൂത്തിന്റെ അടുത്തേക്ക് വന്നു. ഡസനെ പെട്ടെന്ന് ഹാർമൺ കുടുംബത്തിലെ ആളുകളെങ്ങ് വളഞ്ഞു. റോബിൻസണോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം ഡസ്റ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഡസ്റ്റിനെ വളഞ്ഞത്. അവർക്കൊക്കെ അറിയേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. അല്ല, നിങ്ങൾ എന്താ സംസാരിച്ചത്? അത് അബീഗലിന്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അബീഗലിനെ ഞാൻ തന്നെ പരിശീലിപ്പിക്കണമെന്ന് സർ റോബിൻസന് ഒരു ആഗ്രഹം. ഡസൻ റൈസ് അബീഗലിനെ പരിശീലിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ അവർ പലരും കണ്ടതാണ്. അതിന് വലിയ പുതുമയെന്ന് അവർക്ക് തോന്നുന്നില്ല. ആ പരിശീലനം വീണ്ടും ഡസൻ തന്നെ തുടരണം. അതാണല്ലോ സർ റോബിൻസൺ ഇപ്പൊ പറയുന്നത്. അതിനും അപ്പുറത്ത് എന്തോ ഡസ്റ്റിനോട് സർ റോബിൻസൺ സംസാരിച്ചിട്ടുണ്ടെന്ന് നടാഷയ്ക്കും റൂത്തിനും ഒരു സംശയമുണ്ട്. പക്ഷേ ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അത് ചോദിക്കണ്ടെന്ന് വിചാരിച്ച് നടാഷ അതങ്ങ് ഒഴിവാക്കുമ്പോൾ ഒരു പരിചാരകൻ ഒരു ബോക്സുമായി അങ്ങോട്ട് വന്നു. സർ റൈസ്, അങ്ങേക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്കോ? ഗിഫ്റ്റോ? വളരെ കൗതുകത്തോടു കൂടി ഡസൻ റൈസ് അയാൾക്ക് വന്ന ആ ഗിഫ്റ്റ് ബോക്സ് വാങ്ങിച്ചു. ഭംഗിയായി പാക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ബോക്സാണ്. ഡസൻ ആ ബോക്സ് വാങ്ങിച്ച് അവിടെയുള്ള ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചു. നടാഷയും റൂത്തും അബീഗലും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. ദയാലനും കെയ്റ്റും ഹെക്ടറും എല്ലാം എത്തിയിട്ടുണ്ട്. മിഖായിൽ റോബിൻസണും ഉണ്ട്. ജെസിക്കയും ജേക്കബും ട്രെന്റും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡസൻ ആ കവർ പൊട്ടിച്ചു. ആ കവറ് ഡസൻ പൊട്ടിക്കുമ്പോൾ അതിനകത്തൊരു ബോക്സാണ്. ആ ബോക്സിന്റെ മൂടി ഇളക്കാൻ പറ്റും. ഡസൻ ആ മൂടി പതുക്കെ ഇളക്കി. ആ മൂടി ഡസൻ ഇളക്കി മാറ്റിയതും അതിനകത്തെ കാഴ്ച കണ്ട ആ ടേബിളിന് ചുറ്റുമുള്ള മുഴുവൻ ആളുകളും ശരിക്കും അറിയാതെ അങ്ങനെ വിളിച്ചു പോവുകയാണ്. പല ശബ്ദങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ചിലരുടെ തൊണ്ടയിൽ നിന്ന് പുറത്ത് ശബ്ദം വരുന്നതേ ഇല്ല. അവർക്ക് ആ കാഴ്ച കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ കണ്ണുകൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്.
തള്ളിപ്പിടിച്ച കണ്ണുകളിലൂടെ ആ മേശപ്പുറത്തിരിക്കുന്ന ബോക്സിലേക്ക് ആളുകൾ അന്തവിട്ട് നോക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കുറിപ്പുണ്ട്. ഡസൻ, ഇത് എന്റെ സമ്മാനമാണ്. ആ കുറിപ്പിലേക്കും ആ സമ്മാനത്തിലേക്കും ഡസൻ നടാഷിയും മാറി മാറി നോക്കുകയാണ്. ആ സമ്മാനം ഒരു തലയാണ്. സാക്ഷാൽ ഡാർക്ക് ലോർഡിന്റെ വെട്ടിയെടുക്കപ്പെട്ട തലയാണ് അവിടെ ആ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. ഡാർക്ക് ലോർഡിനെ ആരോ കൊന്നിരിക്കുന്നു. ഡാർക്ക് ലോർഡ് ഗുരുതരമായി പരിക്കേറ്റാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. ഡാർക്ക് ലോർഡിനെ തിരക്കി ജേക്കബിന്റെ സേന പാഞ്ഞു നടക്കുമ്പോഴാണ് ഇതാ ഡാർക്ക് ലോർഡിന്റെ തല ഹാർമൺ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 10 കൊല്ലത്തെ ഹാർമൺ കുടുംബത്തിന്റെ ഭയം ആ ഒറ്റ ദിവസം കൊണ്ട് മാറുകയാണ്. ഡാർക്ക് ലോർഡിന്റെ തല അവിടെ വലിയൊരു ആഹ്ലാദം ഉണ്ടാക്കുമ്പോൾ കുറച്ചു മാറി മറ്റൊരു ബംഗ്ലാവിൽ ടൈലർ ഗ്രാൻഡിന്റെ മുറിയിലേക്ക് ആ നിഴല് കടന്നു വന്നു. ആ ലേഡി ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് ടൈലറുടെ മുറിയിലേക്ക് വന്നത്. സർ ഗ്രാൻഡ്, ഒരു വാർത്തയുണ്ട്. എന്താ വാർത്ത? സർ ഗ്രാൻഡ്, ഡാർക്ക് ലോർഡ് പരാജയപ്പെട്ടെന്നോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? സർ ഗ്രാൻഡ്, ഡാർക്ക് ലോർഡ് ഹാർമൺ കുടുംബത്തിലെ എല്ലാവരും തീർക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ പോയത്. പക്ഷെ യാദൃശ്യവശാൽ ഡാർക്ക് ലോർഡിന് മിഖായിൽ റോബിൻസണുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. മിഖായിൽ റോബിൻസണുമായിട്ടോ, ആ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടോ? അയാൾക്കെന്താ ഹാർമൺ കുടുംബമായിട്ട് ബന്ധം? സർ ഗ്രാൻഡ്, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മിഖായിൽ റോബിൻസൺ അവിടെ ഉണ്ടായിരുന്നു. മിഖായിലിനെ ഹാർമൺ കുടുംബത്തിലെ കാരണവർ ആൻഡ്രൂ പണ്ടെങ്ങോ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ആ കുടുംബത്തെ സഹായിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. സംഗതിയൊക്കെ കുളമായല്ലോ. അവനെ എന്തോരം പണം മുടക്കിയാണ്, എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് ഒരു ഗ്രാൻഡ് മാസ്റ്ററാക്കി മാറ്റിയത്. ഡാർക്ക് ലോർഡാണ് പോലും. വെറുതെ വേസ്റ്റ് ആയി. ഇതിനേക്കാൾ നല്ലത് അവൻ ചാവുന്നതാണ്. ആ ട്രഷർ മാപ്പിന് വേണ്ടി ഞാൻ അവനെ രംഗത്തിറക്കിയിട്ട് എത്ര നാളായി. ടൈലർ ഗ്രാൻഡ് പണം മുടക്കി ഡാർക്ക് ലോർഡിനെ കൊണ്ട് ഹാർമൺ കുടുംബത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് ആ ഒറ്റ സാധനത്തിന് വേണ്ടിയാണ്, ആ ട്രഷർ മാപ്പിന് വേണ്ടി. ആ മാപ്പ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഡാർക്ക് ലോർഡ് ആ ആക്രമണത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സർ ഗ്രാൻഡ്, മിഖായിൽ റോബിൻസൺ അവിടെ ഉള്ളപ്പോ നമുക്ക് ഒരിക്കലും അവരെ ആക്രമിക്കാൻ പറ്റില്ല. അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹാർമൺ കുടുംബത്തിനെ നമുക്കിനി നേരിട്ട് ആക്രമിക്കേണ്ട, അത് അപകടമാണ്. ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററുടെ സംരക്ഷണയിൽ കഴിയുന്ന ഹാർമൺ കുടുംബത്തിൽ ഒരു ആക്രമണം നടത്തിയാൽ അത് ആത്മഹത്യാപരമാണെന്ന് മനസ്സിലാക്കാൻ ടൈലർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ടൈലർ അല്പനേരം ഒന്ന് ആലോചിച്ച ശേഷം ചിരിച്ചുകൊണ്ട് ആ ലേഡിയോട് പറഞ്ഞു, നീ ഇനി അടവൊന്ന് മാറ്റി പിടിക്കണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അവിടെ ആ ട്രഷർ മാപ്പ് ആരാ കൈവശം വെക്കുന്നതെന്ന് നിനക്കറിയാമോ? സാർ, അതെന്ത് ചോദ്യം? ഹെക്ടറുടെ കയ്യിലല്ലേ ആ ട്രഷർ മാപ്പ് ഉള്ളത്? അതെ, ഹെക്ടറുടെ കയ്യിലാണ് ആ ട്രഷർ മാപ്പ് ഉള്ളത്. ഹെക്ടർക്ക് ശേഷം ആ ട്രഷർ മാപ്പ് ആരുടെ കയ്യിൽ വരും? ഉറപ്പായും ഹെക്ടറുടെ അനന്തരാവകാശിയിൽ നടാഷയുടെ കയ്യിൽ. അതെ, അനന്തരാവകാശിയുടെ കയ്യിൽ വരും. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഹെഡ് ആരാണോ അവരുടെ കൈവശമായിരിക്കും ആ ട്രഷർ മാപ്പ്. അതെ സാർ, അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു കളിയും കളിച്ചാലോ, ആ ഹെഡിനങ്ങ് മാറ്റിയാലോ? ശരിക്കും നിർണായകമായ ഒരു കളിയിലേക്ക് ടൈലർ ഗ്രാൻഡ് കടക്കുകയാണ്. ഹെക്ടറാണ് ഇപ്പോ ഹാർമൺ കുടുംബത്തിന്റെ ഹെഡ്. ഹെക്ടർക്ക് പകരം മറ്റൊരാൾ ആ കുടുംബത്തിന്റെ ഹെഡായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മാപ്പ് ഹെക്ടറുടെ കയ്യിൽ നിന്ന് ആ ആളുടെ കയ്യിലേക്ക് പോകും. ആ യാഥാർത്ഥ്യം മനസ്സിൽ തെളിഞ്ഞതും ആ നിഴൽ രൂപം ഒന്ന് ചിരിച്ചു. സർ ഗ്രാൻഡ്, അതൊരു നല്ല പ്ലാനാണ്. ഞാൻ കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഒരു പാളിച്ചി മീന് വരരുത്. ഗ്രാൻഡും ആ നിഴൽ രൂപം കൂടി ഹാർമൺ കുടുംബത്തിനകത്തേക്ക് കടന്നു കയറാനുള്ള അടുത്ത പ്ലാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിലേക്ക് മടങ്ങിയെത്തിയ ഡസൻ റൈസ് മിൽസ്ബർഗിൽ അടുത്ത 2 ദിവസം ശരിക്കും ഒരു താണ്ഡവം തന്നെ നടത്തിയെന്ന് പറയാം. മിൽസ്ബർഗിലെ നോർത്തേൺ മേഖല ചാർജിംഗ് ടൈഗർ ഗ്രൂപ്പിന്റെ കൈവശവും സദേൺ മേഖല ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ കൈവശവുമാണ്. അണ്ടർവേൾഡിന്റെ കേസിൽ ബാക്കി 2 മേഖലകളുണ്ട്, വെസ്റ്റും ഈസ്റ്റും. ആ പടിഞ്ഞാറും കിഴക്കുമുള്ള ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വേറെ 2 ഗ്രൂപ്പുകളാണ്. ഡസൻ റൈസ് അടുത്ത 2 ദിവസം കൊണ്ട് ആ 2 ഗ്രൂപ്പുകളെയും പൂർണ്ണമായും കീഴടക്കി. 4 ഗ്രൂപ്പുകളും ഡസന് കീഴിലായതും ഡസൻ ആ 4 ഗ്രൂപ്പിനെയും ചേർത്ത് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന് ഡസനിട്ട പേര് കിരിൻ ഗ്രൂപ്പ് എന്നാണ്. മിൽസ്ബർഗിലെ അണ്ടർവേൾഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇപ്പോ ഡസ്റ്റിന് നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണം ഡസ്റ്റിനെ ഫാബുലസ് 5 എന്നറിയപ്പെടുന്ന ആ 5 കുടുംബങ്ങളെക്കാൾ കപ്പാസിറ്റിയുള്ള, സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഹാർമൺ കുടുംബത്തെക്കാളും ഡോയൽ കുടുംബത്തെക്കാളും ഒക്കെ ശക്തി ഇപ്പോ ഡസ്റ്റിന്റെ കിരൺ ഗ്രൂപ്പിനുണ്ടെന്ന് അർത്ഥം. ഡസൻ റൈസ് കിരൺ ഗ്രൂപ്പ് സ്ഥാപിച്ച് അതിന്റെ തലവനായപ്പോ അതിന് 4 വിങ്ങുകൾ. ഒരു വിങ് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പ്, അതിനെ നിയന്ത്രിക്കുന്നത് നെൽസൺ ഹോസ്റ്റ്. രണ്ടാമത്തത് ചാർജിംഗ് ടൈഗർ ഗ്രൂപ്പ്, അതിനെ നിയന്ത്രിക്കുന്നത് മില്ലർ. പിന്നീട് 2 ഗ്രൂപ്പുകൾ കൂടി, ബെയർ ഗ്രൂപ്പും അതുപോലെ സ്റ്റോൺ ഫയർ ഗ്രൂപ്പും. അതിനും അതിൻ്റെതായ ലീഡേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോഴാണ് നെൽസൺ ഡസനടുത്തേക്ക് ഓടി വരുന്നത്. സർ റൈസ്, ഞാൻ അയാളെ കണ്ടുപിടിച്ചു. ആരെ?
ജെയിംസിനെ കൊന്ന ആ ആളെ ഞങ്ങൾ പൂട്ടി, അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഞാൻ ചോദ്യം ചെയ്തു. അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ ആരാണ് ഈ കുറ്റം ചെയ്യാൻ ഏൽപ്പിച്ചെന്ന് പിടികിട്ടിയത്. ആരാ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്? സർ റൈസ്, അതാ ഹാങ്ക് ഹോഫ്മാനാണ്. ഹാങ്ക് ഹോഫ്മാനോ? നമ്മുടെ കാർഡിനൽ ഗ്രൂപ്പിലെ വൈസ് ചെയർമാൻ. അതെ സാർ, അയാൾ തന്നെ. സാർ, അയാളിപ്പോ ഒരു ഹോട്ടലിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഞാനും വരാം. ഡസൻ പെട്ടെന്ന് മറുപടി പറയുന്നത്. ഡസൻ റൈസ് ഈ വിഷയത്തെ എത്രത്തോളം സീരിയസ് ആയി കാണുന്നു എന്നുള്ളത് ആ മറുപടി പ്രതിഫലിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു ഗുണ്ടയെ അന്വേഷിച്ച് ഡസൻ അവരുടെ കൂടെ ചെല്ലേണ്ട കാര്യമില്ല. ഡസൻ റൈസും നെൽസൺ ഫോസ്റ്റും അയാളുടെ ടീം അംഗങ്ങളും അനവധി വാഹനങ്ങളിൽ ഹാങ്ക് ഹോഫ്മാനുള്ള ആ ഹോട്ടലിലേക്ക് നീങ്ങുമ്പോൾ ആ ഹോട്ടലിലെ ഒരു മുറിയിൽ ഹാങ്ക് ഹോഫ്മാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടും സ്യൂട്ട് ധരിച്ച ആ വ്യക്തി ഹാങ്കിനോട് ചോദിക്കുന്നുണ്ട്, ഹാങ്ക്, ചെക്കെല്ലാം റെഡിയാണല്ലോ? മിസ്റ്റർ നൈൽ, അത് പിന്നെ എന്ത് ചോദ്യമാണ്, ഞാൻ അതില്ലാതെ വരുമോ? അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ബാഗ് തുറന്ന് ഒരു ചെക്ക് എടുത്ത് അത് നീലിന്റെ മുമ്പിലേക്ക് വെച്ചു. $20 മില്യൺ ഒരു ചെക്കാണ് ഹാങ്ക് നീലിന്റെ മുമ്പിലേക്ക് വെച്ചത്. ആ ചെക്ക് എടുത്ത് സൂക്ഷിച്ച് അയാളുടെ ബാഗിലേക്ക് വെച്ചു. അതിനുശേഷം നീൽ അയാൾ കൊണ്ടുവന്ന ഒരു കുഞ്ഞ് സേഫ് അയാളുടെ ബാഗിനകത്ത് നിന്നെടുത്ത് ആ മേശപ്പുറത്തേക്ക് വെച്ചു. ശരിക്കും നല്ലൊരു സേഫാണ് ആ മേശപ്പുറത്ത് ഇരിക്കുന്നത്. അധികം പൊക്കമില്ലാത്ത സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ല സേഫ്. ഹാങ്ക് ആ സേഫിലേക്ക് നോക്കുമ്പോൾ നീല് ആ സേഫിന്റെ മൂടി തുറന്നു. അതിനകത്തുനിന്ന് അയാൾ ഒരു ബോട്ടിൽ പുറത്തെടുത്തു. ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ആ ഗ്ലാസ് ബോട്ടിൽ അയാൾ ഹാങ്കിന് നേരെ പിടിച്ചു. ഹാങ്കിന് ഇപ്പോ ആ ഗ്ലാസ് ബോട്ടിലിന് അകത്തുള്ള സാധനങ്ങൾ കാണാം. അനവധി ടാബ്ലറ്റുകൾ ആ ബോട്ടിലിനകത്ത് കിടക്കുകയാണ്. ഏയ് ഹാങ്ക്, അടുത്ത 3 മാസത്തേക്ക് ഇത്രയും മതിയാവും. ഹാങ്ക്, അറിയാമല്ലോ, ഇത് ശരിക്കും റെയറാണ്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മരുന്നല്ല. നീൽ, അത് എന്നോട് പ്രത്യേകിച്ച് പറയണോ? നമ്മൾ എത്രയോ വർഷമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നതാണ്. അങ്ങനെ ഹാങ്ക് പറഞ്ഞപ്പോ നീല് ആ ബോട്ടിൽ ആ സേഫിനകത്തേക്ക് വെച്ചു. സേഫിനകത്തേക്ക് വെച്ചിട്ട് ആ സേഫ് അടച്ചു. എന്നിട്ട് ആ സേഫ് അയാൾ ഹാങ്കിന് നേരെ നീട്ടിവെച്ചു. ഹാങ്ക് വളരെ ശ്രദ്ധാപൂർവം ആ സേഫ് അയാളുടെ അടുത്തേക്ക് മേശപ്പുറത്ത് നീക്കി വെക്കുമ്പോൾ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് നെൽസൺ ഫോസ്റ്റും 2-3 ആളുകളും അകത്തേക്ക് വന്നു. പെട്ടെന്ന് വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ആളുകൾ അകത്തേക്ക് വരുന്ന കണ്ടതും ഹാങ്ക് ഹോഫ്മാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ കാണുന്നത് നെൽസൺ ഫോസ്റ്റിനെയാണ്. നെൽസൺ, എന്താ ഇത്? ഹാങ്ക് അങ്ങനെ ചോദിച്ചതും നെൽസൺ ഹാങ്കിനെ അടിച്ചതും ഒരേ നിമിഷത്തിലാണ്. നെൽസണുമായി നല്ല പരിചയമുള്ള വ്യക്തിയാണ് ഹാങ്ക് ഹോഫ്മാൻ. ആ ഹാങ്കിനെയാണ് നെൽസൺ കൈ നിവർത്ത് ആഞ്ഞടിക്കുന്നത്. അടിയേറ്റ് ഹാങ്കിന്റെ തല ആ ടേബിളിന്റെ പുറത്തിടിച്ചു. ആ ഒറ്റ ഇടിയിൽ അയാളുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. ഹാങ്കിന്റെ തലയെ പിടിച്ച് പൊക്കിയിട്ട് നീൽ ഹാങ്കിനോട് ചോദിച്ചു, എടാ, നീ എന്റെ ലീഡറെ ചതിക്കാൻ ശ്രമിച്ചല്ലേ? നെൽസൺ എന്തായി പറയുന്നത്? ഹാങ്ക്, നീ അഭിനയിക്കുന്നു വേണ്ട. നീ സർ റൈസിനെ ചതിക്കാൻ വേണ്ടി ഡാലിയുടെ സഹോദരനെ കൊന്നില്ലേ? നെൽസൺ എന്തായി പറയുന്നത്? ഞാൻ അറിയാത്ത കാര്യം എന്റെ മേൽ ആരോപിക്കുന്നു. ഹാങ്ക് ഹോഫ്മാൻ അത്രയും പറഞ്ഞപ്പോ നെൽസൺ ഹാങ്കിന്റെ തല ഒന്ന് ഉയർത്തിയിട്ട് ഒരൊറ്റയാടി. രണ്ടാമത്തെ അടി അയാളുടെ കവിളിൽ നന്നായിട്ടൊന്ന് പതിച്ചു. ശരിക്കും അയാളുടെ കവിള് പൊട്ടിപ്പോയി എന്ന് പറയാം. വളരെ അടുത്ത് നിന്ന് അതിശക്തമായി ഹാങ്കിനെ അങ്ങനെ അടിച്ചപ്പോ ഹാങ്ക് വല്ലാതങ്ങ് വിളിച്ചു പോവുകയാണ്. അലറിപ്പോയ ഹാങ്ക് വീണ്ടും നെൽസണോട് പറഞ്ഞു, നെൽസൺ പ്ലീസ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല ജെയിംസിന് എന്ത് സംഭവിച്ചു എന്ന്. ഡാലിയുടെ അനുജൻ മരിച്ചതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഹാങ്ക്, നീ അഭിനയിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നെൽസൺ വീണ്ടും ഹാങ്കിനെ അടിക്കാൻ പോയതും ഡസൻ റൈസ് അകത്തേക്ക് വന്നു. ഡസനെ കണ്ടപ്പോ ഹാങ്ക് ഒന്ന് പരിങ്ങി. നെൽസണോട് പറഞ്ഞു നിൽക്കുന്ന പോലെ എളുപ്പത്തിൽ ഡസനോട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. അയാൾ ഒന്ന് പരിങ്ങിയതും ഡസൻ അയാളുടെ അടുത്ത് വന്നു. ഹാങ്ക്, നീ കാർഡിനൽ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ്. എന്നിട്ടും ചെയർമാന്റെ സഹോദരനെ കൊല്ലാൻ നീ കൊട്ടേഷൻ കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് അതിശയം തോന്നുകയാണ്. എന്താണ് നീ അങ്ങനെ ചെയ്തത്? മിസ്റ്റർ ഡസൻ, നിങ്ങൾ എന്നെ കുറിച്ച് അപവാദമാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഹാങ്ക് ഹോഫ്മാൻ അത് പറഞ്ഞതും ഡസ്റ്റൻ ഹാങ്കിന്റെ തല പിടിച്ച് ആ മേശയിൽ ഒരു ഒറ്റ ഇടിയേറ്റ് ആ ടേബിളിന്റെ ഒരു ഭാഗം അടർന്നു എന്ന് പറയാം. ഹാങ്ക് ഹോഫ്മാന്റെ മുഖത്തുകൂടി രക്തം വാർന്നൊലിക്കുകയാണ്. ഇത്രയും നേരം നിശബ്ദനായിരുന്ന നീൽ പെട്ടെന്ന് ചാടി എണീറ്റു. എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഹാങ്കിനെ ഉപദ്രവിക്കുന്നത്? നീലിന്റെ ആ ചോദ്യം കേട്ടതും നെൽസന് ശരിക്കും ദേഷ്യം വരികയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാര്യവും. ഇയാൾ എന്റെ സുഹൃത്താണ്. ഞാൻ ആരെന്ന് തനിക്കറിയാവോ? താൻ ആരാണെങ്കിലും എനിക്കെന്തോടോ? നെൽസൺ ആണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. നെൽസൺ ദേഷ്യത്തോടെ നീലിന് നേരെ കുതിക്കാനായിട്ട് പോയതും നീൽ കൈ കൊണ്ട് അയാളെ തടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനേ കിള്ളിയൻ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ
കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനാണ്. സ്റ്റോണിയയിലെ അറിയപ്പെടുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ് കിളിയൻ ഫാമിലി. ആ കിളിയൻ ഫാമിലിയിൽ നിന്നാണ് അയാൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ കാര്യസ്ഥനുമാണ്. കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനാണെന്ന് കേട്ടപ്പോൾ മുന്നോട്ട് നീങ്ങിയ നെൽസൺ അങ്ങ് നിന്നു. നെൽസൺ അറച്ചത് ഹാങ്ക് ഫോക്മാനും അതുപോലെ നീലും കണ്ടു. ഡസൻ ഹാങ്കിന്റെ പിടിവിട്ടു. ഡസൻ ഡൈസും നെൽസനും കിളിയൻ എന്ന പേര് കേട്ടപ്പോൾ ഞെട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഹാങ്ക് ഡസനോട് പറഞ്ഞു, മിസ്റ്റർ ഡസൻ ഡൈസ്, നിങ്ങൾ എന്റെ പുറത്ത് കൈവയ്ക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഹാങ്ക് പറഞ്ഞതും ഡസൻ ആ കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനോട് പറഞ്ഞു, ഹലോ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഏയ്, ഞാൻ ഇതിൽ ഇടപെടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ കൂടെ വിഷയമാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീല് മുന്നോട്ട് നടന്നു വരികയാണ്. അയാൾ നടന്ന് ഡസ്റ്റിന് അടുത്തെത്തി. ഡസ്റ്റിന്റെ ഏകദേശം ഒരു 2 അടി മുന്നിലായി നിന്നുകൊണ്ട് അയാൾ ഡസ്റ്റിനെ നോക്കി ഡസ്റ്റിനോട് പറഞ്ഞു, നോക്കേ, ഞങ്ങൾ കിളിയൻ കുടുംബക്കാർ വിചാരിച്ചാൽ നിന്നെ ഈ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കും. ആ മാപ്പപേക്ഷ പരിഗണിക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും. കിളിയൻ കുടുംബത്തിന്റെ ആ കാര്യസ്ഥൻ അങ്ങനെ പറഞ്ഞു നിർത്തി ഹാങ്ക് ഫോക്മാന്റെ മുഖത്തേക്ക് നോക്കിയാണ്. താൻ ഒരു വലിയ കാര്യം പറഞ്ഞു എന്നുള്ള ഒരു ഭാവം നീലിന്റെ മുഖത്തുണ്ട്. പക്ഷേ ഹാങ്കിന്റെ മുഖം പെട്ടെന്നൊന്നും മങ്ങി. കാരണം ഡസൻ ഡൈസിന്റെ കൈ പാഞ്ഞു വരുന്നത് അയാൾ കണ്ടതുകൊണ്ടാണ്. ഡസന്റെ കൈ കൃത്യം നീലിന്റെ വലത് കവിളിൽ നിന്ന് ഇടതുവശത്തേക്ക് അങ്ങ് പാഞ്ഞു പോവുകയാണ്. അടിയേറ്റ് നീല് ശരിക്കും ഒന്ന് കറങ്ങിപ്പോയി. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഡസൻ ഡൈസിന്റെ കൈ അയാളുടെ പുറത്ത് പതിഞ്ഞപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം കൂടുകൂടാ ഒഴി തുടങ്ങി. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനെ ഒരാൾ തല്ലുമെന്ന് അയാൾ എങ്ങനെ കരുതുക? അത് മിൽസ്ബർഗ് പോലുള്ള ഒരു സ്ഥലത്തുള്ള ഒരാള്. അമ്പരപ്പോടെ അയാൾ ഡസ് നോക്കിയിട്ട് ഡസിനോട് പറയാണ്, ഇടാ, നീ ആരെ തല്ലിയെന്നറിയാവോ? അങ്ങനെ അയാൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ഉദ്ദേശിക്കുന്ന വാക്കുകളൊന്നും അല്ല പുറത്തേക്ക് വരുന്നത്. അയാളുടെ പല്ലൊക്കെ അടർന്നിരിക്കുന്നതുകൊണ്ട് ഒരു വല്ലാത്ത ശൈലിയിലെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അയാൾ ആ വാക്കുകൾ പാടുപെട്ട് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഡസൻ കൈ നിവർത്തി ഒരൊറ്റ ഇടി. ആ മുറിയിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ മുകളിൽ കൂടി ആ കാര്യസ്ഥൻ പാഞ്ഞു പോകുന്നതും ചുവരിലിടിച്ച് കട്ടിലിന്റെ പുറത്തേക്ക് വീഴുന്നതും ഹാങ്ക് ഫോക്മാന് കൃത്യമായിട്ട് കാണാം. കട്ടിലേക്ക് അയാൾ വീഴുമ്പോൾ അയാൾക്ക് ഒരു അനക്കവുമില്ല. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒലിച്ചിറങ്ങുന്ന രക്തം കട്ടിലെ ബെഡ്ഷീറ്റ് ചോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാങ്ക് ഏതാണ്ട് കണ്ണു തള്ളി അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചു ദൂരെ കാർഡിനൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഓഫീസിലിരിക്കുന്ന ഡാലിയ നിക്കോൾസന് ഒരു കോള് വന്നു. ഡാലിയുടെ ഫോണിൽ കോൾ വിളിക്കുന്ന ആളുടെ പേര് കണ്ട ഡാലിയ ശരിക്കും ചാടി എണീറ്റ് പോവുകയാണ്. റെഗുലസ് ഗ്രാൻഡ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഡാലിയ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. മറുഭാഗത്തുള്ളത് റെഗുലസ് നിക്കോൾസൺ ആണ്. നിക്കോൾസൺ കുടുംബത്തിന്റെ പാട്രിയാർക്കായ സാക്ഷാൽ റെഗുലസ് നിക്കോൾസൺ ഫോണിൽ ഡാലിയോട് പറഞ്ഞു, ഹേയ് ഡാലിയ, എനിക്ക് ശരിക്കും സന്തോഷം തോന്നുകയാണ്. ഗ്രാൻഡ്പ, എന്താ ഗ്രാൻഡ്പ അങ്ങനെ പറയാൻ കാര്യം? ഡാലിയ, നീ കാർഡിനൽ ഗ്രൂപ്പിന്റെ ചാർജ് ഏറ്റെടുത്തിട്ട് ഇന്ന് 1 മാസം പൂർത്തിയാവുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ 1 മാസത്തെ കാർഡിനൽ ഗ്രൂപ്പിന്റെ വളർച്ച എന്റെ കൺമുമ്പിൽ ഇതാ കാണുകയാണ്. ഞാൻ ഇവിടെയുള്ള സ്ക്രീനിൽ നിന്റെ പെർഫോമൻസ് വീക്ഷിക്കുകയാണ്. ഏയ് ഡാലിയ, ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. നീ അത്ഭുതമായി കാണിച്ചിരിക്കുന്നത്. താഴേക്ക് പോവുകയായിരുന്ന കാർഡിനൽ ഗ്രൂപ്പിന്റെ വളർച്ച നീ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും തകർച്ചയെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് കാർഡിനൽ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ഡാലിയ നിക്കോൾസനെ റെഗുലസ് നിക്കോൾസൺ നിയമിക്കുന്നത്. ആ തകർച്ചയെ പിടിച്ചു നിർത്തിയ ഡാലിയ നിക്കോൾസൺ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വിജയമാണ് കഴിഞ്ഞ 1 മാസം കൊണ്ട് ആ ഗ്രൂപ്പിൽ ഉണ്ടാക്കിയത്. ഷെയർ വാല്യൂ ശരിക്കും കയറി തുടങ്ങിയിരിക്കുകയാണ്. റെഗുലസ് നിക്കോൾസൺ ചിരിച്ചുകൊണ്ട് ഡാലിയോട് പറഞ്ഞു, ഹേ ഡാലിയ, നീ നല്ലൊരു മാനേജറാണ്. നിനക്ക് അസാമാന്യമായ പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ അതുകൊണ്ട് നിന്നെ ഒരു പ്രധാന കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. റെഗുലസ് ഗ്രാൻഡ്പ, അങ്ങ് എന്ത് കാര്യമാണ് എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്? അങ്ങ് എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഞാൻ സന്തോഷത്തോടെ ചെയ്യാം. ഡാലിയ, നിനക്കറിയാമല്ലോ ഈ നിക്കോൾസൺ കുടുംബത്തില് അനവധി മെഡിക്കലുണ്ടെന്ന്. അവർ ആര് വേണമെങ്കിലും എനിക്ക് ശേഷം നിക്കോൾസൺ കുടുംബത്തിന്റെ ഹെഡ് ആകും. പക്ഷെ എനിക്കിഷ്ടം നീ ആകുന്നതാണ്. ഗ്രാൻഡ്പ, അങ്ങ് എന്താ പറഞ്ഞേ? അതേ ഡാലിയ, ഞാൻ തീരുമാനിച്ചു. നിക്കോൾസൺ കുടുംബത്തിന്റെ അടുത്ത മാട്രിയാർക്ക് നീയാണ്. മാട്രിയാർക്ക് മാത്രമല്ല, നീ ആയിരിക്കും ഫാമിലിയുടെ ഹെഡും. റെഗുലസ് നിക്കോൾസൺ പറഞ്ഞ വാക്കുകൾ കേട്ട് ഡാലിയ നിക്കോൾസൺ ഒന്നും പറയാനാകാതെ നിശബ്ദയായി അങ്ങ് നിന്നു പോവുകയാണ്. അവൾക്ക് അവളുടെ ഗ്രാൻഡ്പ റെഗുലസ് നിക്കോൾസൺ പറയുന്നത് കൃത്യമായി കേൾക്കാം. പക്ഷെ എന്ത് മറുപടിയാണ് ആ കാര്യത്തോട് പറയേണ്ടെന്നറിയാതെ
ഡാലിയ ഞെട്ടി നിൽക്കുകയാണ്. ഡാലിയ ഒന്നും മിണ്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതും റെഗുലസ് ഡാലിയോട് ചോദിച്ചു, ഡാലിയ, നീ എന്താ ഒന്നും പറയാത്തെ? പെട്ടെന്നാണ് സ്വബോധത്തിലേക്ക് ഡാലിയ മടങ്ങി വരുന്നത്. റെഗുലസ് ഗ്രാൻഡ്പ, എന്നെ ഇതിനെ ഏൽപ്പിക്കരുത്. റെഗുലസ് ഗ്രാൻഡ്പ, ദയവായി എന്നെ ഒഴിവാക്കണം. എനിക്ക് കുടുംബത്തിന്റെ ഹെഡ് ആകാനൊന്നും പറ്റത്തില്ല. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഡാലിയ അവളുടെ നിസ്സഹായ അവസ്ഥ അനവധി വാക്കുകളിലൂടെ റെഗുലസിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കേട്ടപ്പോ റെഗുലസ് ചിരിച്ചു. ഡാലിയ, നീ എന്തിനാ ഭയക്കുന്നത്? റെഗുലസ് ഗ്രാൻഡ്പ, ഈ ഫാമിലിയുടെ ഹെഡ് ആകണമെങ്കിൽ ആദ്യം വേണ്ടത് ബന്ധങ്ങളാണ്. എനിക്കത് വളരെ കുറച്ചേ ഉള്ളൂ. രണ്ടാമത് ഇൻഫ്ലുവൻസ് വേണം. എനിക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. മൂന്നാമത് ശരിക്കും അധികാരവും വേണം. ഡാലിയ, ഇത് മൂന്നുമാണോ വിഷയം? അധികാരം നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. അപ്പൊ ആ വിഷയം അവസാനിച്ചു. പിന്നെ ഇൻഫ്ലുവൻസ്, നിനക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ ഞാൻ നിനക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ ബന്ധങ്ങൾ, നിനക്ക് ആവശ്യമുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ നൽകുമല്ലോ. അപ്പോ ബന്ധങ്ങളും ഇൻഫ്ലുവൻസും അധികാരവും, ഇത് മൂന്നും നിനക്ക് ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഒബ്ജക്ഷൻസിന് ഇനി നിലനിൽപ്പില്ല. റെഗുലസ് നിക്കോൾസൺ വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞപ്പോ അവസാനം ഡാലിയക്ക് റെഗുലസിന്റെ ആ ആവശ്യം അംഗീകരിക്കേണ്ടി വരികയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴും അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവൾക്കൊണ്ട് മനസ്സിലാകുന്നില്ല. സ്വിൻഡൻ എന്നുള്ള ചെറിയ ആ പട്ടണത്തിൽ നിന്ന് മിൽസ്ബർഗ് എന്ന വലിയ പട്ടണത്തിലേക്ക് വരുമ്പോ കാഡൽ ഗ്രൂപ്പിന്റെ തലപ്പത്ത് എത്താൻ കഴിഞ്ഞ ഒരു സന്തോഷവും ആവേശവും ഒക്കെയാണ് ഡാലിയ നിക്കോൾസൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതാ ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് അവളെ സാക്ഷാൽ റെഗുലസ് നിക്കോൾസൺ നിയമിക്കുകയാണ്. വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ ഡാലിയ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഫ്ലോറൻസും ജൂലിയും അകത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും സ്വിൻഡനിലേക്ക് പോയതാണ്. സ്വിൻഡനിലേക്കുള്ള അവരുടെ യാത്രക്കിടയിലാണ് അവർ ഈ വാർത്ത അറിഞ്ഞത്. ആ വാർത്ത അറിഞ്ഞതും അവർ ഓടി വരികയാണ്. ഡാലിയ, നീ അറിഞ്ഞോ? എന്താ അമ്മ? ഡാലിയ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിക്കോൾസൺ കുടുംബം നിന്നെ. അമ്മ, ഞാൻ അറിഞ്ഞു. ഡാലിയ, സത്യമാണോ? കേട്ടുകേൾവി മാത്രമായി അവർക്ക് തോന്നിയ ഒരു കാര്യം ഇതാ ഡാലിയ നിക്കോൾസൺ തന്നെ സമ്മതിക്കുകയാണ്. അമ്മ, ഇപ്പോഴാ റെഗുലസ് ഗ്രാൻഡ്പ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. തലേ ദിവസമേ നിക്കോൾസൺ കുടുംബത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. നിക്കോൾസൺ കുടുംബത്തിന്റെ അടുത്ത ഭരണാധികാരി ഡാലിയ നിക്കോൾസൺ ആണെന്നുള്ള കാര്യം റെഗുലസ് നിക്കോൾസൺ പലരുമായും പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് ആ വാർത്ത ചോർന്ന് സ്വിൻഡനിലേക്ക് പോവുകയായിരുന്ന ഫ്ലോറൻസിലേക്കും ജൂലിയിലേക്കും എത്തിയിരിക്കുന്നത്. ജൂലിക്കും ഫ്ലോറൻസിനും ശരിക്കും കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവര് സന്തോഷത്തിന്റെ കൊടുമുടിയുടെ മുകളിലാണെന്ന് പറയാം. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. 100 കണക്കിന് ബില്യൺ ഡോളർ ആസ്തിയുള്ള ഒരു കൂറ്റൻ കുടുംബമാണ് നിക്കോൾസൺ കുടുംബം. ആ കുടുംബത്തിന്റെ തലപ്പത്തേക്കാണ് സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ കടന്നു വരുന്നത്. ഡാലിയയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിലയിൽ ജൂലി അംബേഴ്സന് ലഭിക്കാൻ പോകുന്നത് അവിശ്വസനീയമായ അധികാരവും സമ്പത്തുമൊക്കെയാണ്. അതേ ചിന്ത തന്നെയാണ് ഫ്ലോറൻസിനും ഉള്ളത്. അവളുടെ മകളാണ് നിക്കോൾസൺ കുടുംബത്തിന്റെ ഹെഡ്. സ്വാഭാവികമായിട്ടും ഹെഡിന്റെ അമ്മ എന്ന നിലയിൽ അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന അധികാരവും അവകാശങ്ങളും സ്വാധീനവും ഫ്ലോറൻസിനെ തേടി വരാൻ പോവുകയാണ്. ആ രംഗങ്ങൾ അവർ രണ്ടുപേരും സിനിമയിൽ എന്നപോലെ കാണുകയാണ്. ജൂലിക്ക് ആദ്യം ഡാലിയ നിക്കോൾസണോട് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം അലിഞ്ഞു പോയിരിക്കുകയാണ്. അതൊക്കെ അങ്ങ് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഡാലിയ അവളുടെ ഒരു വല്ലാത്തൊരു ലോട്ടറിയായി മാറിയിരിക്കുകയാണ്. ഡാലിക്കൊപ്പം നിന്നാൽ അവൾക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം ഇപ്പതാ ജൂലി അംബേഴ്സൺ ഉണ്ടായിരിക്കുന്നു. ശരിക്കും സന്തോഷത്തോടെ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിയിലേക്ക് ഡസൻ ഡൈസും നെൽസൺ ഫ്രോസ്റ്റും കുറച്ച് ആളുകൾ കയറി വരുന്നത്. ഡസൻ ഡൈസിനെ കണ്ടതും ഫ്ലോറൻസ് പൊട്ടിത്തെറിക്കുകയാണ്. ഡസൻ, നീ എന്താ ഇവിടെ? ഡാലിയ നിക്കോൾസൺ കുടുംബത്തിന്റെ ഹെഡ് ആയത് അറിഞ്ഞുകൊണ്ട് ഡസൻ ഓടി വന്നതാണ്. ആ ഒരു ധാരണയാണ് ഫ്ലോറൻസിനുള്ളത്. ഫ്ലോറൻസും ജൂലിയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡസനോട് സംസാരിക്കാൻ തുടങ്ങിയതും ഡാലിയ ഡസനോട് പറഞ്ഞു, ഡസൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ ഡാലിയ സന്തോഷ വാർത്ത? ഡസൻ, നിക്കോൾസൺ കുടുംബത്തിന്റെ അടുത്ത ഹെഡ് ഞാനാണ്. ഡാലിയ, അമ്പരപ്പിക്കുന്ന വാർത്തയാണല്ലോ. എനിവേ, കൺഗ്രാറ്റുലേഷൻ. ഡാലിയ നിക്കോൾസന് ഒരു നല്ല കാര്യം വരുന്നതിൽ ശരിക്കും സന്തോഷവാനാണ് ഡസൻ ഡൈസ്. ഡസൻ ഡൈസിന്റെ മുഖത്ത് അത് അങ്ങനെ നമുക്ക് കാണാം. ഡാലിയ, മറ്റൊരു സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാം. ജെയിംസിനെ കൊന്ന ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജെയിംസിനെ കൊന്ന ആളെ കൊണ്ടുവന്നോ? കേട്ടതും ഡാലിയ സിരിന്ന് ചാടി എണീക്കുകയാണ്. ഡാലിയും ഫ്ലോറൻസും ജൂലിയൊക്കെ അക്ഷമയോടുകൂടി വാതിൽക്കലേക്ക് നോക്കുമ്പോൾ നെൽസന്റെ പുറകിലുണ്ടായിരുന്ന 2 പേർ ഹാങ്ക് ഹോഫ്മാനെ അകത്തേക്ക് കൊണ്ടുവന്നു. ഹാങ്കിനെ കണ്ടതും ഫ്ലോറൻസും ജൂലിയും ഡാലിയും ഒരുപോലെ ഞെട്ടി. കാഡൽ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനായ ഹാങ്ക് ഹോഫ്മാൻ ജെയിംസിനെ കൊല്ലുമെന്ന് അവരെങ്ങനെ വിശ്വസിക്കുക? ഡസനത് ഹാങ്ക് അല്ലേ?
അതേ ഡാലിയ, ഇവനാണ് ജെയിംസിനെ കൊന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഡസിൻ ഹാങ്കിന്റെ കോളർ പിടിച്ച് മുന്നോട്ട് നിർത്തിയിട്ട് ഡാലിയുടെ മുന്നിലേക്ക് ഹാങ്കിനെ നീക്കി നിർത്തി. ഹാങ്ക്, നടന്ന കാര്യങ്ങളൊക്കെ പറ. ഡസിൻ അങ്ങനെ പറഞ്ഞതും ഹാങ്ക് ഒരു 3-4 സ്റ്റെപ്പ് മുന്നോട്ട് ഓടി ഡാലിയുടെ അടുത്ത് വന്നു. ഡാലിയ മാഡം, ക്ഷമിക്കണം, ഈ ഡസിൻ ശരിക്കും എന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് എന്നോട് പറയുകയാണ് ഞാനാണ് ജെയിംസിനെ കൊന്നെന്ന് ഡാലിയോട് പറയണമെന്ന്. ഹാങ്ക് ഹോഫ്മാന്റെ ആ വാചകം ഡസൻ റൈസിനെയും നെൽസൺ ഫോഴ്സിനെയും ശരിക്കും ഞെട്ടിച്ചു. ആ ഡയലോഗ് ഹാങ്ക് പറഞ്ഞതും നെൽസൺ ദേഷ്യം കൊണ്ട് തിളക്കിയാണ്. ഹാങ്ക്, നീ എന്തായി പറഞ്ഞത്? ഡാലിയ, ഈ ഗുണ്ടയെ കൊണ്ടാണ് ഡസൻ എന്നെ അടുപ്പിച്ചത്. നെൽസൺ ഫോഴ്സുമായി അടുപ്പമുള്ള ഹാങ്ക് പെട്ടെന്ന് കഥ ആകെ മാറ്റിമറിക്കുകയാണ്. ഹാങ്ക് ഹോഫ്മാന്റെ ആ പ്രസ്താവന ആ ഹാളിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കി. ഡസൻ വിശ്വസിക്കാനാവാതെ ഹാങ്ക് ഹോഫ്മാനെ തന്നെ നോക്കുമ്പോൾ ഫ്ലോറൻസ് ഡസനോട് പറഞ്ഞു, ഡസൻ, നീ ഇത്രയ്ക്ക് തരം താഴാൻ പാടില്ലായിരുന്നു. നീ എന്റെ മകനെ കൊന്നിട്ട് ആ കുറ്റം ഇവിടെയുള്ള ഒരാളുടെ പുറത്ത് കെട്ടിവെച്ചു. ഡസൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ജൂലിയും അതുപോലെ തന്നെ ഡസനോട് പറയുകയാണ്, ഡസൻ, ഇത് കടന്നു കൈയായി പോയി. ഡാലിയും ഹാങ്കിനെ തമ്മിൽ തെറ്റിക്കാനായി ഹാങ്കിന്റെ മുകളിൽ നീ ചെയ്ത കുറ്റം കൊണ്ടുവച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ജൂലിയും ഫ്ലോറൻസും ഹാങ്കിന് അനുകൂലമായി പറഞ്ഞതും ഹാങ്കിന്റെ ആത്മവിശ്വാസം കൂടി. ഹാങ്ക് ജൂലിയോട് പറഞ്ഞു, ജൂലി, ഈ ഡസ്റ്റിൻ ശരിക്കും എന്നെ ഉപദ്രവിച്ചു. എന്നെ കൊണ്ട് ഈ കുറ്റം മുഴുവൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ കുറ്റമേറ്റില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നാ പറയുന്നത്. ഡസ്റ്റിൻ, നിങ്ങൾ എത്ര മോശം കാര്യമാണ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ കമ്പനിയിലെ വൈസ് ചെയർമാനെ കൊലക്കുറ്റത്തിൽ പെടുത്തുക, അതും സ്വന്തം കുറ്റം മറയ്ക്കാൻ വേണ്ടി. ഡസ്റ്റിൻ, ഇത് കടന്ന കൈയാണ്. ജൂലി അങ്ങനെ പറഞ്ഞതും ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എന്താ സംഭവം? ഹാങ്കാണ് ഈ കുറ്റം ചെയ്തതിന് എന്താണ് തെളിവ്? ഡാലിയ ഡസ്റ്റിനെ അവിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഡാലിയ ഡസ്റ്റിനോട് അങ്ങനെ ചോദിച്ചത്. ഡാലിയുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ നെൽസനെ നോക്കി. ആ നിമിഷം തന്നെ നെൽസന്റെ ആക്ഷൻ പ്രകാരം പുറത്തുനിന്ന് 2 പേർ ഒരാളെ അകത്തേക്ക് കൊണ്ടുവന്നു. അയാളുടെ ദേഹം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പരിക്കേറ്റിരിക്കുന്ന അയാളെ ആ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡാലിയും ജൂലിയും അതുപോലെ ഫ്ലോറൻസും ആരെന്ന് അറിയാൻ വേണ്ടി അയാളെ തന്നെ നോക്കുമ്പോൾ അകത്തേക്ക് വന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഹാങ്ക് ഹോഫ്മാന്റെ മുഖത്ത് ഒരു ഭയമുണ്ട്. ഹാങ്ക് ഹോഫ്മാനെ ചൂണ്ടി ഡസൻ റൈസ് ഡാലിയോട് പറഞ്ഞു, ഈ ഹാങ്ക് ഇയാളെ കൊണ്ടാണ് ജെയിംസിനെ കൊല്ലിപ്പിച്ചത്. ഇത് ജെയിംസ് കിടന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡസൻ അത് പറഞ്ഞതും ഡാലിയ ആ ഡോക്ടറോട് ചോദിച്ചു, ഡസൻ പറഞ്ഞത് ശരിയാണോ? അതെ മാഡം, ഈ ഹാങ്ക് പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്. ഇതാരാണ് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഹാങ്കിന്റെ സ്വഭാവം മാറുന്നത്. ഇയാള് ഡോക്ടറാണെന്നോ? ഞാൻ ഇയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇയാൾ എന്തിനാ എന്റെ പേര് പറയുന്നത്? ഹാങ്ക് ആ ചോദ്യം അങ്ങനെ ആവർത്തിച്ചതും ജൂലിയും അതുപോലെ ഫ്ലോറൻസും ഹാങ്കിനൊപ്പം കൂടി. ഡസൻ നിൽക്കക്കളിയില്ലാതെ വന്നപ്പോ വീണ്ടും ഒരു കള്ളസാക്ഷിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടറെ പൂർണ്ണമായി ഹാങ്ക് ഹോഫ്മാൻ തള്ളി പറഞ്ഞതും ഡസൻ റൈസും നെൽസൺ ഫ്രോസ്റ്റും ശരിക്കും പെട്ടതുപോലെയായി. ആ ഡോക്ടർ ഹാങ്ക് ഹോഫ്മാനാണ് തന്നെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചതെന്ന് ഡസനോടും നെൽസണോടും പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹാങ്കിനെ പൊക്കിയത്. ഹാങ്ക് ഇടി കൊണ്ടപ്പോ ഡസനോട് സമ്മതിച്ചുമാണ്. പക്ഷെ ഇപ്പോ ഡാലിയുടെ സാന്നിധ്യത്തിൽ ഹാങ്ക് പ്ലേറ്റ് ആകെ മാറ്റിയിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ ഡസനും നെൽസനും മുഖത്തോട് നോക്കുന്നതാണതും ആ ഡോക്ടർ ഡസനോട് പറഞ്ഞു, സാർ, എന്റെ കയ്യിൽ ഒരു തെളിവുണ്ട്. തെളിവുണ്ടോ? എന്ത് തെളിവ്? സാർ, ഇതൊന്ന് നോക്കി. അങ്ങനെ പറഞ്ഞിട്ട് ആ ഡോക്ടർ അയാളുടെ മൊബൈൽ ഫോൺ ഓണാക്കി ഡസ്റ്റിനെ ഒരു വീഡിയോ കാണിച്ചു. ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയ ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇതൊന്ന് നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ശൈലിയിൽ ആ ഫോണ് ഒന്ന് ഉയർത്തിപ്പിടിച്ചു. അതിനുശേഷം ആ വീഡിയോ ഓണാക്കി. ആ വീഡിയോ വളരെ വ്യക്തമാണ്. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഹാങ്ക് ഹോഫ്മാനെയും ആ ഡോക്ടറെയാണ്. അവര് ഒരു റെസ്റ്റോറന്റിൽ ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുകയാണ്. ഹാങ്ക് ഹോഫ്മാൻ ജെയിംസിനെ കൊല്ലാനായിട്ട് പണം ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നതും പണം കൊടുക്കുന്നതും ആ വീഡിയോയിൽ വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്യാം. ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഹാങ്ക് വിളറി തുടങ്ങി. ശരിക്കും ആ വീഡിയോ അപ്രതീക്ഷിതമായ ഒരു തെളിവാണ്. ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡാലിയോട് പറഞ്ഞു, മിസ് ഡാലിയ, എനിക്ക് നിങ്ങളെ പരിചയമില്ല. ഒരാളെ കൊല്ലാൻ എനിക്ക് വൻ തുക ഇയാൾ ഓഫർ ചെയ്തപ്പോൾ ഞാൻ എന്റെ പ്രൊഫഷനെ മറന്ന് അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷെ ഇയാൾ എന്നെ ചതിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി നേരത്തെ കൂട്ടി ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത്. ഹാങ്ക് ഹോഫ്മാൻ ആ ഡോക്ടറെ 2-3 തവണ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഒഴിഞ്ഞു മാറിയിരുന്നു. നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഡോക്ടർ
ഹാങ്കിനോട് തമിഴ് കാണാമെന്ന് സമ്മതിക്കുന്നത്. ഹാങ്ക് വരുന്നതിന് മുന്നേ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഡോക്ടർ ഒരുക്കിയിരുന്നതുകൊണ്ട് മാത്രമാണ് ഹാങ്ക് ഹോഫ്മാൻ ആ ഡോക്ടറോട് സംസാരിക്കുന്ന വീഡിയോ അതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. വീഡിയോ പൂർണ്ണമായും പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞതും ഡാലിയ അടുത്ത് നിൽക്കുന്ന ഹാങ്ക് ഹോഫ്മാന്റെ കവള് നോക്കി ഒരു ഒറ്റ ആടി. ശരിക്കും അവളുടെ ആ ദേഷ്യം മുഴുവൻ ആ അടിയിൽ പ്രതിഫലിക്കുകയാണ്. ജെയിംസ് അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല, പക്ഷേ അവൾക്ക് അവളുടെ അനുജനാണ് ജെയിംസ്. ആ ജെയിംസിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഹാങ്കിനെ വെറുതെ വിടാൻ ഡാലിയക്ക് പറ്റില്ലല്ലോ. ഡാലിയ ഹാങ്ക് ഹോഫ്മാനെ അടിച്ച ആ നിമിഷം തന്നെ ഫ്ലോറൻസ് ഹാങ്കിന്റെ അടുത്തേക്ക് ഓടിയെത്തി. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് ഇതുവരെ ഫ്ലോറൻസ് അടക്കി വെച്ചിരുന്ന അവരുടെ സങ്കടവും ദേഷ്യവും പുറത്തേക്ക് വരുന്നതാണ്. ഹാങ്കിനെ ആ സ്ത്രീ തലങ്ങും വിലങ്ങും എടുത്തിട്ട് ചവിട്ടുകയാണ്. ഹാങ്ക് ഹോഫ്മാൻ തറയിൽ വീണ് കിടന്ന് ഉരുളുകയാണ്. വീണ് കിടന്ന് ഉരുളുന്ന ഹാങ്കിനെ ജൂലിയും ഫ്ലോറൻസും കൂടി മാറി മാറി തല്ലി തുടങ്ങി. ഡാലിയും ഇടയ്ക്കിടയ്ക്ക് ഹാങ്കിനെ ചവിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹാങ്കിന് എണീക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്ക് വന്നു. അയാൾക്ക് അനക്കമില്ല എന്ന സ്റ്റേജ് വന്നതും ഡാലിയ ഫ്ലോറൻസിനോട് പറഞ്ഞു, അമ്മ അയാൾ മരിച്ചു. ഒരു കൊലക്കുറ്റം താൻ ചെയ്താൽ പെട്ടുപോകുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഫ്ലോറൻസ് ആ ചവിട്ട് നിർത്തി. ഈ സമയത്ത് ഹാങ്കിന്റെ പുറത്ത് അനവധി പാടുകൾ വീണ് കഴിഞ്ഞു. ഫ്ലോറൻസും ജൂലിയും കൂടി ഹാങ്കിന്റെ കാല് മുതൽ തല വരെ ചവിട്ടി ഉടച്ചു എന്ന് പറയാം. സകല സ്ഥലത്തും മുറിവുകളുണ്ട്. തറയിൽ വീണ് കിടക്കുന്ന ഹാങ്കിനെ പോലീസിനെ ഏൽപ്പിക്കാനായി ഡസ്റ്റിൻ പറഞ്ഞതും നെൽസന്റെ ആളുകൾ ഹാങ്കിനെ അവിടുന്ന് തൂക്കിയെടുത്തു. ഹാങ്കിനെ തൂക്കിയെടുക്കുമ്പോൾ ഹാങ്കിന് ബോധമുണ്ട്. ശരിക്കും തല്ല് അവന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ബോധം കെട്ടതുപോലെ കിടന്നതാണ്. അവൻ ഒരു പരുവത്തിൽ എണീറ്റതും നെൽസന്റെ ആളുകൾ ഹാങ്കുമായി പുറത്തേക്ക് നടന്നു തുടങ്ങിയ ആ നിമിഷത്തിലാണ് ആ മുറിയിലേക്ക് കുറച്ച് ആളുകൾ കയറി വരുന്നത്. ഏറ്റവും മുന്നിൽ ഒരു സ്ത്രീയാണ്. ഹാങ്ക് ഹോഫ്മാൻ ആൽമയെ കണ്ടു. ആന്റി, ആന്റി ഇവരെന്നെ തല്ലി. അങ്ങനെ ഹാങ്ക് പറയുമ്പോൾ ഹാങ്കിനെ കവർ ചെയ്ത് ആൽമ ഡാലിയുടെ അടുത്ത് വന്നു. ഡാലിയ അന്തം വിട്ട് ആ സ്ത്രീയെ നോക്കുമ്പോൾ ആ സ്ത്രീ കൈ നിവർത്തി ഒരു അറ്റിയാടി. തികച്ചും അപ്രതീക്ഷിതമായി ഡാലിയുടെ കവിളിൽ അവർ ആഞ്ഞടിക്കുകയായിരുന്നു. അടിയേറ്റ് മുന്നോട്ട് വീഴാൻ പോയ ഡാലിയ അറിയാതെ ടേബിൾ പിടിച്ചു പോവുകയാണ്. പെട്ടെന്ന് ടേബിളിൽ നിന്ന് തല ഉയർത്തി ഡാലിയ അവരോട് ചോദിച്ചു, മേഡം ആൽമ, താങ്കൾ എന്തിനാ എന്നെ തല്ലിയത്? നിന്നെ തല്ലിയല്ല കൊല്ലിയാ വേണ്ടത്, നീ എന്തായി ചെയ്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ ഹാങ്കിനെ നോക്കുമ്പോൾ ഹാങ്ക് നെൽസന്റെ കൂട്ടുകാരുടെ കൈ വെട്ടിച്ച് മുന്നോട്ട് വരികയാണ്. അവൻ ആ ലേഡിയുടെ അടുത്ത് വന്നതും ഹാങ്കിന്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് ആ സ്ത്രീ ഡാലിയോട് ചോദിച്ചു, ഇവനെ കൈവയ്ക്കാൻ നിനക്ക് ആരാ അധികാരം നൽകിയത്? മാഡം ആൽമ, അവൻ എന്റെ സഹോദരനെ കൊന്നു. ഏയ്, അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ കമ്പനിയിൽ നീ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം മാത്രമാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ കമ്പനി നെക്കോൾസൺ കുടുംബത്തിന്റെ ആണെന്നുള്ള കാര്യം നീ മറക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ ആ സ്ത്രീയുടെ കൂടെ വന്ന ശരിക്കും ആചാന ബാഹു എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് ഡാലിയോട് പറഞ്ഞു, ഏയ് ഡാലിയ, ഞങ്ങൾ നെക്കോൾസൺകാർക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട്. ആ മര്യാദയാണ് നീ കളഞ്ഞു കുളിച്ചത്. ഹലോ, താങ്കൾ ആരാണ്? ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജൂലിയൻ നെക്കോൾസൺ, മിസ്റ്റർ റെഗുലസിന്റെ യഥാർത്ഥ ഗ്രാൻഡ് സൺ. നെക്കോൾസൺ കുടുംബത്തിന്റെ തലവനായ റെഗുലസ് നെക്കോൾസന്റെ യഥാർത്ഥ ഗ്രാൻഡ് സൺ. അതാണ് അയാൾ പറഞ്ഞ വാചകം, യഥാർത്ഥ ഗ്രാൻഡ് സൺ. റെഗുലസിന്റെ സഹോദരനായ ഹെൻറിയുടെ മകന്റെ മകളാണ് ഡാലി നെക്കോൾസൺ. ഹെൻറി 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നെക്കോൾസൺ കുടുംബം വിട്ടുപോയ ആളാണ്. എന്ന് പറയുമ്പോൾ ഹെൻറിയുടെ കുടുംബം യഥാർത്ഥ നെക്കോൾസൺ കുടുംബം അല്ലെന്നാണ്. നെക്കോൾസൺ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഒരാളെയല്ല ഹെൻറി വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നെക്കോൾസൺ കുടുംബത്തിന്റെ പാരമ്പര്യമൊന്നും ഹെൻറിയുടെ കുടുംബത്തിന് അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ജൂലിയൻ നെക്കോൾസൺ റെഗുലസിന്റെ യഥാർത്ഥ ചെറുമകനാണ്. ആ ചെറുമകനാണ് നെക്കോൾസൺ കുടുംബത്തിൽ അധികാരമെന്ന് അയാൾ പറയാതെ പറയുകയാണ്. അത് കേട്ടതും ഡാലിയ പറഞ്ഞു, മിസ്റ്റർ ജൂലിയൻ, ഇവിടെ ഈ ഹാങ്ക് ഹോഫ്മാൻ ഒരു വലിയ കുറ്റം ചെയ്തിരിക്കുകയാണ്. അയാൾ എന്റെ അനുജനെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. എന്നിട്ട് അയാൾ എന്റെ അനുജനെ കൊല്ലിപ്പിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഡാലിയുടെ ചോദ്യം കേട്ടതും ആൽമ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നിന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ? ഉണ്ട് മിസ്റ്റർ ആൽമ, എന്റെ കയ്യിൽ തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയ നേരത്തെ ഡസൻ പ്ലേ ചെയ്ത ആ വീഡിയോ അവരെ എടുത്ത് കാണിച്ചു. ഡാലിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ആ വീഡിയോയിലേക്ക് നോക്കിയ ആ സ്ത്രീ പെട്ടെന്ന് ആ ഫോണ് വലിച്ചൊരു ഒറ്റയേറി. തറയിലേക്ക് ആ ഫോൺ ആഞ്ഞെറിഞ്ഞതും ആ ഫോൺ തറയിൽ വീണ് പൊട്ടിയതും ആ സ്ത്രീ കാലുയർത്തി ആ ഫോണിന്റെ പുറത്ത് 4 ചവിട്ടി അതിനെ അങ്ങ് പൊളിക്കുകയാണ്. കഷ്ണം കഷ്ണമായി ആ മൊബൈലിനെ പൊളിച്ചടിക്കുന്നു പറയാം. ഇപ്പോ തെളിവുണ്ടോ? അങ്ങനെ ചെയ്തതിനു ശേഷം ആ സ്ത്രീ ഡാലിയോട് അങ്ങനെ ചോദിച്ചതും നെൽസനും ഡസ്റ്റിനും ജൂലിയും ഫ്ലോറൻസും ഉൾപ്പെടെ സകലരും നിശബ്ദരായി അത് നിന്നു പോവുകയാണ്. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം.
ഹാങ് ഹോഫ്മാനെതിരെ ഉണ്ടായിരുന്ന ഏക തെളിവ് ആ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ഇതാ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ അമ്പരം നിൽക്കുന്ന ഡാലിയെ ഒന്ന് നോക്കിയിട്ട് ആ സ്ത്രീ ഡാലിയോട് പറഞ്ഞു, ഇവനെ ഞാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാങ് ഹോഫ്മാനെയും കൊണ്ട് ആ സ്ത്രീയും ജൂലിയൻ നിക്കോൾസണും പുറത്തേക്ക് നീങ്ങിയതും ഡസ്റ്റിൻ റൈസ് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഡസ്റ്റിൻ മുന്നോട്ട് നടക്കുകയായിരുന്ന ഹാങ് ഹോഫ്മാന്റെ വയറ്റിലേക്ക് ഒരു ഒറ്റ ചവിട്ട്. ശരിക്കും അതൊരു അടിപൊളി ചവിട്ട് തന്നെയായിരുന്നു. ചവിട്ടേറ്റ ഹാങ് ഹോഫ്മാൻ തെറിച്ച് ആ വലിയ മുറിയുടെ ഗ്ലാസ് ജനാലിൽ വന്ന് ഇടിക്കുകയാണ്. ആ ഗ്ലാസ് ജനാലയിൽ ഹാങ് ഹോഫ്മാൻ ഇടിച്ചതും ജനാല പൊട്ടിയതും ആ ജനാലയിൽ കൂടി ഹാങ് പുറത്തേക്ക് തെറിച്ചു നോക്കി സെക്കൻഡുകൾ കൊണ്ടാണ്. കണ്ടഞ്ചിക്കുന്ന വേഗതയിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയാം. ഹാങ് ഹോഫ്മാനെ ജയിലിലാകത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സന്തോഷം ആൽമയുടെയും അതുപോലെ ജൂലിന്റെയും മുഖത്ത് ഉണ്ടായ ആ നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായി ഈ സംഭവം ഉണ്ടായത്. ആൽമ അവളുടെ കണ്ണിലൂടെ ആ കാഴ്ച കണ്ടു. ജനാലയിലൂടെ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന ഹാങ് ഹോഫ്മാനെ അവർക്ക് കൃത്യമായി കാണാം. അമ്പരന്ന് പോയ ആ സ്ത്രീ ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ഞെട്ടിത്തിരിഞ്ഞ് ഡാലിയെ നോക്കി. ഡാലിയ, നീ എന്റെ ശേഷാറിനെ കൊന്നു. ആൽമ ഹോഫ്മാന്റെ അനന്തരവനാണ് കൊല്ലപ്പെട്ട ഹാങ് ഹോഫ്മാൻ. അവരുടെ ശേഷാറിനായിരുന്നു ഹാങ് ഹോഫ്മാൻ എന്ന് കേട്ടപ്പോ ഡാലിയ ഒന്ന് ഞെട്ടി. ഡാലിയ അമ്പരം നിൽക്കുമ്പോ ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഹലോ, ഡാലിയക്ക് ഈ കാര്യത്തിൽ പങ്കൊന്നുമില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഡാലിയിൽ കുറ്റം ആരോപിക്കണ്ട. ഏയ്, നീ ഡാലിയുടെ ആളല്ലേ? ഞാൻ ഡാലിയുടെ ആളാണോ അല്ലയോ എന്നുള്ള വിഷയം. ഇവിടെ ഹാങ് ഹോഫ്മാൻ ജനാല പൊട്ടിച്ച് പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തതിന് ഞങ്ങൾ എന്ത് പിഴച്ചു? ഡസ്റ്റിന്റെ ആ ചോദ്യം കേട്ടപ്പോ ആൽമയും ജൂലിയനും ശരിക്കും ഒന്ന് ഞെട്ടി. എന്താ പറഞ്ഞേ? ഹാങ് ആത്മഹത്യ ചെയ്തെന്നോ? അതെ, ഞങ്ങൾ എല്ലാവരും കണ്ടല്ലേ. നെൽസൺ, നീ കണ്ടില്ലേ? സർ റൈസ്, ഞാൻ കണ്ടതാണ്. അയാളെ ജനാല ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ചാടുന്നത് ഞാൻ കണ്ടതല്ലേ. അയാളെ നമ്മൾ പോലീസിൽ ഏൽപ്പിക്കുന്നു കേട്ടപ്പോ അയാൾ പുറത്തേക്ക് ചാടിയതാണ്. നെൽസൺ അത് പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് ചോദിച്ചു, ഡാലിയ നീ കണ്ടില്ലേ? ഞാനും കണ്ടു അയാള് ജനാലയെ കൂടി പുറത്തേക്ക് ചാടുന്നത്. ഡാലി അത് പറഞ്ഞതും നെൽസന്റെ ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു, അതെ അതെ, ഞങ്ങൾ കണ്ടതാണ്. ഏയ്, നിങ്ങളൊക്കെ കള്ളം പറയുകയാണ്. അവനെ ചവിട്ടിയതാണ്. മാഡം, നിങ്ങളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ഞങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അയാൾ ആ ജനാല തല്ലിപ്പൊളിച്ച് പുറത്തേക്ക് ചാടുന്നത്. ഫ്ലോറൻസും ജൂലിയും ഇതുവരെ ഒരു അക്ഷരവും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവരും പെട്ടെന്ന് ആൽമയോട് പറഞ്ഞു, അതെ, ഞങ്ങൾ കണ്ടതാണ് അയാൾ ജനാലയിൽ കൂടി പുറത്തേക്ക് ചാടുന്നത്. ഡാലിയുടെ ഓഫീസ് ആ ബിൽഡിങ്ങിന്റെ 30ാമത്തെ നിലയിലാണ്. 30 നിലകളുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന അയാൾ പിന്നീട് കാണില്ല എന്നുള്ള സംശയമില്ല. ഹാങ് ഹോഫ്മാന്റെ കൊലപാതകം അവരുടെ കൺമുമ്പില നടന്നിരിക്കുന്നത്. ദേഷ്യം വന്ന ആൽമ ഡാലിക്ക് നേരെ തിരിഞ്ഞു. ഡാലിയ നിക്കോൾസൺ, നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ ഇതാ പിരിച്ചുവിടുന്നു. മിസസ് ആൽമ, നിങ്ങൾക്ക് അതിന് എങ്ങനെ കഴിയും? ഡാലി പെട്ടെന്ന് ചോദിച്ചതും ആ സ്ത്രീ പറഞ്ഞു, ഞാൻ നിക്കോൾസൺ കുടുംബത്തിന്റെ മാട്രിയാർക്കാണ്. ഈ ഫാമിലിയുടെ ഹെഡായ റെഗുലസ് നിക്കോൾസന്റെ ഭാര്യയായ എനിക്ക് നിന്നെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. റെഗുലസ് നിക്കോൾസന്റെ ഭാര്യയായ ആൽമ ഹോഫ്മാന് ഡാലിയ നിക്കോൾസനെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരമുണ്ടെന്ന് അവർ പറഞ്ഞതും ഡാലിയ അവരോട് ചോദിച്ചു, അതിന് എന്നെ നിയമിച്ചത് മിസ്റ്റർ റെഗുലസ് നിക്കോൾസൺ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ പിരിച്ചുവിടാൻ പറ്റും? ഡാലിയ, റെഗുലസ് നിക്കോൾസൺ ഇപ്പോ കോമയിലാണ്. കോമയിലോ? അതെ അതെ, കോമയിലാണ്. അതിന് ഗ്രാൻഡ്പ നേരത്തെ എന്നോട് സംസാരിച്ചാണല്ലോ. ഗ്രാൻഡ്പ നിന്നോട് സംസാരിച്ചെന്നു? അതിനെന്താ തെളിവ്? അദ്ദേഹം കോമയിലാണ്, രാവിലെ മുതൽ കോമയിലാണ്. ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് റെഗുലസ് നിക്കോൾസൺ ഡാലിയോട് സംസാരിച്ചത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇപ്പോ അവൾ ഇതാ ആ വിവരം അറിയുകയാണ്. ഗ്ലൻസ്റ്റഡിലുള്ള റെഗുലസ് നിക്കോൾസൺ കോമയിലാണെന്ന്. വിശ്വസിക്കാനാവാതെ ഡാലി നിക്കോൾസൺ ആൽബയെ നോക്കുമ്പോ ആൽബ ഡാലിയോട് പറഞ്ഞു, നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഇനി ഈ നിക്കോൾസൺ കുടുംബത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ആകാശത്തിന് മുകളിൽ കയറി നിൽക്കുകയായിരുന്ന ജൂലിയും അതുപോലെ ഫ്ലോറൻസും ശരിക്കും പെട്ടതുപോലെയായി. ഒരു സ്വപ്നം, ഒരു യാഥാർത്ഥ്യം, ഒരു ലോട്ടറി അവർക്ക് അടിച്ച സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞെട്ടിപ്പോയ ജൂലിയും ഫ്ലോറൻസും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സ്ത്രീ പുറത്തേക്ക് നടന്നു തുടങ്ങി. പുറത്തേക്ക് നടക്കുന്ന ആ സ്ത്രീയെ നോക്കിയിട്ട് ഡസ്റ്റിൻ പറഞ്ഞു, ഹലോ, നിങ്ങൾക്ക് ലേശം കുഴപ്പമുണ്ടല്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ല, നിങ്ങളുടെ തലമുടി തുടങ്ങുന്ന ഭാഗത്ത് ഒരു ഞരമ്പ് പിണഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊരു ലക്ഷണമാണ്. അതുപോലെ നിങ്ങളുടെ തൊലിയൊക്കെ വല്ലാതെ എല്ലിൽ നിന്ന് വേറിട്ട് വരികയാണല്ലോ. നിങ്ങൾക്ക് ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ അധികം ആയുസില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ മരിക്കാറായെന്ന് തോന്നുന്നല്ലോ. ഡസ്നൈസ് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർ മരിക്കാറായെന്ന് പറഞ്ഞപ്പോൾ
ആ സ്ത്രീ ശരിക്കും ദേഷ്യത്തോടെ ഡസ്റ്റൻ നോക്കുകയാണ്. ഏയ്, നീ ആരാന്ന് എനിക്ക് അറിയത്തില്ല, നീ അധിക പ്രസംഗമാണ് നടത്തുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഡസ്റ്റൻ പറഞ്ഞു, ഹലോ, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പറ്റൂ, അത് മനസ്സിൽ വെച്ചേക്ക്. ഡസ്റ്റന്റെ ആ വാചകത്തിന് മറുപടി ഒന്നും പറയാതെ ആൽമ ഹോഫ്മാനും ജൂലിയൻ നിക്കോൾസണും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ പുറകെ നെൽസൺ ഹോസ്റ്റും കൂടുതലുള്ളവർ ഇറങ്ങി. ഇപ്പോ ഡസ്റ്റനും ഫ്ലോറൻസും ജൂലിയും ഡാലിയും മാത്രമാണ് ആ മുറിയിലുള്ളത്. എല്ലാവരും പോയി കഴിഞ്ഞതും ഫ്ലോറൻസ് ഡസ്റ്റനോട് തട്ടിക്കേറുകയാണ്. ഏയ് ഡസ്റ്റൻ, നീ തുലച്ചത് ഇവളുടെ ജീവിതമാണ്. ഇവൾക്ക് നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് എത്താനുള്ള അവസരം കിട്ടിയപ്പോഴാണ് നീ അത് തുലച്ചത്. നീ കാരണം എല്ലാം തീർന്നു. ഡാലിക്ക് നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് എത്താനും കഴിയില്ല. ഇപ്പോ ഈ കാർഡൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയും ചെയ്യുകയാണ്. ശരിക്കും സങ്കടവും ദേഷ്യവും ഒക്കെ ഫ്ലോറൻസ് വരുന്നുണ്ട്. ജൂലിക്കും അതുപോലെ തന്നെ. നിക്കോൾസൺ കുടുംബത്തിന്റെ ചീഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നിലയിൽ ഒരുപാട് അധികാരങ്ങൾ കൈയാളുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ട ജൂലി ഇപ്പൊ ഇതാ പെട്ടിരിക്കുകയാണ്. കാർഡൽ ഗ്രൂപ്പിൽ നിന്ന് പോലും ജൂലി പുറത്തു പോകേണ്ടി വരും. ഡാലിയ പുറത്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അവിടെ പുറത്താക്കും. ആ 30 നില ബിൽഡിംഗിലേക്ക് എല്ലാ ദിവസവും വന്നു കയറുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഫീൽ ചെയ്യുമായിരുന്നു. അതൊക്കെ ഇതാ ഇല്ലാതാകാൻ പോവുകയാണ്. ജൂലിയും ഫ്ലോറൻസും അവരുടെ സങ്കടവും ദേഷ്യവും ഡസ്റ്റനോട് പങ്കുവെച്ചപ്പോ ഡസ്റ്റൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നീ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നിന്നെ നിക്കോൾസ് കുടുംബത്തിന്റെ ഹെഡ് ആകുന്നതെന്ന് തടയാൻ ആ സ്ത്രീക്ക് പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ നിനക്ക് ഒരു വാക്കുകൂടി തരാം. അവര് തന്നെ നിന്നെ വീണ്ടും ഈ കാർഡൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്യും. ഡസ്റ്റൻ റൈസ് ഡാലിയോടാണ് അങ്ങനെ പറയുന്നെങ്കിലും ജൂലിയും ഫ്ലോറൻസും കൂടി ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഡാലിയ ഒരക്ഷരം പോലും മിണ്ടാതെ ആ ടേബിളിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ അവൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ബെലോബ മേഖലയിലെ സ്വിൻഡനിൽ ജനിച്ചു വളർന്ന ഡാലിയ നിക്കോൾസന് ഗ്ലൻസ്റ്റഡിലെ നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് എത്താനുള്ള ഒരു സുവർണ അവസരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവളുടെ കയ്യിൽ വന്നതാണ്. ഇപ്പോ അതിത നഷ്ടമായിരിക്കുന്നു. പക്ഷേ ആ കാര്യത്തിന്റെ പേരിൽ ഡസ്റ്റനെ കുറ്റപ്പെടുത്താൻ അവൾ ഒരുക്കമല്ല. ഡസ്റ്റൻ ഹാങ്ക് ഹോഫ്മാനെ കൊന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ്. അവളുടെ അനുജനെ കൊന്നത് ഹാങ്ക് ഹോഫ്മാൻ ആണെന്ന് അവിടെ നിസ്സംശയം തെളിഞ്ഞതാണ്. ആ ഹാങ്ക് ഹോഫ്മാനെ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഹാങ്കിനെ ഡസ്റ്റൻ അവിടുന്ന് ചവിട്ടി തെറിപ്പിച്ചതെന്ന് ഡാലിക്ക് അറിയാം. ഡാലി അതുകൊണ്ട് തന്നെ ഫ്ലോറൻസിനോടും ജൂലിയോടും ഡസ്റ്റനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങുന്ന ആ സമയത്ത് ഒരു ലക്ഷറി കാറിൽ ആൽമയും ജൂലിയൻ നിക്കോൾസണും കൂടി യാത്ര ചെയ്യുകയാണ്. ജൂലിയൻ ആൽമയോട് ചോദിച്ചു, ഗ്രാൻഡ്മ എന്തായി പറയുന്നത്? ഗ്രാൻഡ്മ കോമയിലായിരുന്നു. അതെ ജൂലിയൻ, നിന്റെ ഗ്രാൻഡ്മ കോമയിലാണ്. ഗ്രാൻഡ്മ, എനിക്ക് മനസ്സിലായില്ല, ഗ്രാൻഡ്മ എങ്ങനെ കോമയിലാവുന്നത്? അദ്ദേഹം ശരിക്കും ആരോഗ്യത്തോടെ ഇരിക്കായിരുന്നല്ലോ. ഇടാ, ഇന്നലെ ചില സംഭവങ്ങൾ ഉണ്ടായി. ഈ ഡാലിയെ നിക്കോൾസൺ കുടുംബത്തിന്റെ അടുത്ത ഹെഡാക്കാൻ ആ വയസ്സങ്ങ് തീരുമാനിച്ചു. അയാൾ അത് പലരോട് പറയുകയും ചെയ്തു. ഗ്രാൻഡ്മ പറയുന്നത് അതേന്ന് നിനക്കറിയാമല്ലോ. ഈ കുടുംബത്തിന്റെ അടുത്ത തലവനാനുള്ള യോഗ്യത നിനക്കാണ്. നിന്നെ ഓവർടേക്ക് ചെയ്ത് ഡാലിയെ കൊണ്ടുവരാൻ അയാൾക്ക് എന്താ അവകാശം? അയാളുടെ ആരാ ഈ ഡാലിയ? അയാളുടെ സഹോദരന്റെ മകന്റെ മകളാണ് ഡാലിയ. നീയോ അയാളുടെ മകന്റെ മകനാണ്. അപ്പൊ നിന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരേണ്ടത്? നിന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഡാലിയെ കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചത് തെറ്റാണ്. അല്ലെങ്കിൽ നിന്നെ വേണ്ടെങ്കിൽ വേറെ എത്രയോ പേരുണ്ട്, അവരെല്ലാവരും ഒഴിവാക്കിയല്ലോ. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്തു. ഗ്രാൻഡ്മ എന്ത് ചെയ്തു? ഞാൻ ആ വയസ്സിനെ കുറിച്ച് വിഷം കൊടുത്തു. ഗ്രാൻഡ്മ എന്തായി പറയുന്നേ? അതേടാ, അല്ലെങ്കിൽ നാളെ പത്രവാർത്തയായിട്ട് ഡാലിയുടെ നിയമനം പുറത്തറിയുമായിരുന്നു. ഡാലിയൻ നിക്കോൾസനെ നിക്കോൾസൺ കുടുംബത്തിന്റെ പുതിയ ഹെഡാക്കാനുള്ള തീരുമാനം റെഗുലസ് യഥാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. അയാൾ അത് ഡാലിയോട് പറഞ്ഞതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ പറയുകയും ചെയ്തു. അയാൾ ആ കാര്യം അയാളുടെ ഒന്നാമത്തെ ഭാര്യയായ ആൽമ ഹോഫ്മാനോട് പറഞ്ഞു. ആൽമ ആ കാര്യം കേട്ട നിമിഷത്തിൽ അതിനെ എതിർക്കുകയും ചെയ്തു. അവൾ ശരിക്കും ശക്തമായിട്ട് തന്നെ റെഗുലസിനോട് തർക്കിക്കുകയും ചെയ്തു. ഇത് ശരിയല്ല. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നിക്കോൾസൺ കുടുംബം വിട്ടുപോയ ഒരാളുടെ പരമ്പരയിൽപ്പെട്ട ആളെ നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് കൊണ്ടുവയ്ക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്ന് ആൽമ തീർത്തു പറഞ്ഞെങ്കിലും റെഗുലസ് അയാളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അയാൾ ഡാലിയിൽ കണ്ട ഗുണങ്ങൾ ആ കുടുംബത്തിലെ മറ്റാരിലുമില്ല. ഡാലി മിടുക്കിയാണ്. ശരിക്കും കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുമാണ്. ശരിക്കും വിഷനുള്ള ആളാണ്. കുടുംബത്തിന്റെ ഭാവി ഡാലിയിൽ ഭദ്രമാണ്. അതുകൊണ്ടാണ് അയാൾ ഡാലി നിക്കോൾസനെ തന്നെ ആ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് നിയമിക്കാൻ തീരുമാനിച്ചത്. റെഗുലസ് നിക്കോൾസൺ ഒരു ശൈലിയിലും വഴങ്ങുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് റെഗുലസിനെ പതുക്കെ കിടത്താൻ ആൽമ ഹോഫ്മാൻ തീരുമാനിച്ചത്. ആൽമ വിഷം ഭക്ഷണത്തിൽ കലർത്തി റെഗുലസിന് കൊടുത്ത് അയാളങ്ങ് ഉറക്കുകയായിരുന്നു. ഇപ്പോ റെഗുലസ് ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ്. റെഗുലസിനെ
ആ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ട് പ്രത്യേക വിമാനത്തിൽ ഗ്ലൻസ്റ്റണിൽ നിന്ന് മിൽസ്ബർഗിൽ എത്തിയതാണ് ആൽമ ഹോഫ്മാൻ. ആൽമ മിൽസ്ബർഗിൽ എത്തിയത് ഹാങ്ക് ഹോഫ്മാനെ കാണാൻ വേണ്ടിയാണ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ജൂലിയൻ ആൽമയോട് ചോദിച്ചു, ഗ്രാൻഡ്മ, എനിക്ക് ഇപ്പോഴൊരു സംശയം, ഗ്രാൻഡ്മ എന്തിനാ ഡാലിയുടെ അനുജനെ കൊന്നത്? ഹേയ് ജൂലിയൻ, ഞാനല്ല അത് ചെയ്തത്. ഞാൻ ഹാങ്കിന് ശരിക്കും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നതാണ്. അവൻ അത് ഈ ശൈലി ഉപയോഗിച്ചതാണ്. ജെയിംസിനെ കൊന്നതിൽ യഥാർത്ഥത്തിൽ ആൽമയ്ക്ക് ഒരു ബന്ധവുമില്ല. ആൽമ അറിഞ്ഞ കാര്യം പോലുമല്ല. ഡാലിയെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഹാങ്ക് ഹോഫ്മാൻ പല പണികളും ചെയ്തപ്പോ ഡസ്റ്റിൻ റൈസ് ഡാലിയുടെ സഹായത്തിന് എത്തിയതാണ് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം. ഡസ്റ്റിനെ ഡാലിയുടെ അടുത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജെയിംസിനെ കൊന്ന് ആ കുറ്റം ഡസ്റ്റിന് മുകളിൽ ഹാങ്ക് കെട്ടിവെക്കുന്നത്. ഇപ്പോ കഥ ഏതാണ്ട് ആൽമയ്ക്ക് അറിയാം. ആൽമ ആ കാര്യം ജൂലിയനോട് പങ്കുവെച്ചപ്പോ ജൂലിയൻ പെട്ടെന്ന് ആൽമയുടെ മുഖത്തേക്ക് നോക്കി. ഗ്രാൻഡ്മയ്ക്ക് എന്താ ഒരു അസ്വസ്ഥത? കാറിൽ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോ അധികം പ്രശ്നമില്ലാതിരുന്ന അവന്റെ ഗ്രാൻഡ്മ പെട്ടെന്ന് വിയർക്കുന്നത് ജൂലിയനെ ശ്രദ്ധയപ്പെട്ടു. ഈ ജൂലിയൻ, എന്റെ ഗുളിക തീർന്നായിരുന്നു. ആ ഗുളിക വാങ്ങാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഹാങ്കിനെ കാണാൻ വന്നത്. നീ ഹാങ്കിനെ ഒന്ന് വിളിക്ക്. അങ്ങനെ ആൽമ പറഞ്ഞിട്ട് പെട്ടെന്ന് അറിയാതെ ജൂലിയന്റെ മുഖത്ത് നോക്കി പോവുകയാണ്. ഹാങ്ക് കൊല്ലപ്പെട്ടത് അവരുടെ കൺമുമ്പിൽ വെച്ചാണ്. ആ ഹാങ്കിനെ വിളിക്കാനാണ് ആൽമ അറിയാതെ ജൂലിയനോട് പറഞ്ഞത്. ഗ്രാൻഡ്മ പറയുന്നത് ഹാങ്കിന്റെ കയ്യിൽ ഗ്രാൻഡ്മയുടെ മരുന്നുണ്ടെന്നാണോ? അതെ ജൂലിയൻ, എന്റെ മരുന്ന് ഹാങ്കിന്റെ കയ്യിൽ കാണും. എന്റെ മരുന്ന് ഇന്നലെ തീർന്നായിരുന്നു. ഇന്ന് ഞാൻ ആ മരുന്ന് കഴിക്കേണ്ട ദിവസമാണ്. ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അതിവേഗം ഇവിടേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് ഞാൻ വരേണ്ടതായിരുന്നു. പക്ഷേ റെഗുലസ് ഡാലിയെ ഹെഡാക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ അവിടെ തങ്ങിപ്പോയതാണ്. റെഗുലസിനെ കിടത്തിയിട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ. ആൽമ നടന്ന സംഭവങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായിട്ട് തന്നെ ജൂലിയനോട് പറഞ്ഞു. അതിനുശേഷം ആൽമ ജൂലിയനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി വേഗം ആ ഹാങ്ക് വീണ സ്ഥലത്തേക്ക് തിരിക്കും. ആൽമ പറഞ്ഞ അനുസരിച്ച് ജൂലിയൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. വീണ്ടും കാർഡിനൽ ഗ്രൂപ്പിന്റെ ഓഫീസ് ചെയ്യുന്ന ഭാഗത്തേക്ക് വാഹനം തിരിച്ചുവിടാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. അല്പസമയം കഴിഞ്ഞപ്പോ വാഹനം ആ കൂറ്റൻ ബിൽഡിങ്ങിന്റെ സമീപമെത്തി. ജൂലിയൻ വാഹനം നിർത്തി ഹാങ്ക് ഹോഫ്മാൻ വീണ ഭാഗത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ഹാങ്ക് ഹോഫ്മാന്റെ ബോഡിക്ക് ചുറ്റുമായി ആളുകൾ കൂടി നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ജൂലിയൻ ആൽമയുടെ അടുത്ത് മടങ്ങിയെത്തി. ആൽമ ഇപ്പോ ആ വാഹനത്തിൽ കിടക്കുകയാണ്. അവരുടെ ശരീരം ഏതാണ്ട് വിറച്ചുടങ്ങിയിട്ടുണ്ട്. വാതിൽ തുറന്ന് ജൂലിയൻ അകത്തേക്ക് കയറിയതും അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ആൽമ ജൂലിയനോട് ചോദിക്കുകയും ചെയ്തു, എടാ മരുന്ന് കിട്ടിയോ? ഗ്രാൻഡ്മ, മരുന്ന് അവന്റെ പോക്കറ്റിൽ ഇല്ലായിരുന്നു. ഞാൻ അവന്റെ ബോഡി മുഴുവൻ പരിശോധിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ആ കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനുണ്ടല്ലോ അയാളെ വിളിക്ക്. കിളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥൻ നമ്പർ ജൂലിയന്റെ കയ്യിലുമുണ്ട്. ജൂലിയൻ ഉടൻ തന്നെ കാര്യസ്ഥൻ നീലിനെ ഫോണിൽ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ ആരും എടുക്കുന്നില്ല. അനവധി തവണ വിളിച്ചിട്ടും നീലിന്റെ വിവരമൊന്നുമില്ല. ഗ്രാൻഡ്മ, നീല് ഫോൺ എടുക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, സോണിയിലെ കിളിയൻ കുടുംബത്തെ വിളിക്ക്. ജൂലിയൻ അവന്റെ ഗ്രാൻഡ്മ ആവശ്യപ്പെട്ട അനുസരിച്ച് കിളിയൻ കുടുംബത്തിലേക്ക് വിളിച്ചു. കിളിയൻ കുടുംബത്തിലേക്ക് വിളിച്ച് അവൻ ഗ്ലൻസ്റ്റണിലെ നെക്കോൾസൺ കുടുംബത്തിലാണെന്ന് പറഞ്ഞതും അവര് സംസാരിച്ചു തുടങ്ങി. സംഭാഷണത്തിന്റെ അവസാനം ഫോൺ കട്ടായതും ജൂലിയൻ ഗ്രാൻഡ്മയോട് പറഞ്ഞു, അമ്മ, അവർ പറഞ്ഞത് നീല് ആ മരുന്നുമായി മിൽസ്ബർഗിലേക്ക് ഇന്നലെ തന്നെ എത്തിയെന്നാണ്. ഹേയ് ജൂലിയൻ, അവരോട് വേറെ മരുന്നുണ്ടെന്ന് ചോദിക്ക്. ഗ്രാൻഡ്മ, ഞാൻ ചോദിച്ചു, മിനിമം 1 മാസമെങ്കിലും സമയം വേണമെന്ന് അവർ പറയുന്നത് ആ മരുന്ന് ഉണ്ടാക്കാൻ. 1 മാസവും? ജൂലിയൻ, എനിക്ക് 1 ദിവസം പോലും ആ മരുന്നില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോഴേക്കും ആൽമയുടെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്നു തുടങ്ങി. ശരിക്കും അവരുടെ കണ്ടീഷൻ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ആൽമയുടെ അവസ്ഥ മോശമാണെന്ന് കണ്ടതും ജൂലിയൻ ആൽമയെ മിൽസ്ബർഗിലെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ അഡ്മിറ്റ് ചെയ്ത് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ ബോഡി ഒന്ന് സ്റ്റഡിയായി. ഇപ്പൊ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ടുണ്ട്. അവർ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. അവരുടെ മുറിയിൽ നിന്ന് പുറത്തു വന്ന ഡോക്ടർ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, നിങ്ങളുടെ ഗ്രാൻഡ്മയുടെ അവസ്ഥ ലേശം കുഴപ്പമാണ്. അവര് റെഗുലർ ആയിട്ട് ഒരു മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് തന്നെ അവർക്ക് ഇനിയും കിട്ടണം. ആ മരുന്ന് കിട്ടിയാൽ മാത്രമേ അവരുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ പരമാവധി 72 മണിക്കൂർ, അത്രയും കൂടെ അവർക്ക് ആയുസ്സുണ്ടാവും. ഡോക്ടർ പറഞ്ഞ വാചകം കേട്ട് ജൂലിയൻ അറിയാതെ ചുവരിലോട്ടൊക്കെ ചാരി പോവുകയാണ്. അവന്റെ ഏറ്റവും വലിയ മോഹങ്ങളിൽ ഒന്ന് നെക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് എത്തുക എന്നുള്ളതാണ്. നെക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്ത് അവൻ എത്തണമെങ്കിൽ അവന്റെ ഗ്രാൻഡ്മ ജീവിച്ചിരിക്കണം. അവന്റെ ഗ്രാൻഡ്മ മരിച്ചാൽ പിന്നെ അവന് ചാൻസ് ഇല്ല. ആ കാര്യം ഓർമ്മ വന്ന ജൂലിയൻ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം നിൽക്കുമ്പോ അവനെ കാണണമെന്ന് പറഞ്ഞ് അകത്ത് നിന്ന് ഒരു കോള് വന്നു. അകത്ത് ബെഡിൽ അവശ നിലയിൽ കിടക്കുന്ന ആൽമ ജൂലിയനെ അകത്തേക്ക് വിളിപ്പിച്ചതാണ്. ജൂലിയൻ അവന്റെ ഗ്രാൻഡ്മയുടെ അടുത്ത് വന്നതും ആൽമ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, നീല് മരുന്നുമായി സ്റ്റോണിൽ നിന്ന് പുറപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ എത്തിക്കാണും. നീ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കും. നീലിന്റെ കൈവശം ഉണ്ടായിരുന്ന മരുന്ന് മറ്റാരോ എടുത്തിരിക്കുകയാണ്.
നീ തിരക്ക്, കൃത്യമായും ആളാരെന്ന് കണ്ടുപിടിക്കുക. ആൽമ അത് പറഞ്ഞപ്പോഴാണ് ജൂലിയനും ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ മരുന്നുമായിട്ട് തന്നെയാണ് കിള്ളിയൻ കുടുംബത്തിന്റെ കാര്യസ്ഥനായ നീല് സ്റ്റോണിൽ നിന്ന് മിൽസ്ബർഗിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ മരുന്നിന് എന്ത് സംഭവിച്ചു, അത് കണ്ടുപിടിക്കണം. ജൂലിയൻ അവന്റെ പരിചയക്കാരെ മുഴുവൻ രംഗത്ത് അതിവേഗമിറക്കി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ജൂലിയന് ഒരു കോള് വന്നു. സാർ, ഞങ്ങളെ കണ്ടുപിടിച്ചു സാർ. നീലിന്റെ കൈവശം ഒരു സ്റ്റീൽ സേഫ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു സേഫ്. ആ സേഫിനകത്തായിരുന്നു മരുന്നുണ്ടായിരുന്നത്. ആ മരുന്ന് നീലിനെ ആക്രമിച്ച് ഹാങ്കിനെ കൊണ്ടുപോയ വ്യക്തി എടുത്തുകൊണ്ട് പോയെന്നാണ് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഹാങ്ക് ഹോഫ്മാനെ കൊണ്ടുപോയ വ്യക്തി ആ മരുന്നും കൂടി കൊണ്ടുപോയെന്ന് കേട്ടപ്പോ ജൂലിയൻ ഫോൺ വിളിച്ച് ആളോട് പറഞ്ഞു, നീ ആരാണ് കൊണ്ടുപോയത് അന്വേഷിച്ചു പറ. സാർ, അത് ഞാൻ അന്വേഷിച്ചു സാർ, അതൊരു ഡസൻ റൈസ് ആണ് കൊണ്ടുപോയത്. ഡസൻ റൈസ് ആണ് ആ മരുന്ന് കൊണ്ടുപോയെന്ന് കേട്ടതും അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവന്റെ ഗ്രാൻഡ്മയോട് പറഞ്ഞു, ഗ്രാൻഡ്മ, മരുന്ന് ആരുടെ കൈവശം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ആ ഡസൻ റൈസിന്റെ കയ്യിലാണ് ഉള്ളത്. ഗ്രാൻഡ്മ കണ്ടില്ലേ, ഹാങ്ങിനെ ചവിട്ടി താഴെട്ടില്ല, അവനാണ് ഡസൻ റൈസ്, അവന്റെ കയ്യിലാണ് മരുന്നുള്ളത്. ശരി ശരി, നീ വേഗം ചെന്ന് ആ മരുന്ന് സംഘടിപ്പിക്കും. ആൽമ ഹോഫ്മാൻ പറഞ്ഞനുസരിച്ച് ജൂലിയൻ അതിവേഗം കാർഡിനൽ ഗ്രൂപ്പിലേക്ക് തിരിച്ചു. ഈ സമയത്ത് കാർഡിനൽ ഗ്രൂപ്പിൽ ഡാലി നിക്കോൾസൺ അവരുടെ സാധനങ്ങളൊക്കെ ബാഗുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവള് ആ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ജൂലി നിക്കോൾസൺ അവളുടെ മുറിയും ഒഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോറൻസ് ഡാലിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാലിയും ഫ്ലോറൻസും ജൂലിയും കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ലിഫ്റ്റിന് നേരെ നടക്കുമ്പോഴാണ് ഡസൻ റൈസിന്റെ മുറിയിൽ ഡസൻ ഇരിക്കുന്ന കണ്ടത്. ഡസൻ ഒരു ചായ കുടിച്ചിരിക്കുകയാണ്. ചായ കുടിച്ചിരിക്കുന്ന ഡസനെ കണ്ട ഫ്ലോറൻസിനും ജൂലിക്കും പറഞ്ഞറിയിക്കാനാവാത്ത ദേഷ്യമാണ് വരുന്നത്. ദേഷ്യത്തോടെ വാതിൽ തള്ളി തുറന്ന് അവർ അകത്തേക്ക് കയറി. ഡസൻ, നീ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടിട്ടും നീ ഇവിടെ കയറി ഇരിക്കുകയാണോ? ഞങ്ങൾ പോയി കഴിഞ്ഞ പിന്നെ നീ എന്തിനാ അവിടെ? അതുമല്ല, ഇവിടെ ഞങ്ങൾ ഇത്രയും ടെൻഷനിൽ നിൽക്കുമ്പോ നീ ചായ കുടിച്ചിരിക്കുകയാണോ? മിസസ് ഫ്ലോറൻസ്, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ലെന്ന്. ഡാലിയ കാർഡിനൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരില്ല. ഞാനല്ലേ പറയുന്നത്. ഡസൻ, എനിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയെ വിളിച്ചുകൊണ്ട് ജൂലിയും ഫ്ലോറൻസുമായി ലിഫ്റ്റിൽ കയറി നേരെ താഴെ ഇറങ്ങി. അവര് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ആ ബിൽഡിങ്ങിന്റെ വാതിൽക്കൽ നേരെ നടക്കുമ്പോൾ 2 കൂറ്റൻ വാഹനങ്ങൾ അവിടെ വന്ന് നിന്നു. ശരിക്കും വിലപിടിപ്പുള്ള ആ കാറുകളിൽ നിന്ന് അനവധി ആളുകൾ ചാടി ഇറങ്ങുകയാണ്. ഇറങ്ങുന്നൊക്കെ ഗുണ്ടകളാണ്. ആ ഗുണ്ടകളെ നയിച്ചുകൊണ്ട് സാക്ഷാൽ ജൂലിയൻ അങ്ങോട്ട് വരികയാണ്. ജൂലിയനും ഗുണ്ടകളും കൂടി അങ്ങോട്ട് വരുന്ന കണ്ടതും ഫ്ലോറൻസും ജൂലിയും ശരിക്കും പരിങ്ങി തുടങ്ങി. അങ്ങനെ പരിങ്ങിയെങ്കിലും ഫ്ലോറൻസ് അവരോട് പറഞ്ഞു, ഏയ് ജൂലിയൻ, ഞങ്ങളിതാ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ജൂലിയനോട് അവർ പറഞ്ഞതും ജൂലിയൻ ഡാലിയോട് ചോദിച്ചു, ഡസൻ എവിടെ എന്ന് ജൂലിയൻ ഡാലിയോട് ചോദിച്ചപ്പോ ലിഫ്റ്റ് തുറന്ന് ഡസനും പുറത്തേക്ക് വന്നു. ലിഫ്റ്റിന് നേരെ നോക്കിയ ഡാലിയ ഡസൻ നടന്നു വരുന്ന കണ്ടതും ഡസന് നേരെ വിരൽ ചൂണ്ടി. ഡസന് നേരെ ഡാലി വിരൽ ചൂണ്ടിയതും ജൂലിയൻ ദേഷ്യപ്പെട്ട് ഡസന് നേരെ നടന്നു വരികയാണ്. ഏയ് ഡസൻ, എവിടെ എടുക്കാൻ? എന്തോന്ന്? ആ മരുന്നെടുക്കടാ. മരുന്നോ? എന്തു മരുന്ന്? ഡസൻ കളിക്കരുത്, ആ മരുന്നെടുക്ക്. നീ ഹാങ്കിന്റെ കയ്യിൽ നിന്ന് എടുത്ത മരുന്നെടുക്ക്. ഓ, ആ മരുന്നോ? ആ മരുന്ന് ഇതാണോ? അങ്ങനെ ചോദിച്ചിട്ട് ഡസൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് കുപ്പി പുറത്തേക്ക് എടുത്തു. ശരിക്കും കണ്ണാടി കൊണ്ടുള്ള ആ കുപ്പി നമുക്ക് വ്യക്തമായി കാണാം. ആ കുപ്പിക്കകത്ത് കുറെ ഗുളികകളുണ്ട്. ഇത് തരാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ആ കുപ്പി ഡസന്റെ പോക്കറ്റിലകത്തേക്ക് വെച്ചതും ജൂലിയൻ ദേഷ്യപ്പെട്ട് ഡസനോട് ചോദിച്ചു, ഏയ്, ആ കുപ്പിക്ക് തരാനല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങാനായി ജൂലിയൻ അടുത്തേക്ക് ഓടിയെത്തിയതും ഡസൻ ഒരൊറ്റ അടി. ശരിക്കും നല്ല പൊക്കവും വണ്ണവുമുള്ള ജൂലിയൻ ഡസന്റെ അടിയേറ്റ് ശരിക്കും നിന്ന് ആടുകയാണ്. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശൈലിയുള്ള ഒരു അടിയാണ് ഡസൻ അയാളുടെ കവിളിലിട്ട് കൊടുത്തത്. അടിയേറ്റ് ഒന്ന് കിടുങ്ങിപ്പോയ ജൂലിയൻ അമ്പരപ്പോടെ ഡസൻ നോക്കിയിട്ട് ഡസനോട് ചോദിച്ചു, എടാ, നീ എന്നെ തല്ലിയോ? ജൂലിയന്റെ ചോദ്യം കേട്ടതും ഡസൻ ജൂലിയനോട് പറഞ്ഞു, ഞാൻ നിന്നെ തല്ലിയത് നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസൻ വീണ്ടും ഒരൊറ്റയാടി. ഈ സമയത്ത് ആ ബിൽഡിങ്ങിന്റെ വാതിലിന് സമീപം എത്തിക്കഴിഞ്ഞിരുന്ന ഡാലിയ നെക്കോൾസനും ജൂലി അംബേഴ്സണും ഫ്ലോറൻസ് നെക്കോൾസനും ശരിക്കും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിന് അവരിതാ സാക്ഷിയാവുകയാണ്. ജൂലിയൻ നെക്കോൾസൺ സാക്ഷാൽ റെഗുലസ് നെക്കോൾസന്റെ ചെറുമകനാണ്. അയാളെയാണ് ഡസൻ ഇതാ 2 തവണ തല്ലിയിരിക്കുന്നത്. ഡസൻ എന്തായി ചെയ്യുന്നത്? പെട്ടെന്ന് ഫ്ലോറൻസ് അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ജൂലിയന്റെ പുറകെ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിയിരുന്ന ആളുകളും ഓടി അവിടേക്ക് വന്നു. അവരാ കാഴ്ച കാണുകയായിരുന്നു ജൂലിയനെ ഡസൻ തല്ലുന്നത്. ജൂലിയന്റെ അതിശക്തരായ ഗുണ്ടകൾ അകത്തേക്ക് ഓടി വരുന്നത് ഡാലി നിക്കോൾസൺ കണ്ടു.
ഡാലിയുടെ തൊട്ട് മുന്നിലൂടെയാണ് അവർ ഡസിനടുത്തേക്ക് ഓടിയത്. ഡസിനടുത്തേക്ക് അവർ ഓടി വരുമ്പോ ജൂലിയൻ ആ ഗുണ്ടകളോട് പറഞ്ഞു, ഇവന്റെ കൈയും കാലും തല്ലി ഓടിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ജൂലിയൻ 2 കവിളും തടവി പതുക്കെ ചുവരിലോട്ട് നീങ്ങി. അവന്റെ 2 കവിളും ശരിക്കും നീറുകയാണ്. അവനെ തല്ലിയ ഡസ്റ്റിനെ അവന്റെ ഗുണ്ടകൾ അടിച്ച് താഴെ വീഴ്ത്തുന്നത് കാണാൻ വേണ്ടി ജൂലിയൻ ആ രംഗത്തേക്ക് നോക്കുമ്പോൾ ജൂലിയൻ പ്രതീക്ഷിക്കാത്ത ചില രംഗങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. ഡസൻ ഡൈസിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ആ ഗുണ്ടകൾ എല്ലാം താഴെ കിടപ്പുണ്ട്. എപ്പോ ഡസ്റ്റിൻ അവരെ അടിച്ചിട്ടു എന്ന് ജൂലിയനോട് ചോദിച്ചാൽ ജൂലിയന് പറയാൻ ഒരു ഉത്തരമില്ല. ജൂലിയൻ യഥാർത്ഥത്തിൽ 2 കവിളും തടവിക്കൊണ്ട് ബിൽഡിങ്ങിന്റെ ചുവരിലോട്ടൊന്ന് ചാരിയത് മാത്രമേ ജൂലിയന് ഓർമ്മയുള്ളൂ. ഈ സമയത്ത് ജൂലിയനെ കടന്നു പോയിരുന്ന ആ ഗുണ്ടകൾ ഇപ്പോ താഴെ കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ജൂലിയന് ഒരു പിടിയില്ല. ആ ഗുണ്ടകൾക്കും യഥാർത്ഥത്തിൽ ഒരു പിടിയില്ല. ആ 8 പേരെ അടിച്ച് താഴെയിടാൻ ഡസ്റ്റിന് 1 മിനിറ്റ് പോലും സമയം വേണ്ടി വന്നില്ല. ഡാലിയും ഫ്ലോറൻസും ജൂലിയും പക്ഷെ കൃത്യമായിട്ട് ആ കാഴ്ച കണ്ടു. താഴെ വീണ് കിടക്കുന്ന ആ ഗുണ്ടകളെ ഡാലിയും ടീമും അങ്ങനെ നോക്കുമ്പോ ജൂലിയൻ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ലേശം പാടുപെടുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അമ്പരപ്പോടെ ഡസ്റ്റിൻ നോക്കുമ്പോ ഡസ്റ്റിൻ പറഞ്ഞു, നിനക്ക് മരുന്ന് വേണ്ടേ? അതെ അതെ, എനിക്ക് മരുന്ന് വേണം. മരുന്ന് ഞാൻ തരാം, പക്ഷേ ചില കണ്ടീഷൻസ് നീ പാലിക്കണം. കണ്ടീഷനോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തുതരാം, പറ. ഡസ്റ്റിനോട് അടികൂടി ആ മരുന്ന് വാങ്ങാൻ പറ്റില്ല എന്ന് ജൂലിയന് ഉറപ്പായതുകൊണ്ടാണ് ജൂലിയൻ അടവ് ഒന്ന് മാറ്റി പിടിക്കുന്നത്. ഡസ്റ്റിൻ ജൂലിയനോട് പറഞ്ഞു, 1, ഡാലിയ നിക്കോൾസനെ കാർഡിനൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി വീണ്ടും നിയമിക്കണം. ആ ആവശ്യം കേട്ടതും ജൂലിയൻ സമ്മതിച്ചു. ഓക്കെ, അത് ചെയ്യാം. അവൻ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിക്കോൾസൺ കുടുംബത്തിൽ അനവധി സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥാപനം മാത്രമാണ് ഈ കാർഡിനൽ ഗ്രൂപ്പ്. കാർഡിനൽ ഗ്രൂപ്പിൽ ഡാലിയ നിക്കോൾസൺ നല്ലൊരു ഭരണമാണ് കഴിഞ്ഞ 1 മാസവും നടത്തിയത്. അതുകൊണ്ട് തന്നെ ഡാലിയെ ഒരിക്കൽ കൂടി പ്രസിഡന്റ് ആക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ജൂലിയന് വരില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നീ ഡാലിയോട് മാപ്പ് പറയണം. ഏയ്, ഞാൻ ഡാലിയോട് മാപ്പ് പറയാനോ? അതൊന്നും പറ്റത്തില്ല. പറ്റില്ലെങ്കിൽ മരുന്നുമില്ല. ഡസൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ജൂലിയൻ ആകെ പെട്ടതുപോലെയായി. ജൂലിയൻ അയാൾ നിൽക്കുന്നിടത്തുനിന്ന് നടന്ന് ഡാലിയുടെ അടുത്തേക്ക് വന്നു. ഈ കാഴ്ചകൾക്കൊക്കെ സാക്ഷിയായിക്കൊണ്ട് ഡാലിയും ഫ്ലോറൻസും അതുപോലെ ജൂലിയൻ നിൽക്കുമ്പോൾ ഡാലിയുടെ മുന്നിൽ വന്ന ജൂലിയൻ ഡാലിയോട് പറഞ്ഞു, സോറി ഡാലിയ. ജൂലിയൻ സോറി ഡാലിയ എന്ന് പറഞ്ഞതും ഡസൻ ജൂലിയനോട് പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നുമല്ല മാപ്പ് പറയേണ്ടത്. ശരിക്കും ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയാം. നിന്റെ മാപ്പ് പറച്ചിൽ ആത്മാർത്ഥമാണെന്ന് ഡാലിയോട് തോന്നണം. അങ്ങനെ ഡസൻ പറഞ്ഞതും ജൂലിയൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ആത്മാർത്ഥമായിട്ടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. ആ തെറ്റ് ഡാലി ക്ഷമിക്കണം. ഡാലിയുടെ മനസ്സിലുണ്ടായ വിഷമത്തിൽ ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട്. സത്യമായിട്ടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജൂലിയൻ നിക്കോൾസന്റെ ആ സംഭാഷണമെന്ന് തോന്നിയപ്പോ ഡസൻ ഒന്ന് ചിരിച്ചു. ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് എന്താ ഇത്? എന്തിനാ വെറുതെ ജൂലിയനെ കൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്നത്? ഡാലിയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഡസ്റ്റിൻ ജൂലിയൻ നേരെ തിരിഞ്ഞിട്ട് ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, മൂന്നാമത്തെ ആവശ്യം ഞാൻ പറയാം. ജൂലിയൻ, ഈ കാർഡിനൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ നിക്കോൾസൺ കുടുംബത്തിനുള്ള ഷെയർ അത് പൂർണ്ണമായി ഡാലിയുടെ പേരിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. കാർഡിനൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ട് ഡാലിയ നിക്കോൾസനെ നിയമിക്കാൻ ഡസൻ ആവശ്യപ്പെട്ടപ്പോ എതിർപ്പ് കൂടാതെ ജൂലിയൻ സമ്മതിച്ചതിന്റെ കാരണം ആ കമ്പനിയിലുള്ള നിക്കോൾസൺ കുടുംബത്തിന്റെ ഷെയറാണ്. ഡാലിയെ ഡസന് ഭീഷണിക്ക് വഴങ്ങി വീണ്ടും പ്രസിഡന്റ് ആക്കിയാലും 80% ഷെയറും ഹോൾഡ് ചെയ്യുന്ന നിക്കോൾസൺ ഫാമിലിക്ക് ഡാലിയെ ഏത് നിമിഷം വേണമെങ്കിലും ആ പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോ ഡസൻ ആവശ്യപ്പെടുന്നത് ആ 80% ഷെയറും ഡാലിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ്. അത് കേട്ടതും ജൂലിയൻ പറഞ്ഞു, ഏയ്, അതൊന്നും പറ്റത്തില്ല. ഏയ് ജൂലിയൻ, മരുന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ വീണ്ടും പോക്കറ്റിൽ നിന്ന് ആ മരുന്ന് പുറത്തെടുത്തു. ഡസന് കയ്യിരിക്കുന്ന മരുന്ന് പതുക്കെ ഡസൻ കൈ അനക്കുമ്പോൾ അനങ്ങുന്നുണ്ട്. നോക്ക് ജൂലിയൻ, ഈ മരുന്ന് താഴെ വീണാൽ ചിലപ്പോ ഈ ഗ്ലാസ് പൊട്ടും. പൊട്ടിയാൽ അകത്തുള്ള ഗുളികകളും പൊട്ടിപ്പോവാം. പൊട്ടിപ്പോയാ പിന്നെ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഡസൻ ഡൈസ് അങ്ങനെ പറഞ്ഞതും ജൂലിയൻ ആകെ പെട്ടതുപോലെയായി. ജൂലിയന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഡസൻ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഗ്രാൻഡ്മയെ വിളിക്ക്, ഗ്രാൻഡ്മയോട് സംസാരിക്കും. ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ നിനക്ക് അധികാരമില്ലെന്ന് എനിക്കറിയാം. നീ ഗ്രാൻഡ്മയോട് സംസാരിക്കും. ഗ്രാൻഡ്മയ്ക്ക് ചിലപ്പോ കാര്യം മനസ്സിലാവും. ഡസൻ പറഞ്ഞതനുസരിച്ച് ജൂലിയൻ ഉടൻ തന്നെ അവന്റെ ഗ്രാൻഡ്മയെ ഫോണിൽ വിളിച്ചു. ആശുപത്രി കിടക്കിലായിരുന്ന ആൽമ ഹോഫ്മാൻ ജൂലിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. നിക്കോൾസൺ കുടുംബത്തിന്റെ 80% ഷെയറും ഡാലിയ നിക്കോൾസന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഡസൻ റൈസ് ആ മരുന്ന് കൊടുക്കുള്ളൂ എന്ന് ജൂലിയനോട് പറഞ്ഞ കാര്യം ജൂലിയൻ ആൽമയോട് പറഞ്ഞപ്പോ ആൽമ ജൂലിയനോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നീ അതൊന്നും ആലോചിക്കണ്ട, എല്ലാ കാര്യങ്ങളും സമ്മതിക്ക്, എല്ലാം ഡസൻ പറയുമ്പോൾ ചെയ്തു കൊടുക്ക്. നമുക്ക് വേണ്ടത് ആ മരുന്നാണ്. ആ മരുന്ന് അടുത്ത 72 മണിക്കൂറിനകത്ത് കഴിക്കാൻ
അവർക്ക് പറ്റിയില്ല എങ്കിൽ അവർ അവസാനിക്കുമെന്ന് അവർക്കറിയാം. സ്വത്തുണ്ടായിരിക്കെ അവർ മരിച്ചുപോയിട്ട് എന്ത് കാര്യം? സ്വത്തല്ല ഇവിടുത്തെ വിഷയം, ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് വിഷയം. ജീവിച്ചിരിക്കാൻ ഡസ്റ്റിന്റെ ആവശ്യത്തിന് വഴങ്ങുന്നതാണ് ബുദ്ധിയെന്ന് ആൽമയ്ക്ക് നന്നായിട്ട് അറിയാം. ആൽമ സമ്മതിച്ചതും ജൂലിയൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, ഞാനത് സമ്മതിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് തയ്യാറാക്കാം. നീ ഹോസ്പിറ്റലിൽ നിന്ന് ഗ്രാൻമയെ ഇവിടെ എത്തിക്കും. ജൂലിയൻ ഹോസ്പിറ്റലിൽ പോയി ആൽമയെ അവിടെ എത്തിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങിയതും ഡസ്റ്റിൻ ജൂലിയോട് പറഞ്ഞു, ജൂലി വേഗം തന്നെ എഗ്രിമെന്റ് തയ്യാറാക്കുക. ഈ സമയത്ത് ഏതാണ്ട് അന്തമിട്ട് നിൽക്കുകയാണ് ജൂലി അംബേഴ്സണും ഫ്ലോറൻസും ഒക്കെ. ജൂലിയും ഫ്ലോറൻസും ഡാലിയും ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്തേക്കുള്ള ഡാലിയൻ നിക്കോൾസന്റെ ആ എൻട്രി, നഷ്ടമായ ആ വേദനയിൽ, വിഷമത്തിൽ, ക്ഷോഭത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഡസ്റ്റിൻ റയസ് ഇപ്പൊ ഇതാ പ്ലേറ്റ് മാറ്റി മറിക്കുന്നത്. ഡസ്റ്റിൻ ആവശ്യപ്പെട്ട അനുസരിച്ച് ജൂലി പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കി. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജൂലിയൻ ആൽമയുമായി അവരുടെ അടുത്ത് വന്നു. സകല ഡോക്യുമെന്റുകളും ആൽമ സൈൻ ചെയ്തതോടുകൂടി ഡസ്റ്റിൻ റയസ് ആ ബോട്ടിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഡസ്റ്റിനോട് യാത്ര പറഞ്ഞ് ആൽമയും ജൂലിയനും അവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ അതുവരെ നിശബ്ദയായിരുന്ന ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്തായി സംഭവം? അവർക്ക് ആവശ്യമായ മരുന്ന് ഡസ്റ്റിന് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ ആ ഹാങ്കിന്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ഹാങ്കിന്റെ കയ്യിൽ നിന്നോ? ഹാങ്കിന് ആ മരുന്ന് എവിടെ നിന്ന് കിട്ടി? ഹാങ്ക് അവർക്ക് വേണ്ടി സ്റ്റോഡിയിൽ നിന്ന് വരുത്തിയതാണ്. ഡസ്റ്റിൻ പറയുന്നത് അവരുടെ തന്നെ മരുന്ന് അവരെ നിന്ന് പിടിച്ചെടുത്തിട്ട് അവരെ ആ മരുന്ന് ഉപയോഗിച്ച് വിരട്ടി കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നാണോ? ഏതാണ്ട് അതുപോലെയൊക്കെ പറയാം. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോ ഫ്ലോറൻസും ജൂലിയും എന്തു പറയണമെന്നറിയാതെ ഡസ്റ്റിൻ റയസിനെ നോക്കുന്ന അതേ നിമിഷത്തിലാണ് ഡസ്റ്റിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഡാലിയ എന്തോ ചോദിക്കാൻ പോയപ്പോഴാണ് ആ ഫോൺ വന്നത്. ഫോൺ വന്നപ്പോ ഡാലിയുടെ ചോദ്യത്തിൽ രക്ഷപ്പെടാൻ കിട്ടിയ അവസരമായിട്ട് ഡസ്റ്റിൻ അതിനെ ഉപയോഗിക്കുകയാണ്. ഡസ്റ്റിൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഫോണിൽ ആദം സ്പാനറാണ്. ഹലോ ബഡി, ഹലോ ബഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡസ്റ്റിൻ ഫോൺ എടുത്തത്. ഫോൺ എടുത്തതും ഡസ്റ്റിനോട് ആദം പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഹേയ് ആദം, നീ പറ, എന്താ സന്തോഷമുള്ള കാര്യം? ഡസ്റ്റിൻ, എന്റെ പെങ്ങളില്ലേ സ്കാർലറ്റ്, അവള് നിന്റെ അടുത്തേക്ക് വരുന്നു. ഡസ്റ്റിൻ റയസിനോട് ആദം സ്പാനർ പറഞ്ഞ കാര്യം കേട്ടതും ഡസ്റ്റിൻ അറിയാതെ തറയിൽ നിന്ന് ചവിട്ടി പോവുകയാണ്. ആദം, നീ എന്ത് പണിയാ കാണിച്ചേ? ഡസ്റ്റിൻ, ക്ഷമിക്കടാ, എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. അവൾ എന്നെ ശരിക്കും ഉപദ്രവിച്ചു. അവളുടെ ഇടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് നിന്നെ ഒറ്റ കൊടുക്കാല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ആദം സ്പാനറെ കാര്യമായി സ്കാർലറ്റ് ഉപദ്രവിച്ചപ്പോ ഡസ്റ്റിനുള്ള പ്ലേസ് അവൻ പറഞ്ഞു പോയതാണ്. ആദം അങ്ങനെ പറഞ്ഞപ്പോ ആദം സ്ഥലത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഡസ്റ്റിൻ ആ നിമിഷത്തിൽ ആദത്തിനെ അടിച്ചു കൊന്നനെ. അത്ര ദേഷ്യമുണ്ട് യഥാർത്ഥത്തിൽ ഡസ്റ്റിന്. ഡസ്റ്റിൻ ദേഷ്യത്തോടുകൂടി ആദം എന്ന് വിളിച്ചതും ആദം ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ ഭൂമിയിൽ ആർക്കെങ്കിലും അവളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. നിന്റെ അടുത്ത് അവൾ പാവം പോലെ നിന്നോളൂ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഒറ്റ കൊടുത്തത്. അങ്ങനെ ആദം പറഞ്ഞതും ഡസ്റ്റിൻ ചീത്ത വിളിക്കാനായിട്ട് വാ തുറന്നതാണ്. ആ നിമിഷത്തിൽ ആദം ഫോൺ കട്ട് ചെയ്തു. ഒരു വശത്ത് നടാഷ ഹാർമൺ, മറുവശത്ത് ഡാലിയ നിക്കോൾസൺ. ആ 2 സുന്ദരിമാരുടെ ഇടയിൽ പെട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഡസ്റ്റിൻ റയസ്. അപ്പോഴാണ് ഇതാ മറ്റൊരു സുന്ദരി കൂടി രംഗത്ത് വരാൻ പോകുന്നത്. ഡസ്റ്റിൻ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. ഫോൺ കട്ടായതും ഡാലിയ ഡസ്റ്റിനോട് എന്തോ സംസാരിക്കാൻ പോയതും വീണ്ടും ഡസ്റ്റിന് ഫോൺ വന്നു. ഇപ്പൊ വിളിച്ചത് അബീഗലാണ്. അബീഗൽ ഡസ്റ്റിനോട് അവൾ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിൽ ഡസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയുടെ യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരിച്ചു. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിൽ ഡസ്റ്റിന് എത്തുമ്പോൾ അബീഗൽ ഡസ്റ്റിനെ കാത്തു നിൽക്കുകയാണ്. ഡസ്റ്റിനെ കണ്ടുടൻ അബീഗൽ ഒരു കവർ ഡസ്റ്റിനെ ഹാൻഡ് ഓവർ ചെയ്തു. സാർ, ഇത് അച്ഛൻ തന്നതാണ്, സാറിന് തരാനായി പറഞ്ഞു. ഡസ്റ്റിൻ ആ കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് ഒരു എഴുത്തുണ്ട്. ആ എഴുത്ത് ഡസ്റ്റിൻ വായിച്ചു. ഡസ്റ്റിൻ, ഞാൻ ഡസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഈ കഥ എഴുതുന്നത്. ഞാൻ കുറെ നാളത്തേക്ക് ഇവിടെ ഉണ്ടായില്ല. അത്രയും നാള് ഡസ്റ്റിൻ അബീഗലിനെ ഒന്ന് സംരക്ഷിക്കണം. ഏകദേശം 1 കൊല്ലത്തോളം ഞാൻ കാണത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സമയത്ത് നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഞാൻ മടങ്ങി വരും. ചിലപ്പോൾ 1 മാസം കഴിയുമ്പോഴും മടങ്ങി വരാൻ സാധ്യതയുണ്ട്. മിഖൈൽ റോബിൻസൺ അയാളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അത്രയും കാലം അബീഗലിനെ ഡസ്റ്റിൻ സംരക്ഷിക്കണമെന്ന് മിഖൈൽ വളരെ വ്യക്തമായിട്ട് തന്നെ അക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. കത്ത് വായിച്ചിട്ട് അബീഗലിനെ തന്നെ നോക്കുന്ന ഡസ്റ്റിനോടായി അബീഗൽ ചോദിച്ചു, സാർ, അച്ഛൻ എന്താ എഴുതിയിരിക്കുന്നത്? അബീഗൽ, സാർ റോബിൻസൺ ഇനി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലെന്നാ പറയുന്നത്. ഞാൻ നിന്നെ നോക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാറിന് കോളിച്ചല്ലോ. പെട്ടെന്നാണ് അബീഗൽ അങ്ങനെ മറുപടി പറഞ്ഞത്. എനിക്കെന്ത് കോളിച്ചെന്ന്?
ഹാ സാർ, എന്നെ പോലൊരു സുന്ദരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചെറിയ സംഭവമൊന്നുമല്ലല്ലോ. എടി നീ ഡസ്റ്റിനെ അങ്ങനെ വിളിക്കുമ്പോഴേക്കും അബിഗൽ ചാടി എണീറ്റ് ഡസ്റ്റിനെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് അകത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. ഡസ്റ്റിൻ റൈസിന്റെ അനുഭവത്തോടുകൂടി അബിഗൽ അന്ന് മുതൽ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിൽ താമസമാക്കി. അടുത്ത 2 ദിവസവും ഡസ്റ്റിൻ അബിഗലിനെ അവളുടെ തന്നെ ഇഷ്ട ഫൈറ്റിംഗ് ഉപകരണം ഉപയോഗിച്ചാണ് പരിശീലിപ്പിച്ചത്. അബിഗലിന് ഇഷ്ടം ബാറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നതും ഡിഫെൻഡ് ചെയ്യുന്നതുമാണ്. ബേസ്ബോൾ ബാറ്റാണ് അവളുടെ ഒരു പ്രധാന ആയുധം. ആ ബേസ്ബോൾ ബാറ്റ് ഏത് ശൈലിയിലേക്ക് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാമെന്ന് ഡസ്റ്റിൻ വളരെ ഭംഗിയായിട്ട് തന്നെ അബിഗലിനെ അടുത്ത ദിവസങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. ഡസ്റ്റിന് ഒരുമാതിരിപ്പെട്ട എല്ലാ ആയുധങ്ങളും നന്നായി ഉപയോഗിക്കാൻ അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഡസ്റ്റിൻ മിക്കവാറും ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഡസ്റ്റിന് വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ അബിഗലിനെ പഠിപ്പിക്കാൻ പറ്റി. 2ാമത്തെ ദിവസം അബിഗലിനെ ഡസ്റ്റിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ റോഡ്രിക് ബ്രൂക്സ് അവിടേക്ക് വരുന്നത്. ബിഗ് ബക്സ് ബ്രൂക്സ് എന്നറിയപ്പെടുന്ന റോഡ്രിക്സ് അവിടേക്ക് വന്നത് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. ഡസ്റ്റിൻ, വളരെ നല്ലൊരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സർ റോഡ്രിക്സ്, എന്താണ് ന്യൂസ്, പറയൂ. ഡസ്റ്റിൻ, നമ്മൾ അന്ന് ഒരു ലോട്ടസിന് വില പറഞ്ഞില്ലേ? അതായത് 900 വർഷം പഴക്കമുള്ള ആ താമര, അന്ന് നമ്മൾ വില പറഞ്ഞതാണല്ലോ. പക്ഷെ 1000 വർഷം പഴക്കമുണ്ടെങ്കിലേ നമുക്ക് ഉപയോഗമുള്ളൂ. ഡസ്റ്റിൻ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോൺറേക്കാരാണ് അത് വാങ്ങിച്ചതെന്ന്. അവരുടെ ഡോക്ടർ ലിൻഡൻ വാട്സൺ അതിനെ 1000 വർഷം പഴക്കമുള്ള ലോട്ടസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. കൃത്രിമമായിട്ട് ആ താമരയുടെ ആയുസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 1000 വർഷം എന്ന് പറയുമ്പോൾ 10ാമത്തെ ഇതള് കൂടി ആ താമരയിൽ വന്നു എന്നാണ്. 10 ഇതളുകളുള്ള പച്ച നിറത്തിലുള്ള ആ താമര അതൊരു അത്ഭുത സംഭവമാണ്. അതിപ്പോ സ്റ്റോൺറേക്കാരുടെ കൈവശം ഇരിക്കുകയാണ്. കഥ കേട്ടപ്പോ ഡസ്റ്റിൻ ബ്രൂക്സിനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഡസ്റ്റിനും റോഡ്രിക് ബ്രൂക്സും കൂടി സംസാരിക്കുമ്പോൾ അബിഗലും അടുത്തിരിക്കുകയായിരുന്നു. അവർ 3 പേരും കൂടി പെട്ടെന്ന് തന്നെ റെഡിയായി സ്റ്റോൺറേ വാലിയിലേക്ക് യാത്ര തിരിച്ചു. റോഡ്രിക്സിന്റെ കാറിലാണ് അവർ സ്റ്റോൺറേ വാലിയിലേക്ക് തിരിച്ചത്. ആ വാലിക്ക് സമീപം എത്തപ്പോൾ തന്നെ ശരിക്കും ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ അങ്ങനെ നിറഞ്ഞു വരികയാണ്. വളരെ മനോഹരമായ കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിവിലൂടെയാണ് യാത്ര. അവർ യാത്ര ചെയ്ത് എത്തിയത് 2 കുന്നിന്റെ നടുക്കാണ്. അവിടെ മുതൽ ഒരു തടാകം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 കുന്നുകൾക്ക് നടുവിലൂടെയുള്ള ആ തടാകത്തിലൂടെയാണ് ഇനി യാത്ര ചെയ്യേണ്ടത്. ആ തടാകം തുടങ്ങുന്നിടത്ത് ഒരു ബുക്കിംഗ് കൗണ്ടറുണ്ട്. അനവധി ആളുകൾ അവിടെ വന്ന് ബുക്ക് ചെയ്തിട്ട് ബോട്ടുകളിൽ ആ തടാകത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും ആളുകൾ ആ തടാകത്തിലൂടെ സ്റ്റോൺറേ വാലിയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്നതും റോഡ്രിക് ബ്രൂക്സ് വിവരം തിരക്കി വന്ന് ഡസ്റ്റിനോട് ആ കാര്യം പറഞ്ഞു. ഡസ്റ്റിൻ, അവിടെ ഒരു ചെറിയ മത്സരം നടക്കാൻ പോവുകയാണ്. മത്സരമോ? അതെ അതെ, അവിടെ ഡോക്ടർ ലിൻഡൻ വാട്കിൻ അദ്ദേഹത്തിന്റെ പുതിയ ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പുതിയ അനുയായിയാകാനായിട്ടാണ് ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നത്. സകലരും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. സ്റ്റോൺറേ വാലിയിലെ ഡോക്ടർ ലിൻഡൻ വാട്കിൻ സകലരും അറിയുന്ന, സകലരും ബഹുമാനിക്കുന്ന ഒരു വിദഗ്ധനായ ഡോക്ടറാണ്. ആ ഡോക്ടർക്കൊപ്പം അല്ലെങ്കിൽ ഡോക്ടറുടെ ശിഷ്യനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അങ്ങനെ ഒരു അവസരം വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയിരിക്കുന്നത്. കാര്യം കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം. ഡസ്റ്റിൻ റൈസ് ഉടൻ തന്നെ പേര് രജിസ്റ്റർ ചെയ്തു. ഡസ്റ്റിനും അബിഗലും റോഡ്രിക്സും കൂടി ഒരു ബോട്ടിൽ ആ തടാകം കടന്ന് സ്റ്റോൺറേ വാലിക്കാരുടെ ആ കോമ്പൗണ്ടിൽ വന്നു. ആ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അബിഗലും ഡസ്റ്റിനും റോഡ്രിക്സും ഒക്കെ 2 ഭാഗത്തുള്ള മലകൾ ശരിക്കും കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. മനോഹരമായ ആ മലകൾക്കിടയിലൂടെ നീല നിറത്തിലുള്ള ആ തടാകം ശരിക്കും ശാന്തമായി നിശ്ചലമായി കിടക്കുകയാണ്. ആ തടാകം കടന്ന് അവർ സ്റ്റോൺറേ വാലിക്കാരുടെ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ അവിടെ എത്തിയിരിക്കുകയാണ്. ആണും പെണ്ണുമായി ഒരു വൻ ആൾക്കൂട്ടമാണ് അവിടെ എത്തിയിരിക്കുന്നത്. റോഡ്രിക്സും ഡസ്റ്റിനും അബിഗലും ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി സ്റ്റോൺറേ വാലിയിലെ ആ മീറ്റിംഗ് പ്ലേസിലേക്ക് കടക്കുകയാണ്. മീറ്റിംഗ് പ്ലേസിലേക്ക് അവർ കടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരിയും അങ്ങോട്ട് കടന്നു വന്നു. ആ ചെറുപ്പക്കാരിയും കടന്നു വരുന്ന കണ്ടതും മറ്റാളുകൾ 2 വശത്തേക്കായി മാറിക്കൊടുക്കുകയാണ്. സുമുഖനായ ചെറുപ്പക്കാരിയും നടന്ന് മുന്നോട്ട് വരുമ്പോൾ അവിടെ തൊട്ടു മുമ്പിൽ ഡസ്റ്റിനും അബിഗലും റോഡ്രിക്സ് നിൽക്കുകയാണ്. അവർ മാത്രം വഴിമാറിയില്ല. ഏയ് വഴിമാറ! ശബ്ദം കേട്ട് ഡസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സുന്ദരന്റെ സുന്ദരി നിൽക്കുകയാണ്. അവര് ഡസ്റ്റിനോട് പറഞ്ഞു, വഴിമാറാനോ? എന്തിനാ? ഏയ് ഞങ്ങൾ ആരെന്ന് മനസ്സിലായില്ലേ?
നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല വിഷയം. വഴി മാറണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദ്യം. ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ വഴിമാറി തരും. ഓഹ് അങ്ങനെയാണോ? പക്ഷെ ഞങ്ങൾക്കുള്ളൊരു കുഴപ്പം, ഞങ്ങൾ ആർക്കും വഴിമാറില്ലെന്നുള്ളതാണ്. ഡസൻ റൈസിന്റെ ആ വാചകം കേട്ടുകൊണ്ടാണ് മറ്റു ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് വന്നത്. അവർ ഉറക്കെ ഡസ്റ്റോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ആരെന്ന് വിചാരിച്ചാ സംസാരിക്കുന്നത്? ഇതാരെന്നറിയാവോ? ഇതാണ് സ്റ്റോഡിയിലെ കിളിയൻ കുടുംബത്തിലെ മിരിഡ, അറിയപ്പെടുന്ന ഡോക്ടറാണ്. ഇത് ശ്രീ പീറ്റേഴ്സൺ, അദ്ദേഹം സ്റ്റോണിയിൽ നിന്നാണ്. ഇവർ രണ്ടുപേരും സ്ട്രാഫോർഡിലെ വിദ്യാർത്ഥികളാണ്. സ്റ്റോണിയയിലെ സ്ട്രാഫോർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒരു വല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രധാന ഡോക്ടറുടെ ശിഷ്യന്മാരാണ് അവർ രണ്ടുപേരും, പീറ്റേഴ്സണും അതുപോലെ മിരിഡയും. മിരിഡയാണെങ്കിൽ സ്റ്റോണിയയിലെ അറിയപ്പെടുന്ന കിളിയൻ കുടുംബത്തിലെ അംഗവുമാണ്. ആ രണ്ടുപേർക്ക് വേണ്ടിയാണ് ബാക്കിയുള്ളവർ വഴിമാറുന്നത്. ആൾക്കൂട്ടം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റൻ അവരോട് പറഞ്ഞു, നോക്ക്, ഇവിടെ ഞാനും നിങ്ങളും ഇവരും ഒക്കെ രജിസ്റ്റർ ചെയ്ത് വന്നവരാണ്. ഇവിടെ എന്തോ മത്സരം നടക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. മത്സരത്തിൽ വിജയിക്കുന്നവർക്കാണ് ഇവിടുത്തെ അഡ്മിഷൻ ലഭിക്കുക എന്നും നോട്ടീസിലുണ്ട്. അതാണ് നിയമം. അവിടെ ഏതെങ്കിലും കുടുംബത്തിന്റെ പേര് പറഞ്ഞ് അഡ്മിഷൻ പിടിക്കുന്നത് നല്ല പ്രവണതയല്ല. കഴിവുണ്ടെങ്കിൽ അഡ്മിഷൻ നേടട്ടെ. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ മിരിഡയ്ക്കും പീറ്റേഴ്സനും കൊണ്ടു. അവർ സ്റ്റോണിയിലുള്ള വലിയ സംഭവമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് കയറാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് അവർക്കുണ്ടായി. ചിരിച്ചുകൊണ്ട് മിരിഡ ഡസ്റ്റനോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ആരെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സ്വന്തം കഴിവിൽ വിജയിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ മിരിഡ പറഞ്ഞതും ചോൺട്രെ വാലിയിലെ ഒരു ആള് അങ്ങോട്ട് വന്നു. അയാൾ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, സൈലൻസ്. ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് ആ ഹാളങ്ങ് നിശബ്ദമായി. നിങ്ങൾ എല്ലാവരും ഡോക്ടർ ലിൻഡന് കീഴിൽ പരിശീലിക്കാനാണ് വന്നതെന്ന് എനിക്കറിയാം. നിങ്ങളിൽ നിന്ന് ഒരാളെ മാത്രമേ ഇന്ന് സെലക്ട് ചെയ്യത്തുള്ളൂ. ആ ആളെ തീരുമാനിക്കാനായി ഞങ്ങൾ 3 ചെറിയ മത്സരങ്ങൾ നടത്തും. ചെറിയ മത്സരമാണ് നടത്താൻ പോകുന്നതെന്ന് അയാൾ പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളിലും ഒരു സന്തോഷം ഉണ്ടായി. എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി കണ്ടതും അയാൾ പറഞ്ഞു, ആദ്യത്തെ മത്സരം ഉടൻ ആരംഭിക്കും. പിന്നെ 1ാമത്തെ മത്സരത്തിൽ തോക്കുന്ന ആൾക്കാർക്ക് 2ാമത്തെ മത്സരത്തിലേക്ക് പ്രവേശനമില്ല. മത്സരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ആ ഹാളിന്റെ ഇടതുഭാഗത്തുള്ള സന്ദർശക ഗാലറിയിലേക്ക് നീങ്ങണം. അബിഗലും ബ്രൂക്സും സന്ദർശക ഗാലറിയിലേക്ക് മാറി. അവർക്കൊപ്പം വേറെ അനവധി ആളുകളുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകൾ മാത്രം ആ ഹാളിൽ നിരന്ന് നിൽക്കുന്ന കണ്ടതും അനൗൺസ് ചെയ്യുന്ന ആള് ഉറക്കെ മത്സരത്തിന്റെ സ്വഭാവം പറഞ്ഞു. ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മരുന്ന് കഴിക്കാനായി തരും. നിങ്ങൾ ആ മരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം 30 മിനിറ്റ് സമയമുണ്ട്. 30 മിനിറ്റിനകത്ത് നിങ്ങൾ ആ മരുന്നിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പേപ്പറിലേക്ക് എഴുതണം. എല്ലാ ടേബിളിലും ഒരു പേപ്പറും പേനയും വെച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ സ്വഭാവം കേട്ടപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു. ഒരു മരുന്ന് രുചിച്ചു നോക്കിയിട്ട് ആ മരുന്നിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അവർ മത്സരിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റത്തില്ല. പെട്ടെന്ന് ആ മത്സരാർത്ഥികളുടെ അടുത്തേക്ക് സ്റ്റോൺട്രെ വാലിയിലെ വോളണ്ടിയേഴ്സ് ഒരു പാത്രവുമായി എത്തി. ആ പാത്രത്തിനകത്ത് ചെറിയ ബോട്ടിലുകളുണ്ട്. ഗ്ലാസ് ബോട്ടിലുകളാണ്. ആ ബോട്ടിലുകളുടെ പുറത്ത് ലേബലൊന്നുമില്ല. ആ ബോട്ടിലിനകത്ത് മരുന്നുണ്ട്. എല്ലാ കുപ്പിയിലുമുള്ളത് ഒരേ മരുന്നാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. എല്ലാ മത്സരാർത്ഥികൾക്കും പെട്ടെന്ന് തന്നെ ഓരോ കുപ്പി വീതം കിട്ടി. എല്ലാവരുടെ കയ്യിലും കുപ്പി ആയതും മത്സരം ആരംഭിക്കാനുള്ള വിസിൽ മുഴങ്ങി. വിസിൽ മുഴങ്ങിയ ആ നിമിഷത്തിൽ ഓരോരുത്തരും കുപ്പി തുറന്ന് അകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് വിരൽ കൊണ്ട് എടുത്ത് പതുക്കെ നാക്കിൽ വെച്ച് രുചിച്ചു നോക്കുകയാണ്. ഒരു തവണ രുചിച്ചു നോക്കിയ പീറ്റേഴ്സൺ അല്പം കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. 2ാമത് നോക്കിയതിനു ശേഷം അയാൾ പിന്നെയും സംശയം തോന്നി ഒന്നുകൂടെ നോക്കുകയാണ്. 3 തവണ അയാൾ നാക്കിലേക്ക് ആ പദാർത്ഥം വെച്ച് കഴിഞ്ഞതും അയാൾക്ക് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മനസ്സിലായെന്ന് അയാളുടെ മുഖം വിളിച്ചു പറയുകയാണ്. അയാൾ ഉടൻ തന്നെ അയാളുടെ മുൻവശത്തുള്ള പേപ്പറിലേക്ക് അതിനകത്തുള്ള വിഭവങ്ങൾ ഒന്നൊന്നായി എഴുതി. 10 ഐറ്റംസാണ് അയാൾ എഴുതിയത്. അയാൾ അത് എഴുതി തന്നപ്പോൾ സമയം 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അയാൾ കൈ ഉയർത്തി. ആ പരീക്ഷയ്ക്ക് മേലോട്ട് വയ്ക്കുന്ന ആള് ഉടൻ തന്നെ അയാളുടെ അടുത്തേക്ക് വന്നു. സാർ, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഇൻവിജിലേറ്റർ ആ പേപ്പർ വാങ്ങിച്ച് നോക്കിയപ്പോൾ ശരിക്കും അയാളുടെ മുഖത്ത് വല്ലാത്ത അതിശയം വരികയാണ്. ഹലോ മിസ്റ്റർ പീറ്റേഴ്സൺ, നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്.
ഏതാനും മിനിറ്റൂടെ കഴിഞ്ഞതും മെറിഡയും അവളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു. അവളും പാസ്ഔട്ടായി. മെറിഡയും പെറ്റേഴ്സനും പാസ്ഔട്ട് ആയപ്പോൾ അവർ രണ്ടുപേരും കൗതുകത്തോടെ ഡസ്റ്റൻ നോക്കുകയാണ്. ഡസ്റ്റൻ ഒന്നും എഴുതാതെ നിൽക്കുകയാണ്. ഹേയ്, ഇവന് നമ്മളുടെ വാചോടിക്കാൻ മാത്രമേ അറിയാവൂ തോന്നുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിലെ പദാർത്ഥങ്ങളെന്ന് അവന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനിടയിൽ പലരും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്, ചിലരൊക്കെ പരാജയപ്പെട്ടു എന്ന് ആ ഇൻവിജിലേറ്റർ അപ്പോൾ തന്നെ പറയുകയാണ്. 10 ഐറ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ 10 മാർക്ക് പോകും. 70 മാർക്കെങ്കിലും കിട്ടിയാലേ വിജയിക്കത്തുള്ളൂ. 3 എണ്ണം തെറ്റിയാലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റും. 4 അതിൽ കൂടുതൽ തെറ്റിയാൽ അയാൾ പരാജയപ്പെടും. 4-ൽ കൂടുതൽ ഐറ്റംസ് തെറ്റിയ ആളുകളാണ് ഇതിൽ നിന്ന് ഔട്ടായത്. പെട്ടെന്ന് ഡസ്റ്റൻ അയാളുടെ പേപ്പറിൽ കുറെ കാര്യങ്ങൾ എഴുതി. ഇൻവിജിലേറ്റർ ഡസ്റ്റിന് അടുത്ത് വന്നു. ആ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. എന്തിനാ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് 0 മാർക്കേ ഉള്ളൂ. 0 മാർക്കോ? അതെന്താ? നിങ്ങൾ തെറ്റായ ഒരു വിഭവം അതിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് 0 മാർക്കായത്. ഹലോ സാർ, നിങ്ങൾ അനൗൺസ് ചെയ്തത് അങ്ങനെയല്ലല്ലോ. ഒരെണ്ണം തെറ്റിയാൽ 10 മാർക്ക് കുറയ്ക്കുമെന്നല്ലേ? ഞാൻ അതിനകത്തുള്ള എല്ലാ വിഭവങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഒരെണ്ണം തെറ്റിപ്പോയ സ്ഥിതിക്ക് 10 മാർക്കല്ലേ കുറയ്ക്കാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു പദാർത്ഥം അഡീഷണലായി എഴുതിയിട്ടുണ്ട്. ആ പദാർത്ഥം സാധാരണഗതിയിൽ ഒരു ഡോക്ടറും എഴുതാൻ പാടില്ലാത്തതാണ്. ഇൻവിജിലേറ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധ ഡസ്റ്റനിലേക്കും ഇൻവിജിലേറ്ററിലേക്കും വന്നു. ആ മരുന്ന് പരിശോധിച്ച് എഴുതാൻ കഴിയുന്ന ആളുകളെല്ലാം എഴുതി കഴിഞ്ഞത് കൊണ്ട് തന്നെ ചിലരൊക്കെ അകത്തും കുറെ പേരൊക്കെ പുറത്തുമായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഡസ്റ്റിനോട് ഇൻവിജിലേറ്റർ അങ്ങനെ പറയുന്നത്. സാർ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് പദാർത്ഥം അധികം എഴുതിയെന്നാണ്? നിങ്ങൾ അക്കോറൈറ്റ് എന്ന് എഴുതിയില്ലേ? അതെ, അക്കോറൈറ്റ് എന്ന് എഴുതി. അക്കോറൈറ്റ് അതിലുണ്ട്. അക്കോറൈറ്റ് അതിനകത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്. സാർ, ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 മാർക്കല്ലേ കുറയ്ക്കാവൂ. ഹലോ മിസ്റ്റർ, അക്യുറേറ്റ് ഒരു വിഷമാണ്. വിഷം ഈ മരുന്നിന്റെ ഭാഗമായാൽ സ്വാഭാവികമായിട്ടും പേഷ്യന്റ് മരിച്ചു പോയില്ലേ? ഒരു വിഷം ഇതിനകത്ത് ഉണ്ടെന്ന് എഴുതുമ്പോൾ നിങ്ങൾ ബേസിക് ഡോക്ടർ അല്ല എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഡസ്റ്റിനോട് ആ ഇൻവിജിലേറ്റർ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ രുചിച്ചു നോക്കി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ മരുന്നിൽ അക്കോറൈറ്റ് ഉണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഇത് സ്റ്റോൺറേ വാലിയുടെ എക്സാമിനേഷൻ നടക്കുന്ന സ്ഥലമാണ്. സ്റ്റോൺറേ വാലിയിലെ ആളുകൾ പഠിതാക്കൾക്ക് അല്ലെങ്കിൽ എക്സാമിനേഷൻ വന്ന ആൾക്കാർക്ക് വിഷം കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഡസ്റ്റിനോട് ആ ഇൻവിജിലേറ്റർ അങ്ങനെ ചോദിച്ചപ്പോൾ ഡസ്റ്റിൻ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബോട്ടിലിൽ വിഷമുണ്ട്. ഡസൻ ഡേയ്സ് അങ്ങനെ തീർത്ത് പറഞ്ഞതും ആ പരീക്ഷയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും മുഖമൊന്ന് വിവരണമായി. അക്കോറൈറ്റ് ശരിക്കും മാരകമായ വിഷമായി രൂപം മാറാൻ സാധ്യതയുള്ളൊരു സംവിധാനമാണ്. അക്കോറൈറ്റിനൊപ്പം ആ മരുന്നിലുള്ള ബാക്കി സാധനങ്ങൾ കൂടിച്ചേരുമ്പോൾ കൂടിയ വിഷമാവും. ആ വിഷം കുഴപ്പം പിടിച്ച ഒന്നാണെന്ന് പലർക്കും അറിയാം, പക്ഷെ ക്ലാരിറ്റി അവർക്ക് ഉണ്ടായില്ല. പക്ഷെ സ്റ്റോൺറേ വാലിയിലെ ആ വലിയ മെഡിക്കൽ സ്ഥാപനം അങ്ങനെ വിഷം അവിടെ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശരി ഏത് തെറ്റേതെന്ന് അറിയാതെ ആളുകൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ഡോക്ടർ ലിൻഡൻ വാട്കിൻ എണീറ്റു. അതുവരെ ലിൻഡൻ വാട്കിൻ അദ്ദേഹത്തിന്റെ കസേരയിൽ ഈ കഥകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ലിൻഡൻ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, ഹലോ ഡോക്ടർ ഷൈൻ, അയാൾ പറഞ്ഞത് ശരിയാണ്. സാർ, അതെ ഡോക്ടർ ഷൈൻ, ഞാൻ അക്യുറേറ്റ് എല്ലാ ബോട്ടിലും ചേർത്തിരുന്നു. സാർ, അത് വിഷമല്ലേ സാർ? ആളുകളൊക്കെ മരിച്ചുപോയില്ലേ? അതെ, മരിച്ചു. ഈ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവർ പിന്നെ ജീവിച്ചിരുന്നത് എന്താ കാര്യം? ഡോക്ടർ ലിൻഡൻ വാട്കിന്റെ ആ വാചകം കേട്ടതും ആ ഹാളിൽ എക്സാമിനേഷന് പങ്കെടുത്ത കുട്ടികളൊക്കെ വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥരാവുകയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരോടൊപ്പം വന്ന ആളുകൾ ഒരുപാട് പേര് സന്ദർശക ഗാലറിയിലുണ്ട്. സകലരും വാ പൊളിച്ച് ഡോക്ടർ ലിൻഡനെ തന്നെ നോക്കുകയാണ്. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ആ ഹാളിനകത്ത് എക്സാമിനേഷൻ പങ്കെടുക്കുന്നത്. സകലരുടെയും അമ്പരപ്പ് ശബ്ദമായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നതും ലിൻഡൻ ഉറക്കെ മൈക്കിലൂടെ അവരോട് പറഞ്ഞു, ഈ എക്സാമിനേഷനിൽ പരാജയപ്പെട്ട ആളുകൾ പുറത്ത് കൗണ്ടറിൽ ചെന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന മറുമരുന്ന് വാങ്ങിച്ച് ഉടൻ തന്നെ കഴിക്കുക. ബാക്കിയുള്ള ആൾക്കാർക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. നിങ്ങളുടെ മുന്നിൽ 30 മിനിറ്റ് സമയമുണ്ട്. 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കഴിച്ച വിഷത്തിന്റെ
പ്രതിവിഷം നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് മത്സരം. നിങ്ങൾ കഴിച്ച വിഷത്തിന് പ്രതിവിഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മത്സരത്തിൽ പിന്മാറാം. നിങ്ങൾക്ക് കൗണ്ടറിൽ ചെല്ലാം, അവിടെ പ്രതിവിഷം വാങ്ങിക്കാം, കഴിക്കാം. നിങ്ങൾ സേഫ് ആവും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത ഹാളിലേക്ക് കടക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ലിൻഡൻ ഡസ്റ്റിനോട് പറഞ്ഞു, നിങ്ങളും സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ലിൻഡൻ പറഞ്ഞതും ആ ഹാളിനെയും അടുത്ത ഹാളിനെയും തമ്മിൽ മറച്ചിരുന്ന ഒരു മതില് പെട്ടെന്ന് അങ്ങ് ഒഴുകി മാറുകയാണ്. ശരിക്കും തടി കൊണ്ടുള്ള ഒരു മതില് രണ്ട് വശത്തായി കട്ടം മാറുമ്പോൾ അങ്ങ് മാറി. ആ മതില് രണ്ട് ഭാഗത്തേക്ക് അങ്ങ് മാറിയതും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കാണുന്നത്. ഒരു അടിപൊളി ലാബ് അവിടെ മുന്നിലുണ്ട്. 40 ആളുകൾക്ക് സുഖമായിട്ട് മരുന്നുകൾ ഉണ്ടാക്കാനുള്ള ഫർണസുകൾ അവിടെ ഉണ്ട്. 40 കൊച്ചു ഫർണസുകൾ ഉണ്ടെന്ന് അർത്ഥം. മരുന്നുകളുടെ വൻ ശേഖരം അവിടെ ഷെൽഫുകളിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. റാ മെറ്റീരിയൽസ് വേറെ സൈഡിലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ഇനത്തിലുള്ള ചെടികളും അവിടെ ഉണ്ട്. എല്ലാ ഇനത്തിലുള്ള വേരുകളുമുണ്ട്, കെമിക്കലുകളുണ്ട്, ഫർണസും അതിനോടനുബന്ധിച്ച് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആ ലാബിലേക്ക് കടന്ന് മരുന്നുണ്ടാക്കി സ്വന്തം ജീവൻ രക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അകത്തേക്ക് കടക്കാന്ന് പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ അകത്തേക്ക് കടന്നു. ഡസ്റ്റിനൊപ്പം മെറിഡയും പൈറ്റേഴ്സനും കടന്നു. വേറെയും ചില ആളുകൾ കടന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്നിച്ച് പുറത്തേക്ക് ഓടി കൗണ്ടർ നേരെ ചെല്ലുകയാണ്. അവർക്ക് അവരുടെ ലൈഫാണ് പ്രധാനം. ഡോക്ടർ ലിൻഡന്റെ ശിഷ്യനാകുക എന്നുള്ളതല്ല. കൗണ്ടറിൽ ചെന്ന ആ കുട്ടികൾ പ്രതിവിഷം വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം അവരൊക്കെ സന്ദർശക ഗാലറിയിലും ആ ഹാളിലുമായി അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഓരോ മേശയുടെ അടുത്തുമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. മരുന്ന് ഉണ്ടാക്കാനായി കയറിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കി എഴുതിയവരാണ്. അവരെ എഴുതാൻ വിട്ടുപോയത് അക്രലൈറ്റ് ആണ്. അത് ഡസ്റ്റിനേഴ്സ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം 10 ഐറ്റം അല്ല 11 ഐറ്റം ആ മരുന്നിലുണ്ടായിരുന്നു. അതിലൊന്ന് അക്രലൈറ്റ് ആണ്. പ്രതിവിഷമായി അവരുണ്ടാക്കുന്ന മരുന്നിനെ വിളിക്കുന്ന പേര് ക്യൂറാക്സ് എന്നാണ്. അവരുണ്ടാക്കേണ്ടത് ക്യൂറാക്സ് ആണ്. ക്യൂറാക്സ് ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് ആ മത്സരാർത്ഥികൾ കടന്ന് കൃത്യം 7 മിനിറ്റ് ആയപ്പോൾ ഒരു ഫർണസ് പൊട്ടിത്തെറിച്ചു. വൻ സ്ഫോടനത്തോടുകൂടി ഫർണസ് പൊട്ടിത്തെറിച്ചതും അതിൽ നിന്നുള്ള തീയും മറ്റുമൊക്കെ ആ മത്സരാർത്ഥിയുടെ പുറത്തേക്ക് വീണു. ശരിക്കും അയാൾ കത്തിപ്പടരുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സംഘാടകർ അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി. അകത്തുള്ള ആളുകളും പുറത്ത് ഈ കാഴ്ച കാണുന്നവരും സന്ദർശക ഗാലറിയിലുള്ള ആളുകളും ഒക്കെ ഞെട്ടിപ്പോയ നിമിഷമാണ്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഫർണസ് പൊട്ടി. അതും ആ ഫർണസിനടുത്ത് ആളെ പരിക്കേൽപ്പിക്കുന്ന ശൈലില പൊട്ടിയത്. ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ 8 ഫർണസാണ് പൊട്ടിത്തെറിച്ചത്. 8 പേർ അങ്ങനെ ആ മത്സരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഫർണസ് എങ്ങനെ കൃത്യമായി പ്രവർത്തിപ്പിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഫർണസ് പൊട്ടിത്തെറിക്കുന്നെന്നുള്ള ഒരു സംസാരം പതുക്കെ പതുക്കെ ആളുകളുടെ ഇടയിലേക്ക് പടർന്നു വരികയാണ്. ഈ സമയത്ത് പ്രിസ്റ്റൺ പെട്ടെന്ന് കൈ ഉയർത്തി. പ്രിസ്റ്റൺ കൈ ഉയർത്തിയതും ഇൻവിജിലേറ്റർ പ്രിസ്റ്റൺ അടുത്തേക്ക് വന്നു. ചുവന്ന നിറത്തുള്ള ഒരു ടാബ്ലറ്റ് അയാളുടെ ചെറിയ ഗ്ലാസ് പ്ലേറ്റിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. സർ, ഇതാണ് മരുന്ന്. ഗ്ലാസ് പ്ലേറ്റിൽ ഇരിക്കുന്ന ആ ചുവന്ന ഗുളിക തിരിച്ചു മറിച്ചു നോക്കിയ ആ ഇൻവിജിലേറ്റർ ആ ഗുളിയുമായി നേരെ അവിടുത്തെ സീനിയേഴ്സിന് അടുത്തേക്ക് വന്നു. ഡോക്ടർ ലിൻഡൻ വാട്കിൻസിന്റെ ഇരുപുറത്തുമായി സീനിയർ ഡോക്ടേഴ്സ് നിരന്നിരിക്കുകയാണ്. അവരെ ആ ഗുളിക കാണിച്ചു. ആ ഗുളിക മണത്തു നോക്കിയും കയ്യിലെടുത്തു നോക്കിയും അല്പസമയം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇത് ക്യൂറക്സ് ആണ്. രണ്ടാമത്തെ മത്സരത്തിൽ വിജയിയായ ആദ്യത്തെ ആള് ഡോക്ടർ പീറ്റേഴ്സൺ ആണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ മിരിഡ കിളിയനും അവളുടെ ടാബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തു. അവളും ആ ചുവപ്പ് നിറത്തിലുള്ള ക്യൂറക്സ് ഉണ്ടാക്കിയെടുത്തു. ഈ സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് 1-2 ആളുകളിലൂടെയൊക്കെ വിജയിക്കുന്നുണ്ട്. മെറിഡയെയും അതുപോലെ പെറ്റേഴ്സന്റെ ശ്രദ്ധ ഡസ്റ്റിൻ ഡൈസിലാണ്. ഡസ്റ്റിനെ വേറെ ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ഡോക്ടർ ലിൻഡൻ വാട്കിനും ഡസ്റ്റിനെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. നേരത്തെ ലിൻഡൻ രഹസ്യമായി ചേർത്തിരുന്ന ഇൻഗ്രീഡിയന്റ് കണ്ടുപിടിച്ച ഏക ആള് ഡസ്റ്റിനാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിനെ കൗതുകത്തോടെ ഡോക്ടർ ലിൻഡൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡസ്റ്റിന്റെ ഫർണസ് പൊട്ടിത്തെറിച്ചു. ഡസ്റ്റിന്റെ ഫർണസ് പൊട്ടിത്തെറിച്ചപ്പോ അതുവരെ ഡസ്റ്റിനെ അല്പം ബഹുമാനത്തോടെ കണ്ട സന്ദർശകർ പലരും അമ്പരപ്പോടെ ഡസ്റ്റിനെ നോക്കുകയാണ്. ഫർണസ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡസ്റ്റിൻ മത്സരത്തിൽ നിന്ന് പുറത്തായി എന്നാണ്. സ്വാഭാവികമായിട്ട് മിരിഡയുടെയും പെറ്റേഴ്സിന്റെ മുഖം അങ്ങ് വികസിക്കുകയാണ്. ഇൻവിജിലേറ്റർക്കും ഒരു സന്തോഷം.
അയാൾക്ക് നേരത്തെ ഡസ്റ്റൻ അയാളെ പറഞ്ഞു തോപ്പിച്ചത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ഡസ്റ്റനോട് പറഞ്ഞു, ഏയ് ഫർണസ് പോലും ശരിയായി ഉപയോഗിക്കാൻ അറിയില്ലേ, നിങ്ങൾ ഔട്ടായി. അങ്ങനെ ഡസ്റ്റനോട് പറഞ്ഞതും ഡസ്റ്റൻ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, ഞാൻ ഔട്ടായെന്നോ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഫർണസ് പൊട്ടിയില്ലേ? അല്ല, ഫർണസിലായിരുന്നില്ലല്ലോ മത്സരം, ഒരു പ്രതിപക്ഷം ഉണ്ടാക്കുന്നതല്ലായിരുന്ന മത്സരം. അതെ, അതാണ് ഫർണസ് പൊട്ടിയില്ല, പിന്നെ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ഉണ്ടാക്കിയല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റൻ ഒരു സ്റ്റീൽ തവി ഉപയോഗിച്ച് ആ ഫർണസ് പതുക്കെ തട്ടി ഇളക്കുകയാണ്. ശരിക്കും നന്നായി ചൂട് പിടിച്ച് കത്തി നിൽക്കുന്ന ആ ഫർണസിന്റെ ഇടയിൽ നിന്ന് ഡസ്റ്റൻ ഒരു ഗുളിക പതുക്കെ പുറത്തെടുത്തു. നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ഗുളിക. നേരത്തെ പെറ്റേഴ്സനും മിരിഡയും വേറെ 3-4 ആളുകളും ഉണ്ടാക്കിയെടുത്ത ഗുളികകളെക്കാൾ കുറെ കൂടി ചുവപ്പ് ഡസ്റ്റൻ ഉണ്ടാക്കിയ ഗുളികയിലുണ്ട്. അമ്പരപ്പിക്കുന്ന ശൈലിയിൽ കടും ചുവപ്പാണ് ആ ഗുളികയ്ക്ക്. അത് കണ്ടതും ഇൻവിജിലേറ്റർ ഡസ്റ്റനോട് പറഞ്ഞു, ഇത് വേണ്ട നിലവാരമില്ലല്ലോ സാർ, അങ്ങ് ഒന്ന് പരിശോധിക്കണം. പരിശോധിക്കാനൊന്നുമില്ല, ഒറ്റനൂറിൽ കണ്ടൂടെ? ഇതൊരുമാതിരി കറുത്തിട്ടില്ല ഇരിക്കുന്ന, നല്ല കടും ചുവപ്പായപ്പോ ചുറ്റുമുള്ള വസ്തുക്കളുടെ പ്രതിഫലനം കൊണ്ടാവാം ലേശം കറുത്തിട്ടാണ് ഇൻവിജിലേറ്റർക്ക് അത് തോന്നിയത്. ഇൻവിജിലേറ്റർ ഡസ്റ്റന്റെ ആ ഗുളിക കൊള്ളില്ല എന്ന് പറഞ്ഞതും ഡോക്ടർ ലിൻഡൻ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, അതിക്ക് കൊണ്ടുപോവാ. ഇൻവിജിലേറ്റർ ഡസ്റ്റൻ നിർമ്മിച്ച ആ ടാബ്ലറ്റ് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഡോക്ടർ ലിൻഡന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ ലിൻഡൻ ആ ടാബ്ലറ്റ് വാങ്ങിച്ച് തിരിച്ചു മറിച്ച് നോക്കുകയാണ്. നല്ല ചൂടുണ്ട് ആ ടാബ്ലറ്റിന്. ആ സമയത്ത് വളരെ ശ്രദ്ധിച്ചാണ് ആ ടാബ്ലറ്റ് പരിശോധിക്കുന്നത്. ആ ടാബ്ലറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ലിൻഡന്റെ മുഖം വല്ലാതെ വികസിച്ചു വരികയാണ്. ഈ സമയത്ത് ലിൻഡന്റെ ഇരുപുറത്തും ഇരിക്കുകയായിരുന്ന സീനിയർ ഡോക്ടേഴ്സും ആ ടാബ്ലറ്റ് പരിശോധിച്ചു തുടങ്ങി. പരിശോധന കഴിഞ്ഞതും സകലരും ഒന്നിച്ചു പറഞ്ഞു, ഇത് സൂപ്പർ ഗ്രേഡ് ക്യൂറാക്സ് ആണ്. ബാക്കി ആളുകളൊക്കെ ഉണ്ടാക്കിയത് സാധാരണ ക്യൂറാക്സ് ആണെങ്കിൽ ഡസൻ റൈസ് ഉണ്ടാക്കിയത് സൂപ്പർ ഗ്രേഡ് ക്യൂറാക്സ് ആണ്. കൗതുകത്തോടെ ആ ടാബ്ലറ്റ് വീണ്ടും പരിശോധിച്ചിട്ട് ഡോക്ടർ ലിൻഡൻ ഡസ്റ്റനോട് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ ഉപയോഗിച്ചത്? ഡസൻ അയാൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞപ്പോ മിറിഡയും പെറ്റേഴ്സനും ഇൻവിജിലേറ്ററും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒന്ന് ഞെട്ടി. അവര് പ്രതിപക്ഷം ഉണ്ടാക്കാനായി ഉപയോഗിച്ചതിനേക്കാൾ 3 എണ്ണം കൂടി ഡസൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ 3 എണ്ണത്തിന്റെ സാങ്കത്യമാണ് അവർക്ക് മനസ്സിലാവാത്തത്. അതിൽ ഒരെണ്ണം തേനാണ്, ചെറുതേൻ. ചെറുതേനും ഈ ഗുളിയും തമ്മിൽ എന്ത് ബന്ധം? അതാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻസ് ഡസ്റ്റനോട് ചോദിച്ചു, ഹലോ, നിങ്ങൾ 3 ഇൻഗ്രീഡിയന്റ് അധികമായിട്ട് ഉപയോഗിക്കാൻ എന്താണ് കാരണം? സാർ, ഇത് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. സാർ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിവിഷം നമ്മുടെ വിഷത്തെ നിർവീര്യമാക്കുന്നതോടൊപ്പം നമുക്ക് കുറച്ചുകൂടി കരുത്ത് നേടിത്തരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുപോലൊരു വിഷം നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പോൾ ശരീരം അപ്പം തന്നെ ആ വിഷത്തെ പുറന്തള്ളണം. അങ്ങനെ ആവണം പ്രതിവിഷം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ചില വിഭവങ്ങൾ ചേർത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെറുതേനാണ്. ചെറുതേൻ ഈ വിഷവുമായി ചേരുമ്പോൾ ശരിക്കും നല്ല പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനുണ്ടാക്കും. ഡസൻ റൈസ് അയാൾ ഉണ്ടാക്കിയ മരുന്നിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് ഡോക്ടർ ലിൻഡൻ ഉണ്ട്. ആ അത്ഭുതം നിലനിൽക്കെ തന്നെ ലിൻഡൻ ഡസ്റ്റിനെയും മിരിഡയും പെറ്റേഴ്സിനെയും നേരത്തെ ഗുളികൾ ശരിയാക്കി ഉണ്ടാക്കിയ ഒരു 4 പേരെ കൂടി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഇപ്പോ 7 പേരാണ് 3ാമത്തെ റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്ന ആ കോമ്പറ്റീഷനാണ് 7 പേരായി ചുരുങ്ങിയിരിക്കുന്നത്. 7 പേരുള്ള ആ ടീമിനോടായി ഇൻവിജിലേറ്റർ പറഞ്ഞു, ഇവിടെ ഇന്നലെ ഒരു രോഗി വന്നിട്ടുണ്ട്. അയാള് 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയ ആളാണ്. പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാളുടെ ഇടുപ്പിന് താഴോട്ട് ചലിക്കില്ല. അയാൾ വീൽ ചെയറിലായിരിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇന്നലെ ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ ചികിത്സ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ആ രോഗിയിൽ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയം തീരുമാനിക്കുക. അങ്ങനെ ഇൻവിജിലേറ്റർ പറഞ്ഞപ്പോൾ 2 ആളുകൾ ചേർന്ന് ഒരു മനുഷ്യനെ വീൽ ചെയറിൽ ആ ഹാളിലേക്ക് കൊണ്ടുവന്നു. ഹാളിന്റെ നടുക്കാണ് അയാളെ കൊണ്ടുവന്നത്. സന്ദർശകർക്കും നേരത്തെ മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കും എല്ലാവർക്കും ആ കാഴ്ച കാണാം. അരയ്ക്ക് താഴോട്ട് സ്തംഭിച്ചു പോയ ഒരു മനുഷ്യനെയാണ് വീൽ ചെയറിൽ അവിടെ കൊണ്ടുവന്നത്. മത്സരാർത്ഥികളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെയാണ് ആദ്യം അങ്ങോട്ടേക്ക് വിളിച്ചത്. അയാള് കാര്യമായിട്ട് തന്നെ ആ മനുഷ്യനെ ഒന്ന് പരിശോധിച്ചു. ഇടുപ്പിന് താഴോട്ട് എന്ത് ചെയ്തിട്ടും ഒരു അനക്കവുമില്ല.
അയാളുടെ കാൽവിരലുകളൊന്നും ചലിക്കുന്നില്ല, കാലിലൊന്നും അനക്കമില്ല, സിമന്റ് കാല് പോലെ രണ്ട് കാല്, അങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. രക്തം ഒഴുകുന്നുണ്ടെന്ന് പോലും അറിയാത്ത ശൈലിയിൽ സ്തംഭിച്ച് നിൽക്കുകയാണ്. പക്ഷേ അയാളുടെ കാല് ഇപ്പോഴും അയാളുടെ ബോഡിയുടെ പാർട്ടായിട്ട് ഉണ്ടെന്ന് മാത്രം നമുക്ക് പറയാം. അയാള് അക്യുപങ്ചർ ചികിത്സ അറിയാവുന്ന വ്യക്തിയാണ്. അയാൾ അക്യുപങ്ചർ ശൈലിയിൽ കുറച്ച് നീഡിലുകൾ കാലിന്റെ മുകൾ ഭാഗത്തും കാലിന്റെ അടിയിലും ഒക്കെ പതുക്കെ കൊടുത്തു നോക്കുന്നുണ്ട്. ആ സൂചികൾ കയറി ഇറങ്ങിയിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അയാൾ ആ സൂചി കയറിയത് അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തം. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇൻവിജിലേറ്റർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പരാജയപ്പെട്ടു. പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് അങ്ങനെ പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് പെറ്റേഴ്സൺ രംഗത്ത് വരുന്നത്. പെറ്റേഴ്സൺ ആ വ്യക്തിയെ പരിശോധിച്ചു. അയാളെ പരിശോധിച്ചതിന് ശേഷം പെറ്റേഴ്സൺ പെട്ടെന്ന് കുറച്ച് നീഡിലുകൾ എടുത്ത് ആ നീഡിലുകൾ ആ മനുഷ്യന്റെ ബോഡിയിൽ, കഴുത്തിലും തലയിലും ഷോൾഡറിലൊക്കെ പതുക്കെ തറച്ചു കയറ്റുകയാണ്. അതിനുശേഷം അയാൾ ഒരു ടാബ്ലറ്റ് ആ മനുഷ്യന്റെ വായിലേക്ക് ഇട്ടു. ടൈഗാരിസ് എന്ന പേരുള്ള ടാബ്ലറ്റ് ആണ് പ്രിസ്റ്റൻ ആ മനുഷ്യന് വായിലേക്ക് ഇട്ടത്. ശരിക്കും ഒരു എനർജി ബൂസ്റ്റിംഗ് ടാബ്ലറ്റ് ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ കട്ടയെ അലിയിപ്പിക്കാനുള്ള ഒരു പ്രത്യേക മരുന്ന്. ആ ടൈഗാരിസ് ആ മനുഷ്യന്റെ വായിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആ 2 അക്യുപങ്ചർ സൂചികൾ പെറ്റേഴ്സൺ ആ മനുഷ്യന്റെ പൊക്കളുടെ ഇരുപുറത്തായി പെട്ടെന്ന് കുത്തിയിറക്കി. ആ നിമിഷം തന്നെ പെട്ടെന്ന് ആ മനുഷ്യന്റെ വിരലുകൾ ഒന്ന് അനങ്ങിയതുപോലെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അയാളുടെ 2 കാലിലെയും പെരുവിരൽ ഒന്ന് അനങ്ങി. അയാൾ അമ്പരപ്പോടെ കുനിഞ്ഞ് താഴേക്ക് നോക്കുന്നുണ്ട്. അയാളുടെ പെരുവിരൽ പതുക്കെ ഒന്ന് അനങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് പെറ്റേഴ്സൺ ആ മനുഷ്യന്റെ 2 വിരലും അനക്കിയപ്പോ വല്ലാത്തൊരു അഭിമാന ബോധം പെറ്റേഴ്സന്റെ മുഖത്തേക്ക് വരികയാണ്. പെറ്റേഴ്സൺ ഉറക്കെ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, സാർ, എനിക്ക് 30 ദിവസം സമയം നൽകിയാൽ ഈ മനുഷ്യനെ ഞാൻ എണീപ്പിച്ച് നടത്തും. പെറ്റേഴ്സൺ ചെയ്ത അത്രയും കാര്യങ്ങൾ അതുവരെയുള്ള ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി 2 പേരെ അവശേഷിക്കുന്നുള്ളൂ, മെരിഡ കിള്ളിയനും പിന്നെ ഡസ്റ്റൻ റൈസും. അടുത്തതായിട്ട് മെരിഡയാണ് രംഗത്ത് വന്നത്. മെരിഡ അയാളുടെ ഉച്ചിയിലേക്ക് ഒരു നീഡിൽ തറച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് മെരിഡ ആ നീഡിൽ അയാളുടെ ഉച്ചിയിലേക്ക് തറച്ചത്. അതിനുശേഷം കഴുത്തിൽ നിന്ന് ബാക്ക് അറ്റം വരെ ക്രമത്തിൽ നീഡിലുകൾ വെക്കുകയാണ്. സ്പൈനൽ കോഡിന്റെ മുകളിലൂടെ ആ നീഡിൽ വരികയാണ്. ഉച്ചിയിൽ തുടങ്ങി കൃത്യം ബാക്ക് വശം വരെ ഒരു ക്രമത്തിൽ ആ നീഡിലുകൾ വെച്ച മെരിഡ അതിനുശേഷം തറയിലേക്ക് ഇരുന്നിട്ട് അയാളുടെ കാലൊന്ന് പൊക്കി ഉള്ളംകാലിലേക്ക് പെട്ടെന്ന് നീഡിലും കയറ്റി. 2 ഉള്ളംകാലിലും നീഡിൽ കയറ്റിയതും അയാളുടെ കാലൊന്ന് അനങ്ങി. ശരിക്കും ആളുകളെ ഞെട്ടിപ്പിക്കുന്ന ശൈലിയിൽ ആ കാൽ അനങ്ങി എന്ന് പറയാം. ഉള്ളംകാലിൽ അയാൾക്കൊരു സെൻസേഷൻ അനുഭവപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായി സ്തംഭിച്ചു നിൽക്കുന്ന ആ കാലിന്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഒരു സെൻസേഷൻ അയാൾക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം അയാളുടെ മുഖത്ത് അപ്പൊ തന്നെ പ്രതിഫലിച്ചു. മെരിഡ ഇൻവിജിലേറ്ററോട് പറഞ്ഞു, സാർ, എനിക്ക് ഒരു 3 ആഴ്ച കിട്ടിയാൽ ഞാൻ ഇദ്ദേഹത്തെ എണീപ്പിക്കാം. സ്റ്റോണിൽ നിന്നുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ 2 ഡോക്ടേഴ്സും അതീവ മിടുക്കരാണെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തിയ നിമിഷങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇനി ഡസൻ റൈസാണ് ബാലൻസ് ഉള്ളത്. ഡസൻ ആ രോഗിയുടെ അടുത്തേക്ക് വന്നു. ഡസനും നീഡിലുണ്ട്. ഡസൻ ആ നീഡിലുകൾ പ്രഷർ പോയിന്റുകൾ കണക്കാക്കി ഒന്ന് സ്ഥാപിച്ചതിന് ശേഷം പെട്ടെന്ന് എല്ലാരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. ഡസന്റെ കയ്യിലൂടെ ഡസന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ആ നീഡിലുകളിലേക്ക് പതുക്കെ കടന്നു തുടങ്ങി. അതിശക്തമായി ഡസന്റെ ഇന്റേണൽ എനർജി ആ നീഡിലുകൾ വഴി ആ ബോഡിയിലേക്ക് കടന്നതും ഒരു വൈദ്യുത പ്രവാഹം അയാളുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുകയാണ്. അയാളുടെ കാലിൽ രക്തക്കുഴലുകൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ അതിവേഗം അലിഞ്ഞു തിരികുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അയാൾ പെട്ടെന്ന് കാല് തറയിലേക്ക് വെച്ചു. കാല് തറയിലേക്ക് വെച്ച് അയാൾ പതുക്കെ എണീക്കുകയാണ്. സകല ആളുകളും ഞെട്ടിപ്പോയൊരു നിമിഷം. കഴിഞ്ഞ 8 വർഷമായി വീൽ ചെയറിൽ അനങ്ങാതിരുന്ന, അരയ്ക്ക് താഴോട്ട് സ്തംഭിച്ചു പോയിരുന്ന ആ മനുഷ്യൻ ഇതാ തറയിൽ എണീറ്റ് നിൽക്കുകയാണ്. എണീറ്റ് നിൽക്കുന്ന അയാൾ ഡസൻ പറഞ്ഞനുസരിച്ച് മുന്നോട്ടും പിന്നോട്ടൊക്കെ നടന്നു തുടങ്ങി. ഒരു സ്വപ്നം കാണും പോലെയാണ് ആളുകൾ ആ കാഴ്ച കണ്ടത്. സത്യത്തിൽ ഇവിടെ ഡസൻ വിജയിക്കാനുള്ളൊരു കാരണം പെറ്റേഴ്സൺ ആ മനുഷ്യന് കൊടുത്ത ആ ഗുളികയാണ്. ആ ടൈഗാരിസ് എന്ന ഗുളിക അയാളുടെ ശരീരത്തിനുള്ളിലെ കെട്ടിനിന്ന സകല ബ്ലോക്കുകളും മാറ്റിയിരിക്കുമ്പോഴാണ് ഡസ്റ്റൻ കുറച്ച് ഇന്റേണൽ എനർജി ബോഡിയിലേക്ക് കടത്തിവിട്ടത്. ആ ഗുളിക കാരണം അലിഞ്ഞു തുടങ്ങിയിരുന്ന കട്ടകളെ ആ ഊർജം പെട്ടെന്ന് ഒന്ന് ഓടിപ്പിച്ചു വിടുകയായിരുന്നു. ശരിക്കും അതിവേഗതയിൽ ഊർജം കടന്നുപോയപ്പോൾ ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ കട്ടകളും ആ നിമിഷം തന്നെ ഇല്ലാതായി. ദേഹത്തുള്ള സകല ബ്ലോക്കുകളും ഒരേ നിമിഷം കൊണ്ട് മാറിയതും ആ മനുഷ്യൻ ചാടി എണീറ്റു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ലിൻഡൻ വിജയെ പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയി ഈ സുഹൃത്താണ്, ഈ ഡോക്ടറാണ്. വിജയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതും ലിൻഡൻ ഡസ്റ്റോട് ചോദിച്ചു, നിങ്ങൾക്ക്
എന്തെങ്കിലും ആവശ്യമുണ്ടോ? വിജയ് ചോദിക്കുന്ന എന്തും കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ്. സർ ലിൻഡൻ, എനിക്ക് ഒരു കാര്യം മാത്രം മതി. ഇവിടെ ഒരു താമര ഉണ്ടല്ലോ, 1000 ഇയർ ലോട്ടസ്, എനിക്ക് അത് തരണം. ഹലോ, അത് ലേശ കുഴപ്പം പിടിച്ച ആവശ്യമാണല്ലോ. സർ, വിജയ്ക്ക് എന്ത് തരാമെന്ന് അങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ ഡസ്റ്റിനെ എടുത്തു പറഞ്ഞതും ലിൻഡൻ സമ്മതിച്ചെങ്കിലും ലിൻഡൻ ഒരു കണ്ടീഷൻ വെച്ചു. ഓക്കെ, ഞാൻ സമ്മതിക്കാം, ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വിജയിക്കുന്ന ആള് ഞാൻ കൂടി ഉപയോഗപ്പെടണമല്ലോ. സർ, അങ്ങ് പറയണം ഞാൻ എങ്ങനെ സഹായിക്കേണ്ടത്? ഇവിടെ വിജയിക്കുന്ന ആള് ഇവിടുത്തെ അംഗമാകണമെന്നാണ് വ്യവസ്ഥ. സർ, സ്ഥിരമായിട്ട് അങ്ങനെ അംഗമായി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രത്യേക പോസ്റ്റ് നിങ്ങൾക്ക് അലൗട്ട് ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ സീനിയർ ഡോക്ടറായി നിയമിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ വരിക, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കുക. നിങ്ങൾ അസാമാന്യ പ്രതിഭാശാലിയായ ഒരു ഡോക്ടറാണ്. ആക്ച്വലി നിങ്ങളൊരു മിസ്റ്ററി ഡോക്ടറാണ്. നിങ്ങൾ ആ 8 വർഷം പഴക്കമുള്ള ആ സ്തംഭിച്ച വ്യക്തിയെ എണീപ്പിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല. ഇതൊരു മിറാക്കിളാണ്, അത്ഭുതമാണ്. ലോകത്തിലെ അപൂർവം ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ ആ കഴിവ് ആവശ്യമുള്ള രോഗികളുമായി പങ്കുവയ്ക്കുക തന്നെ വേണം. അതൊരു ദൈവ നിയോഗമാണ്. ഡോക്ടർ ലിൻഡൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ഡസ്റ്റിൻ സമ്മതിച്ചു. ഡസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അംഗീകാരമാണ് കിട്ടുന്നത്. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിന്റെ സീനിയർ ഡോക്ടറായി ചോൺറേ വാലിയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരമാണ്. ഇതുവരെ ഡസ്റ്റിൻ പീസ് മെഡിക്കൽ സെന്റർ എന്നുള്ള ഒരു ചെറിയ കുഞ്ഞു ഹോസ്പിറ്റൽ നടത്തിയിരിക്കുന്ന ഒരു ചെറിയ നാട്ടുവൈദ്യം മാത്രമാണ്. അവിടെ നിന്ന് ചോൺറേ വാലി ഹോസ്പിറ്റലിന്റെ ഭാഗമായ ഒരു സീനിയർ ഡോക്ടറാകുക എന്ന് പറയുമ്പോൾ കഥ വേറെയാണ്. അതൊരു ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി നല്ലതാണെന്ന് മനസ്സിലാക്കിയ ഡസ്റ്റിൻ സമ്മതിച്ചപ്പോൾ തന്നെ ഡസ്റ്റിന് ആ പച്ച നിറത്തിലുള്ള 1000 വർഷം പഴക്കമുള്ള ആ താമര കൈ കിട്ടി. ഒരു ചെറിയ തടിപ്പെട്ടിയിൽ ആ താമര ഡസ്റ്റിന്റെ കയ്യിലേക്ക് കിട്ടിയതും ഡസ്റ്റിനും അബിഗലും ബിഗ് ബ്രൂക്സും കൂടി ആ താമരയുമായി പുറത്തേക്ക് ഇറങ്ങിയാണ്. അവരെ പുറത്തിറങ്ങിയതും മെരിഡയും പെറ്റേഴ്സനും അവരുടെ അടുത്തെത്തി. ഏയ്, ഞങ്ങള് യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് ഈ താമരയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഹലോ, ഈ താമരയ്ക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. തരാൻ പറ്റില്ല. ഹലോ, ഞങ്ങൾ ആരെന്നറിയില്ലേ? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കിളിയൻ കുടുംബം, ഏത് കുടുംബമാണെങ്കിലും ഞങ്ങൾ തരൂല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻഡൈസ് അബിഗലും ബ്രൂക്സുമായി പഴയതുപോലെ താഴെയെത്തി കായലിലൂടെ ആ തടാകത്തിലൂടെ അവരെ കാർ കിടക്കുന്ന സ്ഥലത്ത് വന്നു. അവരെ കാറുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ കാറ് ആ താഴ്വര കഴിഞ്ഞ് ഏകദേശം ഒരു ഗ്രാമത്തിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് 2 കാറുകൾ അവർ ഓവർടേക്ക് ചെയ്തത്. കാറുകൾ ഓവർടേക്ക് ചെയ്തെന്ന് മാത്രമല്ല, അവരെങ്ങ് ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. കാറ് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മെരിഡയും പെറ്റേഴ്സനും ഉണ്ട്. കുറെ ഗുണ്ടകൾ ഡസൻഡൈസിനെ ടീമിനെ അങ്ങ് വളഞ്ഞതാണ്. ഡസ്റ്റിനും അബിഗലും ബ്രൂക്സും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മെരിഡ ഡസ്റ്റിനോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള ആ താമരയ്ക്ക് തന്നാൽ തല്ലുകൊള്ളാതെ രക്ഷപ്പെടാം. പെറ്റേഴ്സനും അത് തന്നെ പറഞ്ഞു. ഹലോ സുഹൃത്തേ, നിങ്ങൾ പാടുപെട്ടാണ് ആ താമര നേടിയെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ആ താമര ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തരാം. അങ്ങനെ പെറ്റേഴ്സൺ പറഞ്ഞതും അബിഗ കാറിനകത്ത് നിന്ന് അവളുടെ ബാറ്റ് വലിച്ചു പുറത്തെടുത്തു. അവളുടെ ബാറ്റുമായിട്ടാണ് യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുന്നത്. അവൾ ആ ബാറ്റുമായി ഡസ്റ്റിന് മുന്നിലേക്ക് കയറുന്നിട്ട് അവരോട് പറഞ്ഞു, നോക്കേ, നിങ്ങളുടെ ഈ തമാശ പരിപാടികളൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. നിങ്ങൾ വഴി മാറിയാൽ തല്ല് കിട്ടാതെ ഇവിടുന്ന് രക്ഷപ്പെടാം. ഒരു കൊച്ചു പെൺകുട്ടി ഒരു ബാറ്റ് പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും പെറ്റേഴ്സിനൊപ്പമുള്ള ആ ഗുണ്ടകൾക്ക് ഒരു ചിരി വന്നു. ആ ഗുണ്ടകൾ പതുക്കെ അബിഗലിന് നേരെ നടന്നു വന്നതും അബിഗൽ ആ ബാറ്റ് ഉപയോഗിച്ച് അവരെ തല്ലി തുടങ്ങിയത് ഒരേ നിമിഷത്തിലാണ്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത് ബാറ്റ് ഷോൾഡറിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അബിഗലിനെയാണ്. പെറ്റേഴ്സിനും മെരിഡെ ഒഴികെയുള്ള ബാക്കിയുള്ള ഗുണ്ടകളൊക്കെ താഴെ കിടക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അബിഗൽ ആ ഗുണ്ടകളെ അടിച്ച് താഴെ ഇട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാറ്റ് ഉപയോഗിച്ച ആളുകളെ എങ്ങനെ നേരിടണമെന്ന് ഡസൻ അബിഗലിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അബിഗലിനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ബാറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നും അതേ സമയത്തിന് അറ്റാക്ക് ചെയ്യാമെന്നും ഡസൻ അബിഗലിനെ പഠിപ്പിച്ചിരുന്നു. അബിഗൽ അതൊക്കെ കാര്യമായി പ്രാവർത്തികമാക്കിയതിന്റെ ഒരു സന്തോഷത്തിലാണ് ഡസ്റ്റ് മുന്നിലേക്ക് വന്നത്. ഷോൾഡറിൽ കൂടി ആ ബാറ്റ് വെച്ചിട്ട് അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, സാർ എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അടിപൊളി. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും പെറ്റേഴ്സൺ അബിഗലിനോട് പറഞ്ഞു, ഹേയ് പെൺകുട്ടി,
നീ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ വിചാരിക്കും ഞങ്ങള് ഡോക്ടേഴ്സ് മാത്രമാണെന്ന്. ഞങ്ങള് ഡോക്ടർമാര് മാത്രമല്ല. അങ്ങനെ പറഞ്ഞിട്ട് പെറ്റേഴ്സൺ അയാളുടെ ഷർട്ടം കഴിച്ചു. ഷർട്ട് അഴിച്ച് അയാൾ കാറിനകത്തേക്ക് ഇട്ടു. ഷർട്ട് അഴിച്ച് കാറിനകത്തേക്ക് ഇട്ട അയാൾ കൈ ഒന്ന് വ്യായാമം ചെയ്തപ്പോ ശരിക്കും അയാളുടെ ചുറ്റും ഒരു ഊർജം ഉണ്ടായി വരികയാണ്. അയാൾ ഒരു ഒന്നൊന്നര മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് ആരും വിളിച്ചു പറഞ്ഞു പോകും. ആ ശൈലിയിലാണ് അയാളുടെ ബോഡിയുടെ റിയാക്ഷൻ. അബിഗലിനെ പിന്നെ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അബിഗൽ ഉടൻ തന്നെ അയാളുടെ നേരെ ഓടിച്ചെല്ലുകയാണ്. അബിഗൽ അതിശക്തമായി അയാളങ്ങ് അടിച്ചു. അതിശക്തമായി അബിഗൽ ബാറ്റ് കൊണ്ട് അയാളെ അടിച്ചതും അയാൾ കൈ കൊണ്ട് അബിഗലിന്റെ ആ ബാറ്റിലോട്ട് തട്ടി കൈ പെട്ടെന്ന് എടുത്തു. പിന്നെ കൈ തട്ടുകയാണ്. അബിഗൽ വീണ്ടും അടിച്ചു. അയാൾ വീണ്ടും തട്ടി കൈ എടുക്കുകയാണ്. അയാൾ ആ ബാറ്റിലേക്ക് കൈ തട്ടി കൈ എടുക്കുന്ന ഒരു പ്രോസസ്സും അബിഗലിന്റെ അടിയും അല്പം തുടർന്നതും ഒരു അസാധ്യമായ സംഭവത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. ആ മൂവ്മെന്റ് പെട്ടെന്ന് ഒരു ബൂമറാങ് പരിപാടിയായി മാറുകയാണ്. അബിഗൽ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാറ്റ് അബിഗലിന് തിരിച്ചു വന്ന് അടിക്കുകയാണ്. അയാൾ വളരെ ശ്രദ്ധാപൂർവ്വം സൃഷ്ടിച്ച ഒരു ചുഴിയിലേക്ക് അബിഗലിന്റെ ആ ബാറ്റ് വന്ന് പെട്ടതുപോലെ അബിഗൽ മുന്നോട്ട് നീക്കുന്നതും പെട്ടെന്ന് ആ ബാറ്റ് തിരിച്ചു വന്ന് അബിഗലിന് അടിക്കുകയാണ്. അബിഗലിന്റെ ഷോൾഡറിലും തലയിലൊക്കെ അടി വീണു. എന്താണ് സംഭവിക്കുന്നത് അബിഗലിന് ഒരു പിടിയില്ല. എന്നാൽ ഈ സമയത്ത് പെറ്റേഴ്സന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അവൻ വളരെ കൗതുകപൂർവ്വം രസകരമായിട്ട് അബിഗലിനെ കബളിപ്പിക്കുകയാണ്. അബിഗലിന്റെ ബാറ്റിന് ചുറ്റുമായി അയാൾ ഒരു ചുഴി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ചുഴിയുടെ ഭാഗമായ വായു യഥാർത്ഥത്തിൽ അബിഗലിന്റെ ബാറ്റിനെ അതിശക്തമായ അബിഗലിന്റെ പുറത്തേക്ക് തിരിപ്പിക്കുന്നതാണ്. അബിഗലിനാണെങ്കിൽ ആ സംഭവം കൊണ്ട് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ഡസൻ റൈസ് അബിഗലിനോട് പറഞ്ഞു, അബിഗൽ നീ പോരെ, നീ അവനെ നേരിടാനുള്ള പരുവായിട്ടില്ല. അല്ല സാർ ഞാൻ വേണ്ട വേണ്ട അബിഗലിങ് വാ. ഡസൻ അങ്ങനെ തീർത്തു പറഞ്ഞതും അബിഗൽ പെട്ടെന്ന് പിന്മാറി. അബിഗൽ പിന്മാറിയതും ഡസൻ പെറ്റേഴ്സന്റെ മുന്നിലേക്ക് വന്നു. ഓ നീയാണ് ഇനി അടിയോടാൻ വന്നിരിക്കുന്നത്. ഞാൻ കരുതി നിനക്കൊരു ബോഡി ഗാർഡ് ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു പോകുന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പെറ്റേഴ്സൺ ഡസ്റ്റിനെ ആഞ്ഞൊന്ന് ഇടിക്കുകയാണ്. പക്ഷെ ഡസ്റ്റിന്റെ വേഗത പെറ്റേഴ്സൺ വിചാരിച്ചതിനേക്കാൾ അല്പം കൂടിപ്പോയെന്ന് മിരിഡയ്ക്ക് ഉടൻ മനസ്സിലായി. കാരണം പെറ്റേഴ്സൺ അവർ വന്ന വാഹനത്തിന്റെ മുകളിൽ ഇടിച്ച് താഴേക്ക് വീണു. എന്താണ് സംഭവിച്ചത് പെറ്റേഴ്സൺ അറിയത്തില്ല. പക്ഷെ മിരിഡ കണ്ടു. അതിവേഗതയിലുള്ള ഡസ്റ്റിന്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഒരു ഇടി പെറ്റേഴ്സനെ ആ നിന്ന സ്ഥലത്ത് നിന്ന് പൊക്കിയെടുത്ത് അവരുടെ കാറിന്റെ ബോണറ്റിന്റെ മുകളിൽ കൊണ്ട് ഇടുകയായിരുന്നു. ബോണറ്റിൽ വീണ പെറ്റേഴ്സൺ മറിഞ്ഞ് തറയിലേക്ക് വീണു. തറയിലേക്ക് വീണ പെറ്റേഴ്സന് അടുത്തേക്ക് ഓടിയെത്ത മിരിഡ പെറ്റേഴ്സനെ പിടിച്ചെണീപ്പിച്ചു. ഏയ് നീ ആരെ കൈകാര്യം ചെയ്യുന്നറിയാവോ? അങ്ങനെ മിരിഡ ചോദിച്ചതും ഡസൻ അവളോട് പറഞ്ഞു, നിനക്ക് മിൽസ്ബർഗിൽ വന്ന് തിരക്കിൽ എന്നെ മനസ്സിലാവും. എന്റെ പേര് ജൂലിയൻ നിക്കോൾസൺ. അങ്ങനെ പറഞ്ഞിട്ട് അബിഗലിനെയും ബ്രൂക്സിനെയും കൊണ്ട് ഡസൻ വാഹനത്തിലേക്ക് കയറി. ആ വാഹനം അതിവേഗം പാഞ്ഞു പോകുമ്പോ അബിഗൽ ഡസനോട് ചോദിച്ചു, സാർ ആരാ സാർ ഈ ജൂലിയൻ നിക്കോൾസൺ? ഏയ് അബിഗൽ അതൊരു കഥാപാത്രമാണ്. ജൂലിയൻ നിക്കോൾസനെ കുറിച്ച് ഡസൻ റൈസ് അബിഗലിനോട് പറഞ്ഞപ്പോ അബിഗലും ബ്രൂക്സും അറിയാതെ ചിരിച്ചു പോവുകയാണ്. ജൂലിയൻ നിക്കോൾസന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് അത് കേട്ടപ്പോൾ അബിഗലിന് മനസ്സിലായി. ഡസൻ റൈസും അബിഗലും ബ്രൂക്സും കൂടി വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മിൽസ്ബർഗിന് സമീപത്തുള്ള ആർമിയുടെ ഒരു ഗ്രൗണ്ടിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ വന്നങ്ങനെ നിൽക്കുകയാണ്. സീനിയർ പട്ടാള ഉദ്യോഗസ്ഥരാണ് നിരന്ന് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ദയാലനുമുണ്ട്. ദയാലൻ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അധികം സമയമായിട്ടില്ല. ദയാലൻ അടുത്ത് നിൽക്കുന്ന സീനിയർ ഒഫീഷ്യൽ ഫ്രാൻസിസ് ജോർജിനോട് ചോദിച്ചു, സാർ ആരാ സാർ വരുന്നത്? ഏയ് ദയാലൻ, അവർ വരികയാണ് നമ്മുടെ ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് വാരിയർ, സാക്ഷാൽ സ്കാർലറ്റ് സ്പാനർ മിൽസ്ബർഗിൽ അവരുടെ ആസ്ഥാനം സന്ദർശിക്കാൻ വരുന്നു എന്നുള്ള വിവരം ഫ്രാൻസിസ് ജോർജ് ദയാലിനോട് പറഞ്ഞപ്പോൾ ദയാലിന്റെ മുഖത്തും ശരിക്കും സന്തോഷം വരികയാണ്. അവൻ വളരെ ദൂരെ നിന്ന് മാത്രമാണ് സ്കാർലറ്റ് സ്പാനറെ കണ്ടിട്ടുള്ളത്. ബ്ലാക്ക് പാന്തർ കാവലറി ടീമിന്റെ അനിഷേധ്യായ ആ ജനറൽ ഇതാ ഇവിടേക്ക് വരാൻ പോവുകയാണ്. അമ്പരപ്പോടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ദയാലൻ ആലോചിക്കുമ്പോൾ ദയാലൻ മുൻവശത്ത് നിൽക്കുന്ന രണ്ട് ജനറൽമാരെ കണ്ടു. രണ്ട് ചെറുപ്പക്കാരികളാണ്. സുന്ദരികളായ ആ ജനറൽമാരെ ദയാലൻ നോക്കുന്നത് അവർ കണ്ടു തോന്നുന്നു. അവര് തിരിഞ്ഞ് ദയാലിനെ നോക്കി. ദയാലൻ പെട്ടെന്ന് കണ്ണു മാറ്റി. ആ സുന്ദരിമാർക്ക് തങ്ങളെ ആരെങ്കിലും വീക്ഷിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകുമെന്ന് അപ്പോഴാണ് ദയാലിന് മനസ്സിലായത്. അവിടെ നിൽക്കുന്നത് ജോർജിയും ബ്രിജിറ്റുമാണ്. ജോർജിയും ബ്രിജിറ്റും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് സകലരും ധരിച്ചു നിൽക്കുമ്പോൾ ഹെലികോപ്റ്റർ ആ ഗ്രൗണ്ടിന് മുകളിൽ നിശ്ചലമായി അങ്ങനെ നിന്നു തുടങ്ങി. ഏകദേശം ഒരു 100-150 അടി മുകളിലായിട്ടാണ് ഹെലികോപ്റ്റർ നിൽക്കുന്നത്. ഹെലികോപ്റ്റർ അങ്ങനെ നിൽക്കുമ്പോൾ
ആ ഹെലികോപ്റ്റർ വാതിൽക്കൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ചുവന്ന ട്രാക്ക് സൂട്ട് ധരിച്ച ഒരു സ്ത്രീ. ആ ഹെലികോപ്റ്ററിന്റെ തുറന്ന വാതിലിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടുന്ന ആ സ്ത്രീ പെട്ടെന്ന് താഴേക്ക് ജമ്പ് ചെയ്തു. സാധാരണഗതിയിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് മാത്രം ആളുകൾ ചാടുന്ന ആ അകലം പാരച്യൂട്ട് ഇല്ലാതെ ആ സ്ത്രീ ചാടിയിരിക്കുകയാണ്. അമ്പരപ്പോട് ദയാലനും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സ്ത്രീ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് തറയിൽ വന്ന് അങ്ങനെ ചാടി നിൽക്കുകയാണ്. അവരുടെ രണ്ട് കാലുകളും തറയിൽ സ്പർശിച്ചതും തറയിലൊരു വിറയലുണ്ടാവുകയാണ്. ശരിക്കും തറ ഒന്ന് വിറച്ചു എന്ന് പറയാം. അവരുടെ കാല് തറയിൽ സ്പർശിച്ച ആ നിമിഷത്തിലുണ്ടായ പൊടിപടലങ്ങൾ ഒന്ന് തീരുമ്പോൾ നമ്മൾ കാണുന്നത് സിൽവർ നിറത്തിലുള്ള തലമുടിയുള്ള സുന്ദരിയായ ഒരു ലേഡിയാണ്. ചുവന്ന ട്രാക്ക് സൂട്ട് അണിഞ്ഞ ആ സ്ത്രീ സാവധാനം ജോർജിയുടെയും ബ്രിജിത്തിന് നേരെ നടന്നു വരുന്ന കാഴ്ചയാണ് ദയാലൻ കാണുന്നത്. അവരുടെ അടുത്തേക്ക് നടന്നു വന്ന കാർലറ്റ് സ്പാനർ ജോർജിയോടും അതുപോലെ ബ്രിജിത്തിനോടായി ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടോ? മാഡം ഇതുവരെയും കണ്ടില്ല, എന്തായാലും ഇന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ദയാലിന്റെ സമയത്തൂടി നടക്കുമ്പോൾ ദയാലൻ അമ്പരപ്പോടെ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ബ്രിജിത്തും ജോർജിയും കാർലറ്റ് സ്പാനറും ഒരു മിലിറ്ററി വാഹനത്തിലേക്ക് കയറി അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞതും ദയാലൻ അടുത്ത് നിൽക്കായിരുന്ന ജനറൽ ഫ്രാൻസിസോട് ചോദിച്ചു, സാർ അവരാരെക്കുറിച്ചാണ് സാർ പറഞ്ഞത്? ഏയ് ദയാലൻ, എനിക്കെങ്ങനെ അറിയാത്ത സാർ, അവർ ഏതോ പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നിനക്കെന്താ? ഫ്രാൻസിസ് ജോർജ് അങ്ങനെ ചോദിച്ചെങ്കിലും ദയാലന്റെ മനസ്സിൽ ആ ചോദ്യം വരികയാണ്. ഈ സുന്ദരിയായ സ്കാർലറ്റ് സ്പാനർ മിൽസ്ബർഗിൽ എത്തിയത് ആരെ അന്വേഷിച്ചാണ്? ദയാലൻ ആ ചോദ്യം മനസ്സിൽ ചോദിക്കുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സ്കാർലറ്റ് സ്പാനർ അവളുടെ കൈവശമുള്ള പേഴ്സ് തുറന്ന് ഒരു ഫോട്ടോ പുറത്തെടുത്തു. സ്കാർലറ്റ് ആ ഫോട്ടോയിലേക്ക് തന്നെ അങ്ങനെ നോക്കുകയാണ്. ആ ഫോട്ടോ 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. ഒരു സുന്ദരനായ പയ്യന്റെ പുറത്തോട്ട് ചാരി നിൽക്കുന്ന സ്കാർലറ്റിനെ നമുക്കതിൽ കാണാം. സ്കാർലറ്റ് ചാരി നിൽക്കുന്നത് സാക്ഷാൽ ലോഗൻ റൈസിന്റെ പുറത്താണ്. ആ ലോഗനെ നോക്കി സ്കാർലറ്റ് അറിയാതെ ചോദിച്ചു പോവുകയാണ്, ലോഗൻ, നീ ഇപ്പൊ എവിടെയാണ്? കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൺ ഡൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.